ശ്രീമദ് ഭാഗവതം, ദേവിയുടെ ദശാവതാരങ്ങൾ പറയുന്ന ദേവി ഭാഗവതം, പരമശിവന്റെ അഷ്ടദശാവതാരങ്ങൾ 18 അവതാരങ്ങൾ പറയുന്ന ശിവപുരാണം അഥവാ ശിവഭാഗവതം. ഈ 3 ഗ്രന്ഥങ്ങളെയാണ് ഭാഗവതങ്ങൾ അറിയപ്പെടുന്നത്. ഭഗവാന്റെയും ഭഗവതിയുടെയും കഥകൾ പറയുന്ന പുസ്തകങ്ങൾ. അപ്പൊ എന്താണ് ഒരു ഭാഗവതം? ഭാഗവതം എന്ന് പറയുന്നത് വേദവ്യാസൻ എഴുതിയ 18 പുരാണങ്ങളിലെ 3 പുരാണങ്ങളാണ്. ഭാഗവതം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പുരാണം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. പുരാണം എന്താണെന്ന് വേദവ്യാസൻ കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. സർഗഞ്ച പ്രതിസർഗഞ്ച വംശവും മന്വന്തരാണി വംശാനുജലിതം ചെയ്യുക പുരാണോ പഞ്ചലക്ഷണം. പുരാണത്തിന് 5 ലക്ഷണമാണ്. സർഗഞ്ച, ഈശ്വരൻ എന്തൊക്കെയാണ് ഈ ഭൂമി സൃഷ്ടിച്ചത്? ഈശ്വരൻ ഹിമാലയപർവ്വതം ഉണ്ടാക്കി, പത്മസുന്ദരം ഉണ്ടാക്കി, സസ്യശ്യാമളമായ കേരളത്തെ ഉണ്ടാക്കി. ഈശ്വരൻ സൃഷ്ടിച്ച ഒരുപാട് കാര്യങ്ങൾ. പ്രതിസർഗഞ്ച, ഇത് കൂടാതെ മനുഷ്യൻ എന്തെല്ലാം സൃഷ്ടിച്ചത്? മനുഷ്യൻ ഹസ്തവിരമണം പണിഞ്ഞു, മനുഷ്യൻ ഇന്ദ്രപ്രസ്ഥം പണിഞ്ഞു, മനുഷ്യൻ ദ്വാരക പണിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനുഷ്യൻ പണിഞ്ഞു. ഗംഗാനദി ഭൂമിയിലേക്ക് കൊണ്ടുവന്ന പ്രസിദ്ധനായ ഭാഗീരഥന്റെ വംശപരമ്പരയിലെ സത്യരാജ് ചക്രവർത്തിയായിരുന്ന ഹരിചന്ദ്രന്റെ വംശപരമ്പരയിലെ ലോകത്തിൽ ആദ്യമായി സാറ്റലൈറ്റ് ഉണ്ടാക്കി ശൂന്യാകാശത്ത് വംശപരമ്പരയിലെ ദിലീപിന്റെ വംശപരമ്പരയിൽ, യഹൂവിന്റെ വംശപരമ്പരയിലെ അജന്റെ മകൻ ദശരഥന്റെ മകൻ ശ്രീരാമേന്ദ്രൻ 42 തലമുറ ഒറ്റ വരവിൽ വരും. ഇത് പുരാണങ്ങളുടെ വലിയൊരു പ്രത്യേകതയാണ്. അതാണ് വംശവും. പിന്നെ മന്വന്തരാണി, ലോകത്തില് 14 മന്വന്തരങ്ങളാണ് എന്ന് ഭാഗവതം പറയുന്നു. ബംഗാളിൽ എഴുതപ്പെട്ട ഭാഗവതത്തിൽ 71 മന്വന്തരങ്ങളുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഹിന്ദുമത എൻസൈക്ലോപീഡിയ 14 മന്വന്തരങ്ങളാണ് അംഗീകരിച്ചിട്ടുള്ളത്. അതിൽ 7ാമത്തെ മന്വന്തരമാണ് വൈശ്വത മന്വന്തരം. വൈശ്വതം എന്ന് സൂര്യഭഗവാൻ. സൂര്യഭഗവാന്റെ സോളാർ സിസ്റ്റത്തിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. ഈ വൈശ്വത മന്വന്തരത്തിലെ കലിയുഗത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലമാണ് വൈശ്വത മന്വന്തരത്തിലെ കലികാലം. ഗ്രഹപ്പഴത്തിൽ ഞാൻ ആ സമയത്തോട് ധരിച്ചിരിക്കുകയാണ്. ഈ കലികാലം കഴിയുമ്പോൾ വീണ്ടും കൃതയുഗത്തിലേക്ക് പോകും. ഇപ്പൊ ലോകത്തിലെല്ലാവരും ലീനിയർ ഹിസ്റ്ററിയാണ് എഴുതുന്നത്. BC, AD, ഓൾഡ് ഏജ്, മിഡിൽ ഏജ്, സയന്റിഫിക് ഏജ് എഴുതി. ഹിന്ദുക്കൾ മാത്രമാണ് സൈക്ലിക്കൽ ഹിസ്റ്ററി ആദ്യമായിട്ട് എഴുതുന്നത്. കൃതത്രേതാപര കഴിഞ്ഞ് വീണ്ടും കൃതയുഗത്തിൽ പോയി ഇങ്ങനെ കറക്കൊണ്ടിരിക്കുകയാണ് സൈക്ലിക്കൽ ഹിസ്റ്ററി. അപ്പൊ ഈ വൈശ്വത മന്വന്തരം കഴിഞ്ഞ് എന്ത് സംഭവിക്കും? അടുത്ത മന്വന്തരം സോളാർ സിസ്റ്റത്തിലല്ല. വേദവ്യാസൻ പറയുന്നു തൃക്കേട്ട നക്ഷത്രം, നക്ഷത്രത്തിലാണ് ഈ മനുഷ്യൻ ഉണ്ടാവാൻ പോകുന്നത്. ഈ 14 മന്വന്തരങ്ങളുടെ കഥ, 96 കോടി വർഷങ്ങളുടെ കഥ, അതാണ് മന്വന്തരാണി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ വംശാനുചരിതം. ഒരു വംശം എങ്ങനെയാണ് രൂപാന്തരപ്പെട്ട അടുത്ത വംശമാകും. ഋഗ്വേദത്തിലെ പ്രസിദ്ധനായ രാജാവാണ് സുദാസ്. അദ്ദേഹം ഭരതകുലത്തിലെ രാജാവായിരുന്നു. അദ്ദേഹം ദാസറാക്കി യുദ്ധത്തിൽ പൂരു രാജാവിനെ പരാജയപ്പെടുത്തി ആ പൂരുവിന്റെ മകളെ വിവാഹം കഴിച്ചു. അങ്ങനെ ഭരതപുരവും പൂരുപുരവും കൂടെ ചേർന്നപ്പോൾ അത് കുരുവംശമായി. ആ കുരുവംശത്തിലാണ് പാണ്ഡവും ധൃതരാഷ്ട്രമൊക്കെ വന്നത്. ആ പാണ്ഡു കുന്തിദേവിയെ കല്യാണം കഴിച്ചപ്പോൾ അത് കുരു യദു രാജവംശമായി. പിന്നെ പാഞ്ചാലി വന്നപ്പോൾ അത് കുരു യദു പാഞ്ചാലി രാജവംശമായി. പക്ഷേ പാഞ്ചാലിയുടെ മക്കളെല്ലാം യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. പിന്നെ വിരാട രാജകുമാരന്റെ സന്ധി പരമ്പരയിലൂടെയാണ് അഭിമന്യുവിന്റെയും പരിഷത്തിൻ്റെയൊക്കെ വംശപരമ്പര വരുന്നത്. അതുകൊണ്ട് ആ കാലം എത്തിയപ്പോഴേക്കും അത് കുരു യദു പാഞ്ചാല വിരാട രാജവംശ രൂപാന്തരപ്പെടും. അപ്പൊ ഇതാണ് ഈ വംശാനുചരിതം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഭാഗവതം വായിക്കുമ്പോൾ ഈ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സർഗഞ്ച പ്രതിസർഗഞ്ച വംശവും മന്വന്തരാണ് വംശാനുചരിതം ചൈവ പുരാണോ പഞ്ചലക്ഷണം. അപ്പൊ ഭാഗവതത്തിൽ, ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളാണ്. 12 സ്കന്ധങ്ങളിൽ 335 അധ്യായമുണ്ട്. 330 അധ്യായങ്ങൾ 18,000 ശ്ലോകത്തിലാണ് എഴുതിയിരിക്കുന്നത്. ദേവി ഭാഗവതം വരുമ്പോൾ അതിലും 12 സ്കന്ധമാണ്. പക്ഷേ 318 അധ്യായമേ ഉള്ളൂ. ശ്ലോകങ്ങളുടെ എണ്ണം കൂടുതലാണ്. 18,330 ശ്ലോകമാണ്. ശിവപുരാണം എടുക്കുമ്പോൾ അതിനകത്ത് 18 സ്കന്ധമുണ്ട്. എല്ലാം കൂടി 24,000 ശ്ലോകമാണ് ശിവപുരാണം. പരമശിവന്റെ 18 അവതാരം പറയുന്ന സംഭവം. അപ്പൊ ഈ ഭാഗവതങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ എന്താണ്, എങ്ങനെയാണ് ഇതിൽ നിന്ന് പഠിക്കുന്നത്? അപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ 300 കഥകളാണ്. ഈ 300 കഥയൊക്കെ പറയാൻ തുടങ്ങിയാൽ 6 മാസം എടുത്താൽ തീരത്തില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു ദിവസം 3 കഥ എടുക്കും. അങ്ങനെയാണെങ്കിൽ 7 ദിവസം 21 കഥ. ചില എക്കാലം 4 കഥ എടുക്കും. അപ്പൊ 7 ദിവസം 28 കഥ വരും. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ 46 പുനർജന്മ കഥകളുണ്ട്. അതിൽ 3 പുനർജന്മ ഒരു ദിവസമുണ്ട്. അത് കേട്ട് കഴിയുമ്പോൾ 46 പുനർജന്മങ്ങളുടെ ചരിത്രം കേട്ടിരിക്കുന്ന ആൾക്ക് മനസ്സിലാവും.
ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ കഥകളിലൂടെ ഇത് പറയുമ്പോൾ 3 തരത്തിലുള്ള കഥയാണ് വേദവ്യാസൻ ഉപയോഗിക്കുന്നത്. 3 തരത്തിലുള്ള കഥ. ആ കഥ എങ്ങനെയാണ് എഴുതുന്നത് അത് വേദവ്യാസൻ പറയുന്നത് ഇതിഹാസത്തെ ഡിഫൈൻ ചെയ്യുമ്പോൾ ധർമാർത്ഥ കാമമോക്ഷാണ് ഉപദേശ സമന്വിതം പൂർവയുക്തം കഥായുക്തം ഇതിഹാസം പ്രതിഷ്ഠിതം. മനുഷ്യനെ ഭൂമിയിൽ 4 കാര്യം പഠിപ്പിക്കാനാണ് ഭാഗവതം എഴുതപ്പെടുന്നത്. ധർമ്മം, ഏതാണ് ശരി, ഏതാണ് തെറ്റ്, വാട്ട് ഈസ് റൈറ്റ്, വാട്ട് ഈസ് റോങ്. 2 അർത്ഥം, ഹൗ ടു ഹാൻഡിൽ മണി, പണം എങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പനും കോടീശ്വരനാക്കി മകനെ സ്വത്ത് കൊടുക്കും, അവനെല്ലാം കൂടെ ആണെങ്കിൽ കഴിച്ചു കുടിച്ച് ദരിദ്രവാസിയായി മാറിപ്പോകും. അപ്പൊ സമ്പന്നൻ തടവുകാരൻ എന്ത് ചെയ്ത് ഏമാറി 4 തലമുറ കൊണ്ട് സമ്പന്നൻ ഏമാറിയായി മാറിപ്പോകും. ഇത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? 3ാമത്തെ കാമം. മനുഷ്യൻ കാമത്തെ അടക്കിയില്ലെങ്കിൽ അവൻ നാശത്തിലേക്ക് പോകും. പോലീസ് സ്റ്റേഷനിൽ പറയും 3 കാമങ്ങളാണ് കുഴപ്പം: മണ്ണാശ, പൊന്നാശ, പെണ്ണാശ. മണ്ണിനെ ആഗ്രഹിച്ചാൽ അതിലൊരുക്കുണ്ടാവും, യുദ്ധമുണ്ടാവും. പൊന്നാശ, സ്വർണത്തെ ആഗ്രഹിച്ചാൽ ചെലവുള്ള ഈപ്പനോട് രക്ഷയില്ല. സ്വർണത്തെ ആഗ്രഹിച്ചാൽ ആ പ്രശ്നം. പെണ്ണാശ, പെണ്ണിനെ ആശിക്കാൻ പോയാൽ സീതാദേവി സുന്ദരിയായതുകൊണ്ട് രാമായണ യുദ്ധം ഉണ്ടായി, എലനോർക്കുള്ള സുന്ദരിയായതുകൊണ്ട് ട്രോയ് യുദ്ധം ഉണ്ടായി. അങ്ങനെ പെണ്ണിനെ ആഗ്രഹിച്ചാൽ വലിയ പ്രശ്നം. കുഞ്ഞിനെ എളുപ്പത്തിൽ പറഞ്ഞു, കലകം മൂലം കാമണി മൂലം കലകം പലവിധ പോലെ മനസ്സിലാക്കാം. അപ്പൊ 3 ആശകൾ, കാമങ്ങളെ എങ്ങനെ മനുഷ്യൻ കൺട്രോൾ ചെയ്യണം. 4, എന്തിനാണ് ഈ മനുഷ്യൻ ഭൂമി ജീവിച്ചിരിക്കുന്നത്? മോക്ഷം കിട്ടണം. അപ്പൊ എങ്ങനെ മോക്ഷം പ്രാപിക്കാം? ഈ 4 കാര്യം നമ്മൾ പഠിപ്പിക്കുകയാണ്. ധർമാർത്ഥ കാമമോക്ഷാണ് ഉപദേശ സമന്വിതം. ഇത് പഠിപ്പിക്കാൻ വേണ്ടി വേദവ്യാസൻ ഒരു ഉപദേശം എടുത്തു. എന്നിട്ട് പൂർവയുക്തം കഥായുക്തം. എന്താണ് പഠിപ്പിക്കണമെന്ന് പൂർവയുക്തം ആദ്യം വേദത്തിന് ഇന്ന കാര്യം പഠിപ്പിക്കണം. പൂർവയുക്തം തീരുമാനിച്ചു കഴിഞ്ഞാൽ കഥായുക്തം, യുക്തമായ ഒരു കഥ കൂടെ ചേർത്ത്, അതാണ് ഇതിഹാസം അല്ലെങ്കിൽ പുരാണം എന്ന് പറയുന്നത്. ധർമാത്ര കാമമോക്ഷാണ് ഉപദേശ സമന്വിതം. പൂർവയുക്തം കഥായുക്തം ഇതിഹാസം പ്രദർശനം. അപ്പൊ ഈ കഥ എഴുതുമ്പോൾ പുരാണത്തിൽ 3 തരം കഥകളുണ്ടാവും. ഒന്ന് മിത്താണ്, ഭൂമിയിൽ നടക്കാത്ത ഒരു സാങ്കല്പിക കഥ. അത് സാങ്കല്പിക കഥയാണെന്ന് വേദവ്യാസൻ ഫസ്റ്റ് സെന്റൻസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കും. രാജാവ് പോയി 14,000 കൊല്ലം തപസ്സിരുന്നു. 100 കൊല്ലം ആയുസ് തീർത്ത് 14,000 കൊല്ലം തപസ്സിരിക്കാൻ പറ്റുമോ? ഇന്ത്യൻ സിദ്ധാന്തത്തിൽ ഭൂമി നടക്കാത്ത സംഭവമാണ്. രാജാവിന് ബ്രഹ്മാവ് വരം കൊടുത്തു. അതിനുശേഷം രാജാവ് 27,000 കൊല്ലം നാട് ഭരിച്ചു. ആൾക്കാർ 26,000 കൊല്ലം ധർമ്മം ഭരിക്കാൻ പറ്റും. എലിസബത്തിലാക്കി 74 കൊല്ലം ഭരിച്ചു. ഇതിനാണ് വേദവ്യാസൻ പറയുന്നത് മനുഷ്യ ഇത് ഭൂമി നടക്കാത്ത സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അതാണ് മിത്ത് എന്ന് പറയുന്നത്. മിത്ത്. 2ാമത് വേദവ്യാസൻ ചെറുകഥ എഴുതും. ചിത്രകഥ തോന്നുന്ന ഒരുപാട് സ്ത്രീകളെ കല്യാണം കഴിച്ചു. ആർക്കെങ്കിലും ഒരുപാട് സ്ത്രീ കെട്ടാൻ പറ്റും. ഒരു സ്ത്രീയെ കെട്ടണമെങ്കിൽ താലി കെട്ടി, ഹാര വിട്ട്, പുരവയിട്ട്, മന്ത്രകോടി കൊടുത്ത്, അഗ്നി വിട്ട് 3 വലവും വെച്ച് സദ്യ കൊണ്ട് എഴുന്നേൽക്കണമെങ്കിൽ 3 മണിക്കൂർ പോകും. ഒരുപാട് സ്ത്രീകളെ കല്യാണം കഴിക്കണം. 3500 വർഷം ഈ പഹയ കല്യാണം മാത്രം കഴിച്ചുകൊണ്ടിരിക്കണം. ഒരുപാട് സ്ത്രീകളുടെ ജീവിതം പഴകിയ റാസ്കലിനെ വെടിവെച്ചുകൊണ്ട് റാസ്കലാണ്. എന്തിനാണ് വേദവ്യാസൻ കഥ പറയുന്നത്? 1-ലേറെ സ്ത്രീകളെ കല്യാണം കഴിക്കാൻ പോയാൽ അവൻ എന്താണ് ഈ ഭൂമി അനുഭവിക്കാമെന്ന് ഗതികേട് അത് മനസ്സിലാക്കാൻ വേണ്ടി ചിത്രകേതുവിന്റെ കഥ ശ്രീമദ് ഭാഗവതം ചേർത്തിരിക്കുകയാണ്. അത് ഷോർട്ട് സ്റ്റോറിയാണ്. ഷോർട്ട് സ്റ്റോറി അങ്ങനെ മനസ്സിലാക്കാം. 3ാമത്തെ കഥകൾ ചരിത്രമാണ്. രാമായണത്തിൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ ദശരഥന്റെ മകനായി. ദശരഥന് 39 വയസ്സുള്ളപ്പോൾ ജനിച്ചു. ശ്രീരാമചന്ദ്ര ഭഗവാൻ 18 വയസ്സായപ്പോൾ യുവരാജാവെ വാഴിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കൈകേയി പ്രശ്നമുണ്ടാക്കി. അങ്ങനെ അദ്ദേഹം വനവാസത്തിന് പോയി. 18 വയസ്സ് തൊട്ട് 32 വയസ്സ് 14 വർഷത്തെ വനവാസത്തിൽ രാവണനെ കൊന്ന സീതാദേവി വീട്ടിൽ തിരിച്ചു വന്നു. 32ാമത്തെ വയസ്സ് ശ്രീരാമൻ ഭരണം ഏറ്റെടുത്തു. പിന്നെ 27 കൊല്ലം ഭരിച്ചു. 59 വയസ്സ് ഭരിച്ചു. 60ാമത്തെ വയസ്സിൽ ശക്തതീപൂർത്തി എത്തിയപ്പോൾ യമൻ വന്ന് യമനുമായിട്ട് വഴക്കുണ്ടായി. അവസാനം സരയൂ നദിയിൽ ജലസമാധിയിലൂടെ ശ്രീരാമചന്ദ്ര ഭഗവാൻ വിഷ്ണുലോകത്തേക്ക് തിരിച്ചുപോയി. അപ്പൊ 60 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന, ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരു രാജാവിന്റെ കഥയാണ് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കഥ. അപ്പോൾ ഏതാണ് മിത്ത്, ഏതാണ് ഷോർട്ട് സ്റ്റോറി, ഏതാണ് ഹിസ്റ്ററി, ഇത് മനസ്സിലാക്കിയെങ്കിലേ ഭാഗവതം മനസ്സിലാവത്തുള്ളൂ, പുരാണം മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ശ്രീമദ് ഭാഗവതം ഭഗവാന്റെ ദശാവതാര കഥ പറയുകയാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, രാമോ രാമശ്ച രാമ, കൃഷ്ണ, കൽക്കി ദശാവതാരമാണ്. ഈ ദശാവതാര കഥ എങ്ങനെയാണ് വരുന്നത്? 1854 ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം എഴുതിയുണ്ടാക്കിയത്. ചാൾസ് ഡാർവിൻ പരിണാമ സിദ്ധാന്തം എഴുതിയുണ്ടാക്കുന്നത് 4000 വർഷങ്ങൾക്ക് മുമ്പ്
വേദവ്യാസൻ പരിണാമ സിദ്ധാന്തം കറക്റ്റായി ശ്രീമദ് ഭാഗവതത്തിൽ പറയുകയാണ്. ചാൾസ് ഡാർവിൻ പറഞ്ഞ ആദ്യം മനുഷ്യൻ ജീവനുണ്ടായത് കടലിലാണ്, മത്സ്യമായിട്ടാണ്. ദശാവതാരത്തിൽ ഒന്നാമത്തെ അവതാരം മത്സ്യാവതാരം. പിന്നെ കടലിലും ജീവനുണ്ടായി, ആംഫിബിയൻസ്. അതാണ് ഭഗവാൻ രണ്ടാമത്തെ അവതാരം, പൂർണ്ണാവതാരം ആമ. വെള്ളത്തിലും ജീവിക്കും, കരയിലും ജീവിക്കും. പിന്നെ കരയിൽ മാത്രം ജീവിക്കുന്ന ടെറസ്ട്രിയൽ ബീങ്സ് ഉണ്ടായി. അതാണ് ഭഗവാന്റെ മൂന്നാമത്തെ അവതാരം, വരാഹ, പന്നി. കരയ്ക്ക് മാത്രമുള്ള ജീവിതം. പിന്നെ മൃഗഭാവവും മനുഷ്യൻഭാവവും രൂപാന്തരപ്പെടാൻ തുടങ്ങി. കുരങ്ങൻ മനുഷ്യക്കുരങ്ങനായി, മനുഷ്യക്കുരങ്ങൻ മനുഷ്യനായി. അതാണ് സിംഹവും മനുഷ്യനും ചേർന്ന നരസിംഹ. 16,000 കൊല്ലത്തിന് മനുഷ്യൻ ഷോർട്ട് സ്റ്റേച്ചർ 4 അടി പൊക്കം ഉണ്ടായിരുന്നു. 16,000 കൊല്ലത്തിന് മനുഷ്യന്റെ DNA മ്യൂട്ടേഷൻ ഉണ്ടായി. ആ മ്യൂട്ടേഷൻ ഉണ്ടാക്കിയപ്പോൾ 6 അടി പൊക്കമുള്ള മനുഷ്യനായിട്ട് മാറി. ആഫ്രിക്കയിലെ പിക്മീസിനും ബാംബൂസിനും ഈ മ്യൂട്ടേഷൻ ഉണ്ടായില്ല. അവരിപ്പോഴും 4 അടി പൊക്കമുള്ളൂ. അപ്പോൾ 4 അടി പൊക്കമുള്ള മനുഷ്യന്റെ കാലഘട്ടമാണ് വാമൻ എന്ന് പറയുന്നത് 4 അടി പൊക്കക്കാരൻ. അത് കഴിഞ്ഞ് മനുഷ്യൻ ഹണ്ടർ ഗാദറായി, ആയുധമണിങ്ങനെ വീശി കാട്ടിൽ ജീവിക്കുന്ന കാട്ടാളനായ മനുഷ്യരുണ്ടായി. അതാണ് മുഴുവൻ വീശിക്കൊണ്ട് നടക്കുന്ന പരശുരാമൻ. അത് കഴിഞ്ഞ് മനുഷ്യൻ ഒരു സ്ഥലത്ത് താമസിച്ച് പട്ടണങ്ങൾ ഉണ്ടാക്കി ജീവിക്കാൻ തുടങ്ങി. അതാണ് പട്ടണത്തിലെ രാജാവായ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ കാലഘട്ടം. എന്നാൽ 8,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഒരു സ്ഥലത്ത് താമസിച്ച് കൃഷിയിൽ ജീവിക്കാൻ തുടങ്ങി. റെപ്പറ്റേറ്റീവ് ഫാമിംഗ് പഠിച്ചു. അതാണ് കലപ്പ ആയുധവുമായി നടക്കുന്ന കർഷക നേതാവായ ബലരാമൻ. അത് കഴിഞ്ഞ് മനുഷ്യൻ പൊളിറ്റിക്സ് പഠിച്ചു. അവൻ മക്കിവില്ലൻ റൂളേഴ്സായി. ആ മക്കിവില്ലൻ റൂളറാണ് പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണൻ. പിന്നെ സിവിലൈസേഷൻ നശിച്ചു കഴിയുമ്പോൾ അതിനെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഒരു അവതാരമുണ്ട്. അതാണ് കൽക്കിയുടെ അവതാരം. അപ്പോൾ ചാൾസ് ഡാർവിൻ 1854 പറഞ്ഞ പരിണാമ സിദ്ധാന്തം 4,000 വർഷങ്ങൾ ഭഗവാൻ കൃത്യമായി ശ്രീമദ് ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ആ പറയുന്നതിനെ ഓരോ അവതാരം എടുത്ത് മനസ്സിലാക്കി. അതിൽ ആദ്യത്തെ അവതാരം വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നത്. ആ വെള്ളപ്പൊക്കത്തെ രക്ഷിക്കാൻ വേണ്ടി മനു വരികയാണ്. ഒരു ബോട്ടൊക്കെ ഉണ്ടാക്കി. പക്ഷേ വെള്ളത്തിൽ ആ ബോട്ടിനെ നയിക്കണ്ടേ? അതിനുവേണ്ടി ഭഗവാൻ മത്സ്യാവതാരം എടുത്തു. ആ മത്സ്യത്തിനുള്ള കൊമ്പിൽ മനു ബോട്ട് കെട്ടി. എന്നിട്ട് മത്സ്യാവതാരം ബോട്ടിനെ ആളുകളെയും കൂടി കരക്കെത്തിച്ചു. ഇതാണ് മത്സ്യാവതാരം. ഈ കഥ ഭാഗവതത്തിൽ മാത്രമാണോ? അല്ല. റിവർ വാലി സിവിലൈസേഷൻ ലോകം മുഴുവനുണ്ട്. നൈൽ നദിയുടെ സംസ്കാരം, യൂഫ്രട്ടീസ് നദിയുടെ സംസ്കാരം, സിന്ധു ഗംഗാ സംസ്കാരം, പോയാപ്പോ സംസ്കാരം, നദീതരമായിരുന്ന മനുഷ്യൻ സംസ്കാരം ഉണ്ടാക്കി. ആ സംസ്കാരത്തിന്റെ കാലത്ത് എപ്പോഴും നദിയിൽ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. ആ നദിയെ വെള്ളപ്പൊക്കം വരുമ്പോൾ അതിന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഈശ്വരടുത്ത ഭാവമാണ് മത്സ്യാവതാരം. അപ്പൊ ഇന്ത്യയില് ബോട്ടുണ്ടാക്കിയത് ആരാണ്? മനു. ഈ കഥ ഈജിപ്തിലുണ്ട്. ഈജിപ്തിൽ നദിയിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. രക്ഷപ്പെടുത്തിയ ആരാണ്? മീനസ് എന്ന് പറഞ്ഞാണ്. ഗ്രീസിൽ വെള്ളപ്പൊക്കം ഉണ്ടായി. രക്ഷിച്ച ആരാണ്? മീനോസ് ആവാണ്. ഈ 3 കഥയിലും മായും നായുമാണ് വാക്ക്. നമുക്ക് മനു, ഈജിപ്തുകാർക്ക് മീനസ്, ഗ്രീക്കാർക്ക് മീനോസ്. ഇനി വേദപുസ്തകത്തിൽ യഹൂദന്മാർക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഈ ഫ്ലഡ് സ്റ്റോറി ഉണ്ട്. അവിടെ രക്ഷിച്ചാരാണ്? നോവ. മനുവിന്റെ 2ാമത്തെ അക്ഷരമേ ഉള്ളൂ വേദപുസ്തകത്തിൽ, നൂ മാത്രമേ ഉള്ളൂ. ഈ ബാബിലോണിലെ വെള്ളപ്പൊക്കത്തിൽ എത്ര ഉണ്ട്? ഗിൽഗമേഷിന്റെ ഇതിഹാസത്തിൽ പറയാം. അവിടെ രക്ഷിച്ചാരാണ്? ഉപ്പിഷിത്തും. വേദപുസ്തകത്തിലും മെഡിറ്ററേനിയൻ കടലിലും ന്യൂ ഉണ്ട്, മായില്ല. പക്ഷേ ഈജിപ്തിലും ഗ്രീസിലും ഇന്ത്യയിലും മനു, മീനസ്, മീനോസ്. അപ്പൊ ഈ മനുവിന്റെ കഥ ഇന്ത്യക്ക് മാത്രമുള്ള കഥയല്ല, റിവർ വാലി സിവിലൈസേഷൻ മുഴുവനുള്ള കഥയാണ്. ഈ കഥയിലൂടെ മനുഷ്യരാശിയെ രക്ഷിക്കുകയാണ്. പക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിനൊരു പ്രത്യേക സ്ഥാനമാണ്. അതെന്താണെന്ന് വെച്ചാൽ, പണ്ട് ഗംഗാ നദി ഉത്തരാഖണ്ഡിൽ നിന്ന് പുറപ്പെട്ട് വന്ന് ഒഴുകി സരസ്വതി നദി ലയിച്ച ശേഷം സരസ്വതി നദിയും ഗംഗാ നദിയും കൂടെ ഒരുമിച്ച് ചേർന്ന് ഒഴുകി ഗുജറാത്തിലെ ഗൾഫ് ഓഫ് കാംബയിൽ പോയി വീഴുകയായിരുന്നു ഗംഗാ നദി. എന്നാൽ 4,000 വർഷങ്ങൾക്ക് മുമ്പ് ഭയങ്കര വെള്ളപ്പൊക്കം ഒരു ഭൂമിയിൽക്കുണ്ടായി. ഗംഗാ നദി വന്ന് ഗോമുഖിൽ ചേരുന്ന സ്ഥലത്ത് ഒരു 2,000 അടി പൊക്കമുള്ള പുറമൊന്നും പോകുന്നുണ്ടാകും ഭൂമിയിൽക്കുന്ന ശേഷം. അപ്പോൾ സരസ്വതി നദിക്ക് ഈ മല ഇടക്കിടയ്ക്ക് പൊങ്ങി വരും സൈഡിലോട്ട് വെള്ളപ്പൊക്കം ഉണ്ടാവുമ്പോൾ ഈ നദി ഈ മലയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനകത്ത് ഒഴുകി അപ്പുറത്ത് പോകും. എല്ലാ സ്ഥലത്തും ഒഴുകാൻ പറ്റുന്നില്ല. ഒഴുകാൻ പറ്റാതായപ്പോൾ അത് കുളങ്ങളായി ശേഷിച്ചു. കുളം എന്നുള്ളത് സംസ്കൃതമാണ് സരസ്. സരസ്സുകളായി ഒഴുകുന്ന നദിയായതുകൊണ്ട് സരസ്വതി എന്ന നദിക്ക് പേരുണ്ട് സംസ്കൃതത്തിൽ, സരസ്സുകൾ ചേർന്ന നദി. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ
1500 പട്ടണം കണ്ടത്തിൽ 750 പട്ടണവും സരസ്വതി തീർത്താണ്. പക്ഷെ ഈ നദിയുടെ വെള്ളം വരാതായപ്പോൾ തന്നെ ഈ പട്ടണങ്ങളെല്ലാം അങ്ങ് ക്ഷയിക്കാൻ തുടങ്ങി. ഇൻഡസ് വാലി സിവിലൈസേഷൻ നാശത്തിലേക്ക് പോവുക. അപ്പൊ ഇതിനെ പെർമനന്റ്ലി മാറ്റാൻ വേണ്ടി ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പൂർവികനായ ഭാഗീരഥൻ വന്നിട്ട് ഈ മലയുടെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് മുഴുവൻ കല്ലും മണ്ണും അടച്ച് കഴിഞ്ഞപ്പോ ഗംഗാതി വന്ന് ഈ മലയിൽ ഒരൊറ്റ അടിയടിയും പോകുന്നുണ്ട്. ഇതിലൊരു തിരിയുന്ന സ്ഥലത്ത് ഇത് ചെയ്ത രാജാവിന്റെ പേരിലാണ് നദി അറിയപ്പെടുന്നത് ഭാഗീരഥി. ഭാഗീരഥി ഒഴുകി വന്നു അളകനന്തായി ചേർന്ന ശേഷം ആ നദി ഒഴുകി ത്രിവേണി സംഗമത്തിൽ വന്ന് ഗംഗാനദിയുമായി യോജിക്കും. സരസ്വതി ഭൂമി കരയോട് വരുന്ന സങ്കല്പം ത്രിവേണി സംഗമം. ആ ത്രിവേണി സംഗമത്തിൽ നിന്ന് നദി പുറപ്പെട്ട് യുപിയിൽ കയറി, ബീഹാറിൽ കയറി, വെസ്റ്റ് ബംഗാളിൽ പോയി, ബംഗ്ലാദേശിൽ പോയി, ബംഗാളിൽ പോയി വീഴുകയാണ്. അപ്പൊ അറബിക്കടലിൽ വീണ്ടുകൊണ്ടിരുന്ന ഗംഗാനദി ഉത്തരേന്ത്യ മുഴുവൻ കൂടി ഒഴുകി ബംഗാളിൽ പോയി വീഴുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ഗാഞ്ചറ്റിക് സിവിൽ സനാതനധർമ്മത്തിന് ഈറ്റലമായ ഗംഗാ സമതലത്തിലെ സംസ്കാരം ഉണ്ടായി. അപ്പൊ ഈ ത്രിവേണി സംഗമത്തിൽ വന്ന് ചേരുന്ന ഗംഗാനദി യമുനാനദിയിൽ ചേരുന്ന സ്ഥലത്ത് 12 വർഷം കൂടുമ്പോൾ ഒരു വലിയ മഹാമഹം ഉണ്ടാവും, വലിയ ഉത്സവമാണ്. അങ്ങനെ 12 മഹാമഹങ്ങൾ ചേർന്ന് 144ാമത്തെ വർഷം വലിയ ത്രിവേണിയിലെ മഹാമഹം ഉണ്ടാവുകയാണ്. അതാര് കണ്ടാലും എത്ര ഭാവിയാണേലും മോക്ഷം പ്രാപിക്കും വേദവ്യാസനെ വിളിച്ചിരിക്കാൻ. അതുകൊണ്ട് 144 വർഷമാകുമ്പോൾ ഇന്ത്യ മുഴുവൻ ആളുകൾ കാണാൻ പോകും. ഇത്തവണ കേന്ദ്ര ഗവൺമെന്റ് 7000 കോടി രൂപ മുടക്കിയിട്ടാണ് മഹാമഹം ഓർഗനൈസ് ചെയ്തത്. 4 കോടി ആളുകളോടെ പോയി കണ്ടു. പക്ഷേ വേദവ്യാസൻ എഴുതുന്ന കാലത്ത് ടെലിവിഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ടെലിവിഷൻ ഉണ്ട്. നമ്മൾ ടെലിവിഷനില് 144 വർഷത്തെ മഹാമഹം ടെലിവിഷനിൽ കണ്ടു. നമുക്കെല്ലാം മോക്ഷം കിട്ടി. കാര്യം കണ്ടാൽ മോക്ഷം കിട്ടുന്ന പറഞ്ഞത് ടെലിവിഷനിൽ കാണാൻ വളരെ വന്നിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ പോകാതെ തന്നെ കണ്ടു. അവിടെ പോയോ 4 കോടി കണ്ടു. നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും മോക്ഷം കിട്ടി നമ്മുടെ ആയുസിൽ. കാര്യം നമ്മുടെ ഭാഗ്യത്തിൽ നാം കഴിഞ്ഞ വർഷം ഫെബ്രുവരി 24-നാണ് മഹാമഹം 144 വർഷം കൂടുമ്പോഴുള്ള മഹാമഹം സംഭവിച്ചിട്ടുള്ളത്. അതുപോലെ വേദവ്യാസൻ പറയുന്നു, 6 ഗ്രഹങ്ങൾ ഒരേ നിലയിൽ ഒന്നും ആരെങ്കിലും കണ്ടാൽ ആ ആളിന് മോക്ഷം ഉറപ്പാണ്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി ഒരു നിലയിൽ 328 വർഷങ്ങൾക്ക് ശേഷം 2025 മാർച്ച് 16-ാം തീയതി 7 ഗ്രഹവും ഒരു ലൈനിൽ വന്നു. നമ്മൾ ടെലിവിഷനിൽ കണ്ടു. മോക്ഷം ഉറപ്പായി. 2 സാധനം ഒരുമിച്ച് വന്നത് നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ടെലിവിഷൻ ഉള്ളതുകൊണ്ട് മോക്ഷം ഉറപ്പായി. വേദവ്യാസന്റെ ഓരോ സങ്കല്പങ്ങളാണ്. അപ്പൊ ഈ വലിയ സംഭവം ഗംഗാനദി സരസ്വതി ചേർന്ന് ഗൾഫ് ഓഫ് കാമ്പയിൽ നിന്നുള്ള നദി അവിടുന്ന് ഗംഗാനദി കിഴക്കോട്ട് ഒഴുകി യുപി, ബീഹാർ, വെസ്റ്റ് ബംഗാൾ വഴി ബംഗാളിൽ പോയി വീഴുകയാണ്. ഈ വലിയ മാറ്റം കാരണമാണ് ദ ഗ്രേറ്റ് ഗാഞ്ചറ്റിക് സിവിലൈസേഷൻ സനാതന ധർമ്മത്തിൽ ഈറ്റിലുണ്ടായത്. ഇതാണ് മത്സ്യാവതാരത്തിന്റെ കേന്ദ്ര ബിന്ദു സംഭവം. രണ്ടാമതായി കൂർമാവതാരം. ദുർവാസ മഹർഷി ഇങ്ങനെ വരികയായിരുന്നു. അപ്പോൾ സ്ത്രീകൾ നല്ലൊരു മാല കൊണ്ട് കൊടുത്തു. ദുർവാസ മഹർഷി അത് കഴുത്തലോട്ട് ഇടാൻ നേരമുണ്ട്. ദേവേന്ദ്രൻ ഐരാവത്തിൽ മേൽ കയറി വരുന്നു. ദുർവാസ മഹർഷി ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ അത് വാങ്ങിച്ചിട്ട് ആനയുടെ മസ്തകത്തിൽ വെച്ചു. അപ്പോഴത്തേക്ക് ആ പൂമാലക്കകത്തുനിന്ന് കുറെ വണ്ടും പുഴുവൊക്കെ ഐരാവതന്റെ ചെവി കയറി. ഐരാവതൻ ദേഷ്യം ഐരാവതോ ആരെടുത്തോ കയറി വെച്ചു. ഇത് കണ്ട ദുർവാസാവ് ദേവന്മാരെ ശവിച്ചു. നിങ്ങൾക്ക് ജലയും നരയും ഉണ്ടാവട്ടെ എന്ന ശാപം. ഈ ദുർവാസാവ് മഹർഷിയുണ്ടല്ലോ, എല്ലാത്തിനെയും ശവിച്ച് നശിക്കുന്നതിന് അന്നത്തെ പെണ്ണുങ്ങൾക്കുണ്ടായിരുന്ന ബുദ്ധിയാണ്. ചെറിയ ഈച്ചയും പുഴുവൊക്കെ ഉള്ള ആരോഗ്യമുള്ളൂ. ഈ ദുർവാസാവൻ കരുത്തിയിട്ടുണ്ടല്ലോ, അവന്റെ ചെവിയിലും മൂക്കിലും ഈച്ച കയറി അവൻ ആ പീസ് പൊട്ടു. അതിന് അന്നത്തെ സ്ത്രീകളുടെ ബുദ്ധി പ്രയോഗിച്ച പ്രയോഗമാണ്. ഗതികേറി ദേവേന്ദ്രൻ ചാടുകയും ആരും ദേവേന്ദ്രനെ കൊടുത്താണ് ഈ കുഴപ്പമുണ്ടായത്. ജലയും നരയും ബാധിക്കും നടക്കുണ്ടായപ്പോ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? രക്ഷപ്പെടാൻ പാലാഴി മദനം നടത്തി അമൃതത്തെ പറ്റുള്ളൂ. അപ്പൊ പാലാഴി മദനം നടത്താൻ അവരാലോചിച്ചു. ദേവന്മാർ മനസ്സിലാക്കി അവരുടെ കഴിവുകൊണ്ട് മാത്രം പറ്റിയില്ല. അവരെ അസുരന്മാരെ പോയി കണ്ടു. നമുക്ക് ജലയും നരയും മരണമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈ അമൃതം നൽകണം, നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൂടാമോ? അങ്ങനെ കൂടാൻ തീരുമാനിച്ചു. ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി മദനം നടത്തുകയാണ്. ആരാഴി പാലാഴത്തിന്റെ നേതാവ് മഹാബലി ചക്രവർത്തി
ഓണത്തിൻ്റെ കഥ കഴിഞ്ഞ വർഷം നമ്മൾ ചിന്തിച്ച മഹാബലിയിലെ അദ്ദേഹമാണ് ദേവാസുരത്തിന്മാരെ ഒന്നിച്ചെടുത്ത് പാലായുധത്തിൻ്റെ തലവൻ. അപ്പോൾ അവതാരം നമ്മുടെ പഠിക്കുന്നത് എന്താണ്? ഒരു നാടിന് ഉന്നതി വരണമെങ്കിൽ ജാതി മതവും പറഞ്ഞ് കഴിച്ചവർ ഇത്തിത്താന ദേശത്തിന് പുരോഗതികളാണ്. അതിന് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും BJP ക്രിസ്ത്യാനിയും മുസ്ലിമും ഹിന്ദുവും ഒരുമിച്ച് നിങ്ങൾ ഈ നാട് നന്നാവുള്ളൂ. അപ്പോൾ നാടിന് നന്മയ്ക്ക് വേണ്ടി ഒരു യജ്ഞം നടക്കാൻ ദൈവമനുഷ്യന്മാരും സർവ്വവിരോധവും മാറ്റിവെച്ചിട്ട് ഒരുമിച്ച് പ്രയത്നിച്ചു. അങ്ങനെ പ്രയത്നിക്കുമ്പോൾ മല കറക്കണ്ടേ? കറക്കാൻ ഒരു സ്റ്റേബിൾ പോയിട്ട് വേണം. അപ്പോൾ പറഞ്ഞു, ഞാൻ ആമയുടെ കുന്നത്തിൽ വരാം, എൻ്റെ പുറത്ത് മല വെച്ചോ. അങ്ങനെ കൂർമാവതാരം ഉണ്ടായി. അതിൻ്റെ മുകളിൽ മല വെച്ചു. അപ്പം അന്ന് മലയിൽ കയറുണ്ടാക്കിയിട്ടില്ല. എങ്ങനെ കറക്കും? പരമശിവൻ പറഞ്ഞു, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന വാസുകിയെ അവനെ എടുത്തങ്ങ് ചുറ്റിക്കൊള്ളാൻ പറഞ്ഞു. അവനെ എടുത്ത് ചുറ്റി അങ്ങോട്ട് കറക്കി പാലവാഴി മദനം നടക്കുകയാണ്. കഥ ശാസ്ത്രീയമായി വിത്താണ്. പാല് കൊണ്ടൊരു കടലുണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റില്ല. മലയെടുത്ത് വെള്ളത്തിലിട്ട മലയും കാലിൽ മണ്ണും കാലം കുടിച്ചൊക്കെ പോകത്തില്ലേ? പിന്നെ 8 അടിയുള്ള ഒരു മൂക്കനെ കൊണ്ട് മല ചുറ്റാൻ പറ്റുമോ? സയന്റിഫിക്കലി ദ സ്റ്റോറി ഈസ് ഫാൾസ്. പക്ഷേ ആ കഥയ്ക്ക് നമ്മളെ പഠിക്കുന്ന പാഠം എന്താണ്? ലോകത്തിൽ മഹത്തായ കാര്യങ്ങൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഹാർഡ് വർക്ക്, കഠിനാധ്വാനമില്ലാതെ ആർക്കും ഈ ഭൂമിയിലൊന്നും നേടാൻ പറ്റില്ല. അതുകൊണ്ടാണ് കഠിനാധ്വാനത്തിന് തത്വം പഠിപ്പിക്കുക. അപ്പൊ ഇതിനാണ് ഈ ഭഗവാൻ ആമയായിട്ട് വന്നത്. ആമയ്ക്ക് 2-3 ഗുണങ്ങളുണ്ട്. നമ്മളെ ചെറുപ്പത്തിൽ പഠിപ്പിക്കും. ആമയും മുയലിനോട് മത്സരിച്ചു. മുയലൊരു 100 മീറ്റർ ഓടി അവിടെ നിന്നു. മുയലിന്റെ കുഴപ്പമാണോ? അല്ല. ദൈവം തന്നെ മുയലിനെ സൃഷ്ടിച്ചിരുന്നത് കോൾഡ് ബ്ലഡ് ആനിമലായിട്ടാണ്. കോൾഡ് ബ്ലഡ് ആനിമലിൽ 100 മീറ്റർ ഓടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ശ്വാസം മതി. സ്വപ്പം നിന്നിട്ട് ഈ ശ്വാസം എടുത്തിട്ട് RBCക്കകത്ത് ഓക്സിജൻ ചേർക്കണം, ഇല്ലെങ്കിൽ ഓടാൻ പറ്റിയല്ല. എന്തിനാണ് ദൈവം മുയലിനെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഇങ്ങനെ മുയലെ സൃഷ്ടിച്ചാൽ കുറുക്കനെ മുയലിനെ പിടിക്കാൻ പറ്റില്ല. കുറുക്കന്മാരെല്ലാം ചത്തു. അതിന് കുറേ മുയലിനെ പിടിച്ചോട്ടെ. അതിൻ്റെ പരിപാടി പിടിച്ചിട്ട് ദൈവം നമ്മളെ പണി പഠിച്ചിരിക്കുക. പക്ഷെ ആമയോ? ആമ ടക്കേ എന്നൊക്കെ നടക്കാൻ തുടങ്ങി. ആമ ഈ മത്സരം ജയിച്ചു. ഈ കുട്ടിക്കഥ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി BBC വേൾഡ് സർവീസ് കഴിഞ്ഞ വർഷം ആമയും മുയലിനോട് മത്സരം 500 മീറ്റേഴ്സ് റേസ്. മുയൽ ഒറ്റ ഓട്ടം 100 മീറ്റർ കഴിഞ്ഞ് മുയൽ അവിടെ നിന്നു ശ്വാസം പിടിക്കാൻ തുടങ്ങി. പിന്നെ മുയൽ ശ്വാസം പിടിച്ചു. ഒരു 10 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ ഒരു ഓട്ടം ഓടി. ആമയോ? ആമ ടക്കേന്ന് പതുക്കെ നടന്നു. മുയൽ 450 മീറ്റർ ആയപ്പോൾ ആമ 500 മീറ്റർ മത്സരം ജയിച്ചു. നമുക്ക് ആർക്കെങ്കിലും കാണാൻ BBC വേൾഡ് സർവീസ് എടുത്തിട്ട് റാബിറ്റിന്റെ പ്രൊപ്പോസ് റേസ് നടത്താൽ ഈ റിയൽ മത്സരം കാണാൻ പറ്റും. അപ്പൊ എന്തിനാണ് കുട്ടികളെ പ്രൈമറി സ്കൂളിൽ കഥ പഠിപ്പിക്കുന്നത്? സ്ലോ ആൻഡ് സ്റ്റഡി ഇൻ ദ റേസ്. പെട്ടെന്നൊരു ഉത്സാഹം ഉണ്ടായി ഒരു വർക്ക് ചെയ്യും, പിന്നെ അങ്ങനെ ഉറങ്ങുകയും ചെയ്യുന്നതൊന്നും ഭൂമി ജയിക്കത്തില്ല. പഠിക്കുന്ന കുട്ടികൾക്ക് വലിയ പരീക്ഷ പാസ്സാവണമെങ്കിൽ ആമയുടെ കൂട്ട് റിയൽ വർക്ക് ചെയ്യണം. മുയലിന്റെ ആയുസ് എത്ര? 3 വർഷം. പട്ടിയുടെ ആയുസ് എത്ര? 20 വർഷം. മനുഷ്യന്റെ ആയുസ് എത്ര? 100 വർഷം. ആമയുടെയോ? ലണ്ടൻ സൂയിൽ കിടക്കുന്ന ആമയ്ക്ക് 364 വർഷം പ്രായമായി. ഒരു കുഴപ്പമില്ല. ആമ ഇപ്പോഴും പഠിപ്പിക്കുകയാണ്. ഒരു കുഴപ്പമില്ല. റഷ്യയിലൊരു ആമയ്ക്ക് 520 വർഷം പ്രായമായി. ഒരു കുഴപ്പമില്ല. ഭൂമിയിൽ ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടായി, അണുവായുധം ഉണ്ടായി, യുദ്ധം ഉണ്ടായി. അണുവായുധ യുദ്ധം ഉണ്ടായാൽ മനുഷ്യനും മൃഗങ്ങളൊക്കെ ചത്തുപോകും. 2 മൃഗങ്ങൾ രക്ഷപ്പെടും. ഒന്ന് ആമ, മറ്റേത് പാറ്റ. ഇത് 2 ന്യൂക്ലിയർ വാർ രക്ഷപ്പെടും. അങ്ങനെയുള്ള ഒരു മൃഗമായിട്ടാണ് ഭഗവാൻ അവതരിച്ചിരിക്കുന്നത്. ഹാർഡ് വർക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു ആമയായി. അങ്ങനെ ആമയുടെ പുറത്ത് വെച്ചിട്ട് പാരായണം നടക്കാൻ 70 സാധനം പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾ കൂർമാവതാരം ശ്രദ്ധിച്ചാണ്. നവരക്തങ്ങൾ 9 രക്തങ്ങൾ പൊങ്ങി വന്നു. പാരിയാവതം പൊങ്ങി വന്നു. 69 പൊങ്ങി വന്നത് മഹാലക്ഷ്മിയാണ്. ഭഗവാൻ പിന്നെ മഹാലക്ഷ്മിയെ കല്യാണം കഴിച്ചു. മനുഷ്യന്റെ സമ്പത്തിന് ദേവദാസങ്കല്പം 69 പൊങ്ങി വന്നിരിക്കുന്നതാണ്. ആർക്കെങ്കിലും ഭൂമി സമ്പത്തുണ്ടാവണോ? കഠിനാധ്വാനം ചെയ്യുന്ന പാലാഴയും മദനം ചെയ്യുന്നവർ ചെയ്ത് 69 പണം കൈ കിട്ടുന്നുള്ളൂ. ചുമ്മാ ലോട്ടറി അടിക്കാൻ പറ്റില്ല. കഠിനാധ്വാനം 69. അതും കഴിഞ്ഞ ശേഷം പിന്നെ ഉണ്ടായതാണ് അമൃത് കൈ കിട്ടുന്നത്. പക്ഷേ ഈ പ്രോസസ് കൊണ്ട് നടക്കുമ്പോൾ പാമ്പ് ഛർദ്ദിച്ച് വിഷം, ആ കളയുടെ വിഷം ഭൂമിയിൽ പരന്ന മനുഷ്യനും മൃഗങ്ങൾക്ക് തത്തു.
പരമശിവൻ എന്ത് ചെയ്തു? പരമശിവന വിഷം മാരി അങ്ങോട്ട് കുടിക്കാൻ പാർവതി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാർവതി ചാടി ഒരു ഭാര്യയും ഭർത്താവിന്റെ ശരീരത്തിൽ ഞെക്കി പിടിക്കാൻ പാടാത്ത സ്ഥലമാണ് പൊങ്ങ. അവിടെ കയറി ഒറ്റ പിടി. ഇപ്പോഴത്തെ ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ ചെവിക്കൽ ഒരു അടി വെച്ചു തന്നെ. പരമശിവൻ ചിരിച്ച് ഇവരില്ലാത്ത പെണ്ണുമുള്ള കാരണം സൃഷ്ടി നോക്കുന്നത് ബ്രഹ്മാവാണ്, പരിപാലനം നോക്കുന്നത് വിഷ്ണുവാണ്. സംഹാരങ്ങളിൽ മരണത്തിന് ദേവനാരാണ്? പരമശിവൻ. മരണത്തിന് ദേവന് മരണമുണ്ടോ? മരണമില്ല. വിവരം കേട്ട പെണ്ണ് വിളിക്കുന്നത് മനസ്സിലായില്ല. ഭർത്താവ് മരിക്കാതിരിക്കാൻ വേണ്ടി ഒറ്റ പിടി. അവിടെ വിഷം കൺസോൾട്ടേറ്റ് ചെയ്തു. അവിടെ വള്ളത്തോൾ നാരായണമേനോൻ പരമശിവനെ വർണ്ണിക്കുകയാണ്. നീലകണ്ഠനായതല്ലോ പരമശിവൻ, വിഷം കയറി നീലയായിട്ടങ്ങ് സ്തംഭിച്ചിരിപ്പായി. അങ്ങനെ വിഷത്തിൽ നിന്ന് ലോകത്തെ രക്ഷിച്ചു. ഭാര്യയ്ക്ക് ഭർത്താവിനെ മനസ്സിലായില്ല. ഈ കുഴപ്പം, പാർവതിയുടെ കുഴപ്പം ഭർത്താക്കന്മാർക്കുടെ കഴിവ് മനസ്സിലാക്കിയിരിക്കണം. നമ്മളെ കല്യാണം കഴിച്ചപ്പോൾ എന്തുണ്ടായി? ഭാര്യ വിസ തലക്കാണ്ട ജയിക്കാം കയറുന്നതുകൊണ്ട് ആ തലയ്ക്ക് പരമശിവനെ പണി ചെയ്താ ഇല്ല. പരമശിവൻ എന്ത് വിളിച്ചു? പരമശിവൻ സ്വയം വിളിച്ചു, ശോഭ പരമേശ്വരൻ, പാർവതി വല്ലഭൻ. പാർവതി മിസസ് പരമശിവനാക്കിയോ? പരമശിവൻ ഇല്ല. പാർവതി വല്ലഭൻ. പരമശിവൻ വിളിച്ചു ഗൗരി ശിവൻ. തിരുവനന്തപുരത്ത് ഗൗരി ശിവ പട്ടണം ക്ഷേത്രമാണ്. ഗൗരി ശിവൻ, ശിവഗൗരി എന്നാണ് വിളിച്ചത്. അല്ല, പാർവതി എങ്ങനെയാണ് ഈ ഗൗരി ആയത്? പാർവതി ഭഗവതി കറക്കാൻ. പാർവതി ഒന്ന് പരമശിവനോട് പറഞ്ഞു, ഭഗവാനെ എന്റെ തൊലി ഒന്ന് വെളുപ്പിച്ചാണ്. ഒരു മദാമ്മയെ കാണാത്ത കാലത്ത് പാർവതിക്ക് എങ്ങനെ ഈ ആഗ്രഹം ഉണ്ടായത് എനിക്ക് അറിഞ്ഞുകൂടാ. പരമശിവൻ ആലോചിച്ചു, ഭാര്യമാർ ഭയങ്കര സുന്ദരിയാണെങ്കിൽ ഭർത്താവിൻ്റെ കഷ്ടകാലമാണ്. കഷ്ടകാലം. അതുകൊണ്ട് സുന്ദരിയായ ഭാര്യ ഉണ്ടപ്പം ശ്രീരാമൻ അനുഭവിച്ചു പോയി. സീതാദേവിയെ മറ്റൊരു തട്ടിക്കൊണ്ടുപോയി. അതിന്റെ പുറകെ യുദ്ധമല്ല 10 കൊല്ലം കഷ്ടപ്പെട്ടില്ലേ. ഹെലൻ ട്രോയെ ഭാര്യ തട്ടിക്കൊണ്ടുപോയി. ഇതുപറ്റി 10 കൊല്ലം പീരീഡിന്റെ യുദ്ധം. ഞങ്ങൾ ഈ പോലീസ് സർവീസിൽ ചില ആളുകൾ പുരുഷന്മാർ കൊല്ലപ്പെടും. അന്വേഷിച്ച് തുടങ്ങുമ്പോൾ യാതൊരു തുമ്പുമില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് ഈ ചത്തവന്റെ ഭാര്യ വരുമ്പോൾ സുന്ദരിയാണെങ്കിൽ അപ്പോഴാണ് മനസ്സിലാവും ഇവിടെ കാക്ഷിക്കുന്ന ആരോ ഭർത്താവിനെ കൊന്നിരിക്കുകയാണ്, അവിടെ കൈക്കലാക്കാൻ വേണ്ടി. കേസ് വളരെ എളുപ്പത്തിൽ തെളിയും. ആ പൂവാലിനെ കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമൊന്നും തെളിയും. അതുകൊണ്ട് പരമശിവൻ അറിയാം ഭാര്യ വലിയ സുന്ദരിയാവാൻ പാടില്ല. എന്നാലും ഭാര്യ ഒരു കാര്യം പറഞ്ഞല്ലേ ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പരമശിവൻ എന്ത് ചെയ്തു? ഭാര്യ ഗൗരിയാക്കി. ഗൗരി എന്ന് പറഞ്ഞാൽ ചെമ്പിന്റെ നിറമുള്ളവളെന്നാണ് ഗൗരി എന്ന് പറയുന്നത്. കോപ്പർ കളർ. അതായത് നോർവേ, സ്വീഡൻ, ഡെൻമാർക്കിലെ മദാമയെ പറയുന്ന ഉള്ളിലാക്കിയില്ല. ഈ സ്പെയിനിലെ ഇറ്റലിയിലെയും ആളുകളുണ്ടല്ലോ ചെറിയ ചുമപ്പുള്ള മദാമ, ആ പരമായി കൊടുത്തു. അപ്പൊ നമ്മുടെ സ്ത്രീകൾ സൗന്ദര്യം മുഖ്യമെങ്കിൽ ഇവിടെ ഇപ്പോൾ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോകും. എല്ലാ ബ്യൂട്ടീഷ്യനും തലത്തൊട്ടപ്പൻ പരമശിവനാണ്. അപ്പൊ ഭാര്യ 500 വേണം ബ്യൂട്ടീഷ്യൻ എടുത്തു. ഞാൻ തരത്തില്ല എന്ന് ഭർത്താവ് പറയാൻ പാടില്ല. പരമശിവൻ കാണിച്ചത് ഭാര്യയ്ക്ക് ബ്യൂട്ടീഷ്യൻ കൊടുത്തിട്ടും കൊടുക്ക് പൈസ. കാര്യം ഭാര്യ സുന്ദരിയാവുന്നത് ഭർത്താവിൻ്റെ കൂടെ ആവശ്യമാണ്. ഇതാണ് പരമശിവൻ കാണിച്ചെന്ന പാഠം. പരമശിവൻ മാറുന്നതനുസരിച്ച് പാർവതി മാറിക്കൊണ്ടേയിരിക്കുക. പരമശിവൻ കുരങ്ങനാവുമ്പോൾ പാർവതി കുരങ്ങനാവും. പരമശിവൻ ആനയാവുമ്പോൾ പാർവതി ആനയാവും. രൂപം മാറിക്കൊണ്ടിരിക്കും. ഇത് സ്ത്രീകൾക്ക് വേണ്ടൊരു അപാരമായ കഴിവാണ്. അപ്പം അതിനനുസരിച്ച് ഭാര്യമാർ മാറിക്കൊണ്ടിരിക്കണം. ആ രൂപത്തിൽ ഇരിക്കുമ്പോഴാണ് അവർക്ക് ഗണപതി ഭഗവാൻ ജനിക്കുന്നത്. ഗണപതി ഭഗവാന് കൊമ്പുള്ള ഒരു ഭഗവാനാണ്. ഗണപതി ഭഗവാന്റെ വലിയ ഗുണം എന്താണ്? വേദവ്യാസന് മഹാഭാരതം എഴുതണം. അന്ന് ടൈപ്പ്റൈറ്റർ ഇല്ല, കമ്പ്യൂട്ടർ ഇല്ല, മെനക്കെട്ടിന് എഴുതാനുള്ള ആൾ വേണ്ടേ? വേദവ്യാസന് മനസ്സിലായി ഗണപതി ബെസ്റ്റ് ആളാണ്. ഗണപതി ഭഗവാൻ പഠിക്കും. ഗണപതി ഭഗവാൻ ഞാൻ എഴുതരാം, പക്ഷേ ഒരു കണ്ടീഷൻ, ഞാൻ ശ്ലോകം എഴുതി കഴിയുമ്പോൾ അങ്ങ് അടുത്ത ശ്ലോകം ചൊല്ലി പറഞ്ഞു. വ്യവസ്ഥ. വേദവ്യാസന് മനസ്സിലായി ഗണപതി ഇത് കണ്ടിന്യൂ ചെയ്ത രക്ഷയില്ല. വേദവ്യാസം ഞാൻ എഗ്രി ചെയ്തു. പക്ഷെ ഞാനൊരു ശ്ലോകം ചൊല്ലി അങ്ങ് എഴുതി കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്നോട് ഇങ്ങനെ പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ശ്ലോകം എഴുതരാം. ഉഗ്രം കോമ്പിനേഷൻ. കൊമ്പുകൊണ്ട് ഗണേശ ഭഗവാൻ എഴുതി കൊടുത്തു മഹാഭാരതം. ഈ പാർവതി പരമേശ്വരന്മാരുടെ ശ്രദ്ധേയമായ കാലഘട്ടത്തിൽ ഇരിക്കുന്നതാണ് ഗണപതി. ശ്രദ്ധേയമായ പാവാണ്. അങ്ങനെ അമൃത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അമൃത് അക്ഷരം പോയി അസുരന്മാര്. അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി വിഷ്ണു ഭഗവാൻ മോഹിനി ഭാവത്തിൽ വന്നെന്നും ആ മോഹിനിയിൽ പരമശിവന് കുട്ടിയുണ്ടായതാണ് അയ്യപ്പനെന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഒരു പുരാണത്തിലൊരു കഥയില്ല. ശ്രീമദ് ഭാഗവതത്തിൽ വിഷ്ണു ഭഗവാൻ മോഹിനിയായിട്ടുള്ള കഥ എവിടെയുണ്ടോ?
ഇല്ല. അത് നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്ന കഥയാണ്, അയ്യപ്പ ഭഗവാൻ ജനിച്ച കഥ. അപ്പൊ എന്ത് പറ്റി? അന്ന് ശൈവരും വൈഷ്ണവരും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശൈവരും വൈഷ്ണവരും ശാക്തയരും, ശക്തി അല്ലെങ്കിൽ ദേവി ആരാധനക്കാരും പരമശിവനെ ആരാധിക്കുന്നവരും വിഷ്ണു ഭഗവാൻ ആരാധിക്കുന്നവരുടെ വഴക്കാണ്. പക്ഷേ പരമശിവന് വിഷ്ണു ഭഗവാൻ മോഹിനി ഭാവത്തിൽ കുട്ടിയുണ്ടായതെന്ന് അയ്യപ്പ ഭഗവാൻ പറഞ്ഞപ്പോ ശൈവരും വൈഷ്ണവരും ഒന്നിച്ചു. മോഹിനിയുടെ ഭാവത്തിൽ വന്നപ്പോഴാണ് കുട്ടിയുണ്ടായത്. അപ്പോൾ ശാക്തയര് ദേവി ആരാധിക്കുന്നവരും അയ്യപ്പ ഭഗവാന്റെ ആരാധന കുട്ടിയാണ്. അപ്പൊ ശൈവരും വൈഷ്ണവരും ശാക്തയരും നമ്മളുടെ വഴക്ക് തീർക്കാം. ബെസ്റ്റ് കഥയായിരുന്നു അയ്യപ്പ ഭഗവാന്റെ കഥ. അതുകൊണ്ട് കേരളം, ഇന്ത്യ മുഴുവൻ ഭരതനാട്യമുണ്ട്. പക്ഷെ കേരളം ലോകത്തിന് കൊടുത്ത മഹത്തായ സംഭാവനയാണ് മോഹിനിയാട്ടം. കാരണം മോഹിനി ഭാവത്തിൽ അയ്യപ്പൻ ഉണ്ടാവുന്നത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് മോഹിനിയാട്ടം ഒരു ഡാൻസ് നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ കൂർമാവതാരം നമ്മളെ ഒരുപാട് പാഠങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികൾ ഭാഗവതം കേട്ട് കഴിയുമ്പോൾ ഈ കൂർമ്മത്തെ പോലെ ഹാർഡ് വർക്ക്, ലോങ് ആൻഡ് സ്റ്റഡി വർക്ക് ചെയ്ത് ജീവിതത്തിൽ വിജയം വരിക്കാൻ തയ്യാറാവുന്നു. സമ്പത്ത് വേണോ, മഹാലക്ഷ്മി വേണോ? ഹാർഡ് വർക്ക്. 69 പൊങ്ങിയിരുന്നത് 68 പൊങ്ങിയതൊന്നും വന്നില്ല. രക്തങ്ങളൊക്കെ പൊങ്ങിയതൊന്നും വന്നോ? വന്നില്ല. ഏറ്റവും അവസാനം മരണത്തെ, ഓൾഡ് ഏജിനെ അതിജീവിക്കാനുള്ള വലിയ വരമായി അമൃതം പൊങ്ങി വന്നു. കൂർമാവതാരം നമ്മളെ ഒരുപാട് തത്വങ്ങൾ പഠിപ്പിക്കുകയാണ്. കൂർമാവതാരം കഴിഞ്ഞ് ഭഗവാൻ മൂന്നാമത് വരവ്, ടെറസ്ട്രിയൽ ആനിമൽ, വരാഹ, പന്നിയായിട്ട് ഇങ്ങോട്ട് വരിക. എന്താണ് ഭഗവാൻ പറഞ്ഞേക്ക് വന്നത്? ഹൈഗ്രീവൻ വേദങ്ങൾ കടച്ചിട്ട് മക്കളെ ഇതെന്ത് ചെയ്തു? വെള്ളത്തിനടിയിൽ കൊണ്ടുവച്ചു. മനുഷ്യൻ മുങ്ങിയാലേ ഒരു 25 അടി കൊണ്ട് താഴോട്ട് പോകാൻ പറ്റിയില്ല. പക്ഷെ ഒരു 200 അടി താത്ത പോയി പൊക്കിക്കൊണ്ട് വരണം. അതിന് പറ്റിയ ഒരു മൃഗമല്ലേ ഭൂമി. അതുകൊണ്ട് ഭഗവാൻ പന്നിയായി ഭൂമിയിലേക്ക് വരികയാണ്. വരാഹൻ ചെന്ന് വെള്ളത്തിനടി ചെന്ന് വേദങ്ങളിൽ പൊക്കി കൈക്കൊണ്ടു. അപ്പോൾ എന്താണ് ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ചത്? കാരണം ഓരോ മൃഗത്തിന് ഓരോ സ്ഥലത്താണ് ആയുധം. ആനയ്ക്കോ അവന്റെ മൂക്കാണ് ആയുധം. മൂക്ക് ഒരു തുമ്പിക്കൈയാണ് ആയുധം. കൊമ്പ് പല്ല, അത് വെച്ചാൽ അറ്റാക്ക്. പക്ഷെ 200 അടി മുങ്ങി വേദമെടുക്കാൻ ആനകൾ പറ്റുമോ? പറ്റിയ. സിംഹം ഭയങ്കര ശക്തിയുള്ള മൃഗമാണ്. പല്ലും കടിച്ച് ശരിയായി. സിംഹം അറ്റാക്ക് ചെയ്യണമെങ്കിൽ വാ തുറന്ന് കടിക്കണം. അപ്പോഴാണ് ഈ അറ്റാക്ക് ചെയ്യുന്ന സിംഹത്തെ ഞങ്ങൾ പോലീസുകാർ വായിക്കാത്ത വെടിവെക്കും. അതുപോലെ സിംഹം ചത്തുപോകും. മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി കാട്ടിൽ നിന്നുള്ള സിംഹത്തെ വെടിവെക്കുന്ന എങ്ങനെയാണ്? കുതിര വന്നു. കുതിരയുടെ ആയുധം എവിടെയാണ്? ഫ്രണ്ടിലൊരു ആയുധമില്ല, പല്ലുമില്ല, മൂക്കുമില്ല, കൊമ്പുമില്ല. കുതിരക്കാരെല്ലാം ആക്രമിക്കണം. കുതിരയെ ബോട്ടെണ്ണടിക്കും. കാലുകൊണ്ട് ഒറ്റ തൊഴിയാണ്. തൊഴി കിട്ടുന്ന ആളുണ്ടല്ല, അപ്പം കത്തിരിക്കും. ശവം പോയി വീഴുന്ന ഒരു 150 കുതിര. എന്തിനാണ് ഈ കുതിരയ്ക്ക് പുറകെ ആയുധം കൊടുത്തത്? അതിന് പർപ്പസ് ഉണ്ട്. പന്നിക്ക് ആയുധം കൊടുത്തവിടെയാണ് അതിൻ്റെ പല്ലാണ്. ആ പല്ലോ വളഞ്ഞിങ്ങനെ മേൽപോട്ട് വരുന്ന പല്ലാണ്. പന്നിക്ക് ഒരാളെ ആക്രമിക്കണമെങ്കിൽ ആദ്യം വിനയം. തല കുണിച്ച് തലയോട്ട് താത്തനോട് ഒറ്റ കയറ്റാണ്. പന്നി കൊല്ലുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് പോകും. ഇവിടെ കൂടെ തേട്ട കയറിയിട്ട് വയറ് കീറി കണ്ടായി. പന്നിക്ക് ആക്രമിക്കണമെങ്കിൽ വിനയം ഉണ്ടെങ്കിൽ മാത്രമേ ആക്രമിക്കാൻ പറ്റൂ. ഭാഗവതം വായിക്കുന്ന കുട്ടിയോട് പറഞ്ഞു കൊടുക്കണം, നിനക്ക് ഈ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നീ വിനയമുള്ളവനായിരിക്കണം. ആ വരാഹത്തെ പോലെ വിനയമില്ലെങ്കിൽ നിനക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തില്ല. ടീച്ചേഴ്സ് സ്കൂളിൽ പഠിപ്പിക്കും, താണ നിലത്തെ നീരോടും അവിടെ ദൈവം തുണ ചെയ്യും. ദൈവം താഴ്ന്നു പോയ താഴ്ന്നുള്ളവന് ചെയ്യുള്ളൂ. വരാഹം താഴ്ന്നുള്ള മൃഗമാണ്. അത് കുനിഞ്ഞ് താഴോട്ട് എന്നിട്ട് 200 താഴെ തലയൊന്ന് കുറിച്ചിട്ട് ആ കൊമ്പിനോട്ടേക്ക് കേട്ടായി കയറ്റി വേദം കൊല്ലിന് തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മുടെ കുട്ടികൾ പഠിച്ച് വലിയവരാവണമെങ്കിൽ അറിവിൻ്റെ ആഴങ്ങളിൽ മുങ്ങി തപ്പണം. ആ വരാഹം ചെയ്ത പോലെ അറിവിൻ്റെ ആഴങ്ങളിൽ മുങ്ങി തപ്പാതെ ഒരു വേദവും ഒരു അറിവും നമുക്ക് കിട്ടില്ല. പഠിപ്പിച്ചതാണ് വരാഹ അവതാരം. പന്നി നിൽക്കുന്ന എല്ലാവർക്കും തുച്ഛ. എന്താണ് ഈ പന്നി ചെയ്യുന്ന ജോലി? പന്നി ഈ ഭൂമിയിലെ അഴുക്ക് തിന്നു തീർക്കുന്ന മൃഗമാണ്. പന്നി ഈ അഴുക്ക് തിന്നു തീർക്കലിന് വളരെ ഇഷ്ടമാണ്. ഞാൻ മഹാരാഷ്ട്ര ലെക്ചറായിരുന്നു. 309 പിള്ളേരുടെ ഹോസ്റ്റലിൽ. അവിടെ ലാറ്റിന് എപ്പോഴും പൊട്ടി മഹാശല്യം. ഓരോ 2-3 ആഴ്ച കൊണ്ടൊന്നും റിപ്പയറായിരുന്നു. അല്ലെങ്കിൽ ഉറങ്ങുന്ന ദുർഗന്ധം. ഞാൻ അച്ഛന്മാരോട് അച്ഛോ ഒരു 6 പന്നി വാങ്ങിക്കാമോ, പ്രശ്നം തീർക്കാൻ മതി. പന്നി ഇടാനൊരു സ്ഥലം ഉണ്ടാക്കി. എന്നിട്ട് ഈ എല്ലാ ബാത്റൂമിലെ എല്ലാ വേസ്റ്റും നേരെ വഴി അങ്ങോട്ട് പോകും. 300 രൂപയുടെ വേസ്റ്റ് കിട്ടുകയാണല്ലോ. 6 ഒറ്റ അടിയാണ്. 4
4 മാസം കഴിയുമ്പോൾ പന്നിക്ക് 300 കിലോ. ഈ 300 രൂപയുടെ വേസ്റ്റ് കക്കൂസിൽ എടുത്തിട്ട് ജോലി ഒഴിവായോ? അത് വേസ്റ്റ് പരിപാടി ഒഴിവായോ? കംപ്ലീറ്റ് പന്നി അങ്ങോട്ട് തിന്നു. അങ്ങനെ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു പന്നി വിൽക്കുമ്പോൾ 5000 രൂപ 6000 രൂപ വരുമാനം. വേസ്റ്റിൽ നിന്ന് വരുമാനം. ഇതാണ് പന്നിയുടെ ഗുണം. പന്നി ചെയ്യുന്നത് വേറെ മൃഗമുണ്ട്, കാക്ക. വേസ്റ്റ് കണ്ടാണല്ല കാക്ക കാക്ക എന്ന് വിളിയുണ്ട്. ഒരു 10-100 കാക്കയിഞ്ഞ് വരും. എല്ലാം കുറവാൻ പിന്നിട്ട് എല്ലാ പൈസയും തീർത്തു. നമ്മുടെ വീട്ടിൽ മരണം ഉണ്ടായി. കക്കളവാകും നമ്മൾ ബലി വെക്കും, എന്നിട്ട് കൈ കൊട്ടും. ബലിക്കാക്ക വന്നിട്ട് ആ ബലി തിന്ന്. നമ്മുടെ ആത്മാവിന് മോശം വേണമെങ്കിൽ ബലിക്കാക്ക വേസ്റ്റ് ചെയ്യുന്നില്ല. പറ്റുമോ? പറ്റില്ല. പന്നിക്കും കാക്കയ്ക്കും ഈശ്വരൻ കഴിവാണ് വേസ്റ്റ് ഡിസ്പോസൽ. ആ വേസ്റ്റ് ഡിസ്പോസൽ ചെയ്തില്ലെങ്കിൽ എറണാകുളം പട്ടണത്തിൽ 300 മീറ്റർ പൊക്കത്തിൽ വേസ്റ്റാണ്. ഇടക്കിടയ്ക്ക് തീ വെക്കും. മാറ്റാൻ കഴിവുള്ളതെന്ന് തന്നെ പോയി തീ വെച്ച് കളയും. എന്നിട്ട് പട്ടണം മുഴുവൻ പുകയാണ്. വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ശരീരത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ നന്മയാണ്. പക്ഷെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന തോട്ടി എന്ന് പറഞ്ഞാൽ നമുക്ക് തോട്ടി ഭയങ്കര പ്രശ്നം. ഭഗവാൻ പഠിപ്പിക്കുകയാണ്, ഞാൻ തന്നെ പന്നിയായിട്ട് വന്നു, വേസ്റ്റ് ആനുകളൊക്കെ വന്നു ഈ ലോകത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടി പഠിപ്പിക്കുകയാണ്. ഓരോ വീട്ടിലെയും കുട്ടികൾ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ വീട്ടിലെ വേസ്റ്റ് ഉണ്ടാകാതെ നോക്കാൻ, നനഞ്ഞ അഴുക്കായ തുണികൾ കഴുകാൻ ഭംഗിയായിട്ട് പഠിച്ചിരിക്കണം. സമൂഹത്തിലെ ക്ലീനിങ് മെക്കാനിസം പഠിച്ചിരിക്കണം. പക്ഷേ ഇന്ന് വരാഹം ലോകം മുഴുവൻ അറിയപ്പെടുന്നത് എന്തായിട്ടാണ്? സ്വർണ്ണ നാണയങ്ങൾക്ക് ലോകത്തിലുള്ള പേരാണ് വരാഹൻ. അറബി ഭാഷയിൽ, ഹീബ്രു ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിലൊക്കെ സ്വർണത്തിന്റെ പേരെന്താണ്? വരാഹൻ. കാരണം ഇന്ത്യയിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ കയറ്റി അയക്കുവാണ്. 3500 വർഷത്തിന് മുമ്പ് ഈജിപ്തിലെ ഫറവോ രാജാവായ ഫറവോ രാംസിസ് മരിച്ചു. അയാളുടെ മമ്മി, അഴുകാത്ത ശരീരം, മമ്മി പേര് ശരീരം 1986 കിട്ടി. നോക്കുമ്പോണ്ടല്ലോ വാക്കകത്തും മൂക്കിനകത്തും ചെവിക്കകത്തും മലകാത്തിനകത്തൊക്കെ കുരുമുളക് കയറ്റി വെച്ചിരിക്കുക. കുരുമുളക് കയറ്റിയാലേ ശരീരം അഴുകത്തില്ല. ഈ രാജാവുള്ള ക്രൂരനായ ഒരാളായിരുന്നു. അതുകൊണ്ട് ചത്തു കഴിഞ്ഞവരുടെ അണ്ണാക്കിൽ ആശ്രമത്തിൽ ഇരിക്കട്ടെ നേരത്തെ കുരുമുളക് കയറ്റി നമുക്ക് അറിഞ്ഞൂടാം. പക്ഷേ ഈജിപ്തിലും മിഡിൽ ഈസ്റ്റിലും കുരുമുളകില്ല. ഇത് എവിടെ നിന്ന് വന്നു? ഈജിപ്തുള്ള എന്താ നിയമം? കുരുമുളക് DNA ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് മനസ്സിലാവുന്നത് മലപ്പുറത്തും പാലക്കാട്ടും വിളയുന്ന കുരുമുളകാണ് 3000 കൊല്ലത്തിന് ഇവരുടെ വായിലൊക്കെ ഇരിക്കുന്ന സാധനം. ഇവിടെ നമ്മുടെ പൂർവികർ കുരുമുളക് അങ്ങോട്ട് കൊണ്ടുപോയി അവിടെ സപ്ലൈ ചെയ്തു. 3000 കൊല്ലത്തിന് മുമ്പ് സലോമോൻ രാജാവ് ജെറുസലേം ദേവാലയം പണിഞ്ഞു. ദേവാലയം പണിയാൻ നേരം മത്ബഹ ഹോളി ഓഫ് ഹോളീസ് അലങ്കരിക്കാൻ വേണ്ടി മയിൽപ്പീലി കൊണ്ട് ചെയ്യാൻ തീരുമാനിച്ചു. മയിൽപ്പീലി മധ്യപ്രദേശ്, ഇസ്രായേലിലും മരുഭൂമിയിലും മയിൽപ്പീലി ഇല്ല. കേരളത്തിൽ നമ്മുടെ പൂർവികരോട് പറഞ്ഞ് മയിൽപ്പീലി കൊണ്ടുവരാൻ. ഭഗവാൻ കൃഷ്ണനെ പോലെ സലോമോൻ രാജാവിന്റെ മയിൽപ്പീലിയുടെ ഇഷ്ടം. ആ മയിൽപ്പീലി കൊണ്ടുവന്ന് മത്ബഹയുടെ മുന്നിൽ വിരിച്ചു. ആ മയിൽപ്പീലിക്ക് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തൂക്കി, TUKI. തമിഴ് ഭാഷയിലെ ആൺമയിലിന്റെ പേരാണ് തോകൈ. ആ തമിഴ് വാക്കാണ് വേദപുസ്തകത്തിൽ 3000 വർഷത്തിന് മുമ്പ് സുറിയാനി ഭാഷയിൽ എഴുതി വെച്ചിരിക്കുന്ന തൂക്കി. പൂജാദ്രവ്യങ്ങൾ വെക്കാൻ വേണ്ടി ഒരു മേശ അതിന്റെ 4 സൈഡിൽ ആനക്കൊമ്പുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്യും. ആനക്കൊമ്പിനെ വേദപുസ്തകത്തിൽ വിളിച്ചിരിക്കുന്നു കളഭ. ഇത് സംസ്കൃതത്തിൽ ആനയുടെ പേരാണ് കളഭം. ആ കളഭമാണ് 3000 കൊല്ലത്തിന് സുറിയാനി ഭാഷയിൽ കാളഭം നയിക്കുന്നത്. ഈ നാവികരുടെ ഒരു മൃഗത്തിന്റെ കളികളൊക്കെ ഇങ്ങനെ പറയുന്നു. സലോമോൻ രാജാവിന്റെ ആഗ്രഹം അങ്ങനെ കാണും. ആ മൃഗത്തെ കൊണ്ടുവരാൻ ഒരു കുരങ്ങനായിരുന്നു. സലോമോൻ ഈ കുരങ്ങനെ കളിയെ കണ്ടപ്പോൾ വലിയ രസമായി. സലോമോനെ കുരങ്ങനെ വേദോസ് വിളിച്ചിട്ട് വാക്ക് കപ്പി. സംസ്കൃതത്തിൽ കുരങ്ങന്റെ പേരാണ് കപ്പി. നമ്മൾ ഹനുമാനെ വിളിക്കുന്ന പേരാണ് കപീന്ദ്രൻ. അതാണ് സുറിയാനി ഭാഷയിൽ 3000 കൊല്ലത്തിന് വേദോസ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ 24 വാക്ക് സംസ്കൃതവും തമിഴും 3000 കൊല്ലത്തിന് വേദോസ് ഉപയോഗിച്ചിരിക്കുക. സംഘാടകർ എത്തുമ്പോൾ ഇവിടുന്ന് കുരുമുളക് അങ്ങോട്ട് പോകും, തിരിച്ചു സ്വർണ്ണമാണ്. അതുകൊണ്ടാണ് പതിറ്റിപ്പത്തിൽ എഴുതിയിരിക്കുന്നു കറി ഏന്തി പോയിടും കപ്പലുകൾ പൊന്നേന്തി തിരികെ വരും. കറി എന്ന് പറഞ്ഞാൽ കുരുമുളകാണ് തമിഴ് ഭാഷയിൽ. ഈ കറി എന്നുള്ള വാക്ക് ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയുടെ വാക്കായി. CURRY. മീൻ കറി, ഇറച്ചിക്കറി. മുളക് അരച്ച് എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ അതിന് ഇംഗ്ലീഷ് വിളിക്കുന്ന പേര് കറി. തമിഴ് ഭാഷയിൽ കുരുമുളകിന്റെ പേരാണ് ഇംഗ്ലീഷിൽ കറിയായി മാറിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്വർണം കോയിലുണ്ടാക്കുന്ന ആരാണ്? മഹാരാഷ്ട്രവും ഗുജറാത്തും ഭരിച്ചിരുന്ന രാഷ്ട്രകൂട രാജവംശം. രാഷ്ട്രകൂട രാജവംശത്തിന്റെ പ്രധാന ദേവനാരാണെന്നറിയാമോ? വരാഹ അവതാരം. അവർ പ്രസിദ്ധമായ വരാഹ ക്ഷേത്രമാണ്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇതൊരു ക്ഷേത്രമാണ്. അതുകൊണ്ട് അവരെന്തെങ്കിലും സ്വർണ്ണ നാണയം ഉണ്ടാക്കിയപ്പോൾ ഒരു സൈഡിൽ അവിടുത്തെ അമ്പലത്തിന്റെ പടം ഉണ്ടാക്കി, മറ്റേ സൈഡിൽ ഒരു പന്നിയുടെ പടം വരച്ചു വെച്ചു. വരാഹ അവതാരത്തിന്റെ പടം വരച്ചു വെച്ചു.
വരാഹത്തിന്റെ രൂപം കുത്തിയ സ്വർണ്ണനാണയമായതുകൊണ്ട് നമ്മളതിനെ വിളിച്ചു വരാഹൻ. ആ വാക്ക് അറബി ഭാഷയിൽ, സുറിയാനിയിലും ലാറ്റിനിലും ഗ്രീസിലും ഒക്കെ സ്വർണത്തിന്റെ വാക്കായിട്ട് മാറി. മുസ്ലിങ്ങൾക്ക് തീരെ ഇഷ്ടമില്ലാത്ത മൃഗമാണ് ഈ പന്നി. പക്ഷെ അവരുടെ ഭാഷയിൽ സ്വർണത്തിന്റെ പേര് പന്നിയുടെ പേര് കേട്ടുന്ന വരാഹൻ. ഇത് വന്നത് ഭഗവാന്റെ 3ാമത്തെ അവതാരം, വരാഹാവതാരം. വരാഹാവതാരം എന്തുകൊണ്ടെടുത്തു, എങ്ങനെ വരാഹാവതാരത്തിൽ വേദങ്ങളെ രക്ഷിച്ചുകൊണ്ട് വന്നു, ഇത് ഓരോ കുട്ടിയും ചെറുപ്പത്തിലെ മനസ്സിലാക്കിയില്ല. അറിവിന്റെ ആഴങ്ങൾ മുങ്ങി തപ്പാതെ ഒരു മനുഷ്യനും ഒരു വലിയ പരീക്ഷയൊന്നും പാസ്സാവാൻ പറ്റിയില്ല. അറിവിന്റെ ആഴങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ മുങ്ങി തപ്പണം. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ പാടിയിരിക്കുന്നത്, The heights that great and wisdom kept are not attained by sudden flight. They, while their companions slept, were toiling upwards in the night. രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് പഠിക്കാത്ത ഒരു കുട്ടിയും വലിയ പരീക്ഷ ഒന്നും പാസ്സായിട്ടില്ല. ഇത് നമ്മൾ പഠിപ്പിക്കുകയാണ് വരാഹാവതാരം. വരാഹം കൊണ്ട് കഴിയുമ്പോൾ അടുത്ത അവതാരം നരസിംഹാവതാരം. നരസിംഹാവതാരം ഇന്ത്യ മാത്രമാണോ? അല്ല. ഈജിപ്തിലെ ഏറ്റവും വലിയ ഒരു വിഗ്രഹം, സ്റ്റാച്യു ഉണ്ട്, സ്ഫിങ്സ്, SPHINX, 66 അടിപ്പൊക്കമുള്ളൊരു വിഗ്രഹമാണ്. തല മനുഷ്യനാണ്, സർവ്വരാജാവിന്റെ തലയെന്ന് പറയുന്നു. ഉടലും മുഴുവൻ സിംഹമാണ് സ്ഫിങ്സ്. ഇറാനിലും ഈ സാധനമുണ്ട്. തല രാജാവിൻ്റെത്, ഉടലും മുഴുവൻ സിംഹത്തിൻ്റെത്. അതിനെ അവിടെ വിളിച്ച പേരാണ് സിംഹനരൻ. ഇറാനിലൊക്കെ സംസ്കൃത ഭാഷയായിരുന്നു പണ്ട്, അതുകൊണ്ടാണ് സിംഹനരൻ. ഇന്ത്യയിൽ വന്നപ്പോൾ തല സിംഹവും ഉടല് മനുഷ്യനുമേ, നമ്മളതിനെ നരസിംഹം എന്ന് വിളിച്ചു. അപ്പോൾ ഈജിപ്തിലെ സ്ഫിങ്സും ഇറാനിലെയും സിംഹനരനാണ്. ഇന്ത്യയിൽ വന്നപ്പോൾ നരസിംഹമായി, റിവേഴ്സലായി. തല സിംഹവും ഉടല് മനുഷ്യനും. അങ്ങനെ ലോകത്തിലെ 60ഓളം രാജ്യങ്ങളിൽ നിന്ന് 300ഓളം ഈ നരസിംഹത്തിൻ്റെയും സിംഹനരന്മാരുടെയൊക്കെ തല കിട്ടിയിട്ടുണ്ട്, ശരീരം ബോഡി കിട്ടിയിട്ടുണ്ട്, ഈ വിഗ്രഹ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ നരസിംഹാവതാരം ഉണ്ടായത്? വളരെ ശ്രദ്ധേയമായ കഥ മനസ്സിലാക്കണം. ഹിരണ്യകശിപു മനുഷ്യരോട് പറഞ്ഞു, ഇനി മേലാൽ ആരും ദേവനെയും ദേവിയെയും വിളിച്ചാൽ ഹിരണ്യായ നമ എന്ന് പറഞ്ഞോ. ദേവന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഹിരണ്യകശിന്റെ ഭാര്യ ഗർഭിണിയാണ്, കയറു. ഗർഭിണികൾ 300 മീറ്റർ നടന്നാൽ ഗർഭം അലസുകയില്ല, സുഖപ്രസവം ഉണ്ടാവും, ഒരു സിസേറിയനും വേണ്ട. അപ്പൊ ഈ 300 മീറ്റർ നടത്തേക്ക് വേണ്ടി കയാദു 2 തോഴികളെ കുടിക്കുന്നൊക്കെ നടക്കാൻ ദേവന്മാർ കയാദുവിനെ കിഡ്നാപ്പ് ചെയ്ത് കൊടുക്കാൻ, തട്ടിക്കൊണ്ട് കൊടുക്കാം. അപ്പൊ ദേവന്മാരുടെ വീടുകളിൽ എല്ലാം കൂടി താമസിച്ചാൽ ഈ ഹിരണ്യേശ്വർ പിടിക്കും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, ഹിരണ്യേശ്വർ സംശയം ഉണ്ടാവാത്ത ഒരു സ്ഥലം നാരദന്റെ വീട്ടിൽ കൂടെ താമസിച്ചു. നാരദന്റെ വീട്ടിൽ താമസിച്ചപ്പോഴേ ദേവന്മാർ സംശയിച്ചില്ല. അപ്പൊ ഈ നാരദന്റെ സ്വഭാവമുണ്ട്, എപ്പോഴും നാരായണോ 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 എന്ന് പറഞ്ഞിട്ടിരിക്കും. ഇത് വയറ്റിൽ കിടന്നുകൊണ്ട് പ്രഹ്ലാദൻ കേട്ട് പഠിച്ചു. അങ്ങനെ ഗർഭത്തിൽ കിടന്നുകൊണ്ട് പ്രഹ്ലാദൻ പഠിച്ചതാണ് നാരായണനെന്ന് പറയാൻ. നമ്മുടെ പുരാണങ്ങളിൽ ശ്രദ്ധേയമായി കഥ വളരെ നടത്തുന്നുണ്ട്. അഭിമന്യു ചക്രവ്യൂഹം പൊളിക്കാൻ പഠിച്ചത് വയറ്റിൽ കിടന്നുകൊണ്ടാണ്. മഹാഭാരതം പറയും, അഷ്ടാവക്രൻ വയറ്റിൽ കിടന്നുകൊണ്ട് അപ്പൻ മന്ത്രം ചൊല്ലുന്നത് പഠിച്ചു. അവസാനം അപ്പൻ എന്തോ ഒട്ടച്ചെവി തെറ്റിച്ച് പറഞ്ഞു. വയറ്റിൽ കിടന്ന കുട്ടി പറഞ്ഞു, അപ്പാ തെറ്റിപ്പോയെന്ന് പറഞ്ഞു. അയാൾക്ക് ദേഷ്യമാണ്. ഗർഭിണിയുടെ വയറ്റൊരു തൊഴിയും വെച്ചു കൊടുത്തു. ഇപ്പോഴാണ് റാസ്കിൽ 7 കൊല്ലം ജയിലിൽ പോലെയാണ്. നമ്മുടെ നിയമമൊന്നുമില്ല, ഗർഭിണിയെ തൊഴിലാളുള്ളത് 7 കൊല്ലം ജയിലിൽ പോകും. പക്ഷേ വയറ്റിൽ കിടന്ന് അഷ്ടാവക്രൻ പഠിച്ചു. ഇന്ന് ഇന്ത്യൻ പുരാണങ്ങളിൽ പറയുന്നത് ശരിയെന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടിന്റെ ഗവേഷണം 10-100 ഗർഭിണികൾക്ക് അവരുടെ മുറി ഒരേ പാട്ട് വെച്ചിരുന്നു. സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞ് കുഞ്ഞ് കരഞ്ഞാൽ അവൻ വയറ്റിൽ കിടന്ന സമയത്ത് ആ മുറി വെച്ച പാട്ടോടെ കുട്ടി കാച്ച നിർത്തും. വേറെ ഏത് പാട്ടോട് ചെയ്താലും കുട്ടി കാച്ച നിർത്തില്ല. കുട്ടി വയറ്റിൽ കിടന്ന ഈ ശബ്ദം കേട്ടു എന്ന് ശാസ്ത്രത്തിന് മനസ്സിലായി. മൊസാഫ് എന്ന് പറഞ്ഞ വലിയ സഹൃദയത്തിൽ ഉണ്ടായി. അവൻ 6ാമത്തെ വയസ്സിൽ പാട്ട് എഴുതി തുടങ്ങി. 36 വയസ്സായപ്പോൾ 6,000ഓളം പാട്ടുകൾ ഉപയോഗിച്ചു. മൊസാഫ് പറയുന്നു, ഞാൻ സംഗീതം പഠിച്ചെന്താണെന്നറിയാമോ? ഞാൻ വയറ്റിൽ കിടന്ന 9 മാസവും എൻ്റെ അമ്മ വിയന്ന കത്തീഡ്രലിൽ സംഗീതം പഠിക്കുന്ന കോയർഗ്രൂപ്പിൽ അംഗമായിരുന്നു. വയറ്റിൽ കിടന്നുകൊണ്ട് ഞാൻ പഠിച്ച പാട്ടാണ് എന്നെ ഈ രൂപത്തിലാക്കിയത്. ഫ്രാൻസിലൊരു ഗവേഷകർ 10-100 ഗർഭിണികൾക്ക് ചതുര ഷേപ്പിൽ മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു. ആ സ്ത്രീകൾ പ്രസവിച്ചായിട്ട് കുഞ്ഞിനെ ശ്രദ്ധിച്ചു. കുഞ്ഞിന് അപ്പൻ്റെ അമ്മയുടെ മോച്ചായാണ്, പക്ഷെ അതിനൊരു ചതുര ഷേപ്പ് ഫോം ചെയ്തു. വേറെ 200 എണ്ണത്തിന് കുറുക്കൻ്റെ കൂട്ടും ത്രികോണാകൃതി മുഖമുള്ള കുട്ടികളുടെ ഫോട്ടോ കാണാൻ കൊടുത്തു.
ആ സ്ത്രീകൾ പ്രസവിച്ചപ്പോൾ അവരുടെ കുട്ടികളുടെ മുഖം നോക്കിയപ്പോൾ അപ്പൻ്റെ അമ്മയുടെ മുഖച്ചായുണ്ട്, പക്ഷെ മുഖത്തൊരു തെളിവുകളാക്കി ചോദിച്ചു കഴിഞ്ഞിട്ട് കണ്ടു. അമ്മ എന്ത് കാണുമെന്നുള്ളത് കുഞ്ഞിനെ സ്വാധീനിക്കുന്നു. ഹിന്ദുമതത്തിന്റെ അഖിലീകൃതമായ ഒരു നിയമമാണ്. ഒരു സ്ത്രീ ഗർഭിണിയായാൽ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ഒരു ഉണ്ണികൃഷ്ണന്റെ പടം വാങ്ങിച്ചിട്ട് ഗർഭിണി കിടന്ന് മുറി കൊണ്ടുവരും. ഈ ഉണ്ണികൃഷ്ണനെ ഗർഭിണി കണ്ടുകൊണ്ട് കിടന്നാൽ ഉണ്ണികൃഷ്ണനെ പോലെ കുഞ്ഞുണ്ടാവുന്ന ഹിന്ദുമതം 1000 കൊല്ലത്തിനും വിശ്വസിക്കുന്ന സംഭവമാണ്. ഇതാണ് ശാസ്ത്രത്തിൽ തെളിയിച്ചിരിക്കുന്നത്. ജർമ്മനി ഒരു ഗവേഷണം നടന്നു. 10-20 ഗർഭിണികൾക്ക് ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതം വായിക്കാൻ കൊടുത്തു. ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതം ഗർഭകാലം മുഴുവൻ വായിച്ച കുട്ടികൾക്കുണ്ടല്ലോ, സ്കൂളിലും കൂടി എന്നപ്പം മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഭയങ്കര മാർക്ക്. കുട്ടികൾ പലരും ശാസ്ത്രജ്ഞന്മാരായി, ശാസ്ത്രാധ്യാപകരായി. വേറെ കുറച്ച് കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നറിയാമോ? അവർക്ക് യുദ്ധവീരമായ ജീവിതം വായിക്കാനുണ്ട്. ഗർഭകാലത്ത് ജൂലിയസ് സീസർ, നെപ്പോളിയൻ, ഫെർണാണ്ടോ ദി ഗ്രേറ്റ്, ആ ചരിത്രം വായിച്ച ഗർഭിണികൾ പ്രസവിച്ച കുട്ടികൾ ഭൂരിപക്ഷവും പട്ടാളത്തിനും പോലീസും വിളിച്ചത്. അവർക്ക് കാട്ടിലൂടെ വലിയ സ്നേഹം. പിന്നീട് ഇടുന്ന പറഞ്ഞാൽ തന്നെ കത്തോലിക്ക സഭ വിശുദ്ധന്മാരുടെ ജീവിതം വായിക്കണം. കത്തോലിക്ക സഭ വിശുദ്ധന്മാരുടെ ജീവിതം വായിച്ച സ്ത്രീകൾ പ്രസവിച്ച കുട്ടികൾ ഭൂരിപക്ഷവും അച്ഛന്മാരെ കന്യാസ്ത്രീകളുമായി നാം ശാസ്ത്രം കണ്ടെത്തിയത്. ഗർഭിണി എന്തെങ്കിലും പഠിച്ചാൽ കുട്ടിക്ക് അപോലെ ബുദ്ധിശക്തിയാണ്. അമ്മയുടെ തലച്ചോറ് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഇന്റലക്ച്വൽ ഹോർമോൺസ് ബോഡി ഉണ്ടാക്കും. അത് അമ്മയുടെ തലച്ചോറ് കയറി ഇറങ്ങിയിട്ട് ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിന്റെ തലച്ചോറ് കയറി ഇറങ്ങും. അപ്പോൾ ബുദ്ധിശക്തിയാണ് കുട്ടികൾക്ക്. നിങ്ങൾ ഈ ലേഡി ടീച്ചേഴ്സിന്റെ മക്കളെ കണ്ടിട്ടുണ്ടോ? എല്ലാത്തിനും പഠിക്കാൻ ഭയങ്കര കഴിവാണ്. കാരണം ഈ ഗർഭിണി ക്ലാസ്സിൽ വന്ന് 3 മാസം മെറ്റേണിറ്റി ലീവ് കിട്ടും. ഈ ഗർഭിണി 7 മാസം ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നു. വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് കുറച്ചൊക്കെ പഠിക്കും. അങ്ങോട്ട് ഇങ്ങനെ കുറച്ച് വയറ്റിൽ കിടന്ന് പഠിക്കും. പ്രസവിച്ച് കഴിഞ്ഞ് ബാക്കി പഠിച്ചാൽ മതി. അതാണ് ഈ ടീച്ചേഴ്സിന്റെ മക്കൾക്ക് പഠിക്കാൻ നല്ല കഴിവ്. അതുകൊണ്ട് ഗർഭിണി ആയി കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഒരു കമ്പ്യൂട്ടർ കോഴ്സ് ചേർന്ന് ആഴ്ച പുറത്തേക്ക് പഠിക്കണം. പ്രസവിച്ചിട്ട് പരീക്ഷ ഒന്നും എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഗർഭകാലത്ത് അമ്മ കമ്പ്യൂട്ടർ പഠിക്കാൻ പോയി ആ കുട്ടിയുടെ ഓരോ ബുദ്ധിശക്തിയുള്ള കുട്ടിയായിരിക്കും. ശാസ്ത്രം തെളിയിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ശാസ്ത്രം ഇപ്പൊ തെളിയിച്ച സാധനമാണ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നത്. ഗർഭത്തിൽ കിടന്നുകൊണ്ട് പ്രഹ്ലാദൻ നാരദൻ പറയുന്ന നാരായണ നമ വൈദ്യ കിടന്നു പഠിച്ചു. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഹിരണ്യസ് ചോദിച്ചു, എവിടാണ് നിന്റെ ദൈവം? പ്രഹ്ലാദന്റെ പ്രസിദ്ധമായ മറുപടി ചിലപ്പോ ശ്രീമദ് ഭാഗവതം വായിക്കുന്ന യജ്ഞാചാര്യൻ പറഞ്ഞു. പ്രഹ്ലാദ സ്തുതി, പ്രഹ്ലാദന്റെ മറുപടിയാണ്, മണ്ണിലും വിണ്ണിലും തൂണിലും തുറുമ്പിലും ദൈവമിരിക്കുന്നു. മറ്റു മതങ്ങളിൽ ദൈവമുണ്ടല്ലോ, സ്വർഗവും സ്ഥാനക്കാർക്ക് കൂട്ടിയാണ്ടിരിക്കുകയാണ് ദൈവം. ഹിന്ദുക്കളുടെ ദൈവവും ലോകം മുഴുവൻ പാലിച്ചിരിക്കുന്ന സർവ്വയായ ദൈവം ഈ തൂണിലുണ്ടോ? ഉണ്ട്. അങ്ങനെ ഒരു വെട്ടങ്ങൾ വെട്ടി അതിനകത്തുനിന്ന് നരസിംഹ രൂപത്തിൽ ഭഗവാൻ ഇറങ്ങി വന്നിട്ട് ഹിരണ്യകശിപുവിനെ കൊന്നിട്ട് പ്രഹ്ലാദനെ രാജാവാക്കി. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിലെ കഥ. ഗർഭിണികൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഗർഭപായ എങ്ങനെ കഴിച്ചു കൂട്ടണം, നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ത്രീകളിൽ പലരും ഗർഭിണിയായി കഴിഞ്ഞാൽ എൻ്റെ അമ്മ വൈകിയെന്ന് ചാരിസർക്കറി TV ഓൺ ചെയ്യും. അവിടെ മമ്മൂട്ടി, മോഹൻലാൽ, മാട്ടി, തൊഴി, പിടി, ഇവിടെ തട്ടിക്കൊണ്ട് പോയി കരച്ചിൽ പിടിച്ചിട്ട് ഭയങ്കര മകളാണ്. ഇങ്ങനെയൊക്കെ സിനിമയിൽ വന്ന് ഗർഭപാലം കഴിച്ചു കൂട്ടിയാൽ നമ്മുടെ പാലക്കാട് മോഹൻലാൽ മുണ്ടും പൊക്കി അണ്ടോർ കണ്ടിൽ തൊഴിക്കാൻ പോലെ ആ പരിപാടി നിങ്ങളുടെ മക്കൾ കാണില്ല. ഗർഭകാല സിനിമ കണ്ടോട് കിടന്നാൽ. അപ്പൊ പ്രഹ്ലാദന്റെ കഥയിൽ ശ്രീമദ് ഭാഗവതം പഠിപ്പിക്കുന്നു ഗർഭിണി എങ്ങനെ പെരുമാറണം, കുഞ്ഞെങ്ങനെ ആവുന്നത്, ഗർഭകാലം എങ്ങനെ സ്വാധീനിക്കുന്നു, കൃത്യമായിട്ട് പറഞ്ഞത് സംഭവം. അത് കഴിഞ്ഞാൽ പിന്നത്തെ അവതാരം എന്താണ്? വാമന അവതാരം. 16,000 വർഷത്തിന് മനുഷ്യൻ നീളക്കവായി. നീളക്കവായ സമയത്ത് മഹാബലി ചക്രവർത്തി നാട് വാഴുകയും അദ്ദേഹം വളരെ സമർത്ഥനായ രാജാവാണ്. അദ്ദേഹം സോഷ്യലിസ്റ്റ് നടപ്പാക്കിയ രാജാവാണ്. അദ്ദേഹത്തിന് ഭയങ്കര ദാനധർമ്മമാണ്. അങ്ങനെ അദ്ദേഹം പഠിക്കുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് പാഠം പഠിപ്പിക്കാൻ വേണ്ടി വാമനൻ വന്നു. വാമനൻ വന്ന് പറഞ്ഞു, എനിക്കൊരു 3 അടി മണ്ണ് വേണം. മഹാബലി പറഞ്ഞു, പൊന്നുമോനെ നിനക്ക് തീരെ സൈസ് കുറവല്ലേ, എനിക്ക് 6 അടി ഇപ്പൊ കൊണ്ട് ഞാൻ നടന്നത് എൻ്റെ കാലിൽ. വാമനന് വേണ്ട, എൻ്റെ കലോടെ മതി. അപ്പോ കൊടുത്തു. വാമനൻ 2 ചൂട് വെച്ചപ്പോ ഭൂമി ആകാശമൊക്കെ അളന്നു. 3ാമത്തെ കാലം വെക്കാൻ സ്ഥലമില്ല. അദ്ദേഹം തോന്നി സമ്മതിച്ചു. ഇതാണ് കഥ. പുരാണത്തിലെ 2 കഥയുണ്ട്. അതെല്ലാം മലയാളി പറയുന്ന കഥ. ശ്രീമദ് ഭാഗവതത്തിലെ കഥയ്ക്കകത്ത് പരാജയപ്പെട്ട മഹാബലിയോട് വാമനൻ പറഞ്ഞു, നീ ജീവിതം പൂർണ്ണമാക്കി, അതിനാൽ തന്നെ സുതലത്തിലേക്ക് അയക്കുകയാണ്. അതെല്ലാം വിതലം സുതലം തുടങ്ങി സ്വതുല്യമായ സ്ഥലങ്ങളാണ്. അതുകൊണ്ടാക്കിയിട്ട് വാമനൻ മഹാബലിക്ക് കാവൽ നിന്നു. ഇതാണ് ശ്രീമദ് ഭാഗവതത്തിലെ കഥ.
എന്നാൽ പത്മപുരാണം ഉൾപ്പെടെ പുരാണങ്ങൾ കഥ പറയുന്നുണ്ട്. മഹാബലി തോറ്റ ശേഷം വാമനൻ പറഞ്ഞു, മഹാബലി, നിനക്ക് നീ നല്ലൊരു രാജാവാണ്, നിനക്കൊരു ചെറിയ കുഴപ്പം, അഹങ്കാരം, ഒന്ന് ശമിപ്പിക്കാൻ വന്നാണ്. ഞാൻ രാജ്യം നിനക്ക് ധരിച്ചു തരികയാണ്. നീ 36 വർഷം രാജ്യം ഭരിക്കുക, അത് കഴിഞ്ഞ് നിന്നെ സുഖത്തിലേക്ക് അയക്കാം. അങ്ങനെ മഹാബലി ചക്രവർത്തി 3 വ്യാഴോട്ടക്കാലം 36 കൊല്ലം രാജ്യം ഭരിച്ച് അദ്ദേഹം ചിരഞ്ജീവിയായി മരണമില്ലാത്ത ഒരു 7 പേർ, അശ്വതാമ, ബലി, വ്യാസു, ഹനുമന്തു, വിഭീഷണ തുടങ്ങിയ 7 പേർ. രണ്ടാമത്തെ ആളാരാണ്? മഹാബലി. മഹാബലി ചിരഞ്ജീവിയായി. ഈ 2 കഥയാണ് പുരാണത്തിലുള്ളത്. പക്ഷെ മലയാളിക്കുണ്ടല്ലോ ഈ കഥയുടെ ലാസ്റ്റ് ഭാഗം മാറ്റി. മൂന്നാമത്തെ കൊടുക്കുന്ന സ്ഥലമില്ലാത്ത മഹാബലി തല കാണിച്ചു കൊടുത്തു, ചവിട്ടി അങ്ങനെ പാതാളത്തിലാക്കി. ഈ മലയാളിക്കുണ്ടല്ലോ വല്ലവരും ചവിട്ടുക, തലക്കടിക്കുക വലിയ രസമുള്ള പരിപാടിയാണ്. മലയാളിയുടെ വാർത്ത സ്വഭാവം ഈ കഥക്കാരൻ ചേർത്ത്. പുരാണത്തിൽ തലയ്ക്ക് ചവിട്ടും വാദം തലയ്ക്കൊന്നുമില്ല, മലയാളി ഉണ്ടാക്കിയ അഡീഷണലാണ്. അപ്പോൾ ഇത് ശ്രദ്ധേയമായൊരു കഥയാണ്. ഇതാണ് നമ്മൾ പഠിക്കേണ്ട പാഠം. ശുക്രാചാര്യൻ ഇറങ്ങി വന്നു, മഹാബലിയെ സൂക്ഷിക്കണം, ഇവൻ ചെറിയവനാണെങ്കിൽ ഇവൻ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ മാനേജ്മെന്റ് സയൻസിലെ ആദ്യത്തെ പ്രിൻസിപ്പളാണ് പഠിപ്പിക്കുന്നത്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എൻ എനിമി. ശത്രുവിനെ ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് അവൻ തോറ്റിരിക്കും. പരീക്ഷയോ ഞാനെല്ലാം പഠിച്ചെന്ന് കുട്ടി അഹങ്കരിച്ചാണല്ലോ, അവൻ ആ പരീക്ഷയ്ക്ക് A+ കിട്ടാൻ പോകില്ല. അവൻ അഹങ്കരിച്ചിരിക്കുകയാണ്. അവൻ പഠിച്ചെന്നുള്ളതിന്റെ അഹങ്കരിച്ച അവന് A+ കിട്ടിയാല. എനി എക്സാമിനേഷൻ, എനി പ്രോബ്ലം, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എനി. ഇലക്ഷൻ വരിക, ഏത് സ്ഥാനാർത്ഥി അവനാ വോട്ട് ചെയ്യും, ഞാനേ ജയിക്കുള്ളൂ എന്നുള്ള സ്ഥാനാർത്ഥി ഇലക്ഷൻ എന്നുണ്ടല്ലോ, മറ്റവൻ ജയിച്ചിരിക്കും, പൊട്ടിയിരിക്കും. മാനേജ്മെന്റ് സയൻസിൽ ബേസ് പഠിപ്പിക്കുകയാണ്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എനിമി. മഹാബലി പറ്റി അമളി പറ്റരുത്, പഠിച്ചിരിക്കുകയാണ്. പിന്നെ കഥയ്ക്കൊരു ലോജിക്കുണ്ടോ? ഒരു ലോജിക്കും ഇല്ല. പരന്ന കാലുകൊണ്ട് ഉരുണ്ട ഭൂമി അളക്കാൻ പറ്റുമോ? ഭൂമി ഗോളമല്ലേ, പരന്ന കാലം വെച്ചാൽ അതിൻ്റെ ഒരു സൈഡിൽ കൊട്ടാൽ മറ്റേ സൈഡിൽ അളക്കാൻ പറ്റുമോ? പറ്റിയില്ല. ആകാശം അളക്കാൻ പറ്റുമോ? ആകാശം ശൂന്യാകാശം അവിടെ ചവിട്ടം വീട്ടിക്കൊണ്ട 300 ഡിഗ്രി എടുക്കുന്ന ആകാശത്തെ കാലുകൊണ്ടിങ്ങനെ ഒക്കെ അളക്കാൻ പറ്റും. അപ്പൊ കഥ കംപ്ലീറ്റ്ലി അൺസയന്റിഫിക് ആണ്. അൺസയന്റിഫിക് കഥ എന്തിനാ പറയുന്നത്? നമ്മളെ പാഠം പഠിപ്പിക്കാനാണ്. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എൻ എനിമി. മേക്ക് ഓൾ പ്രിക്കോഷൻസ് ബിഫോർ എനിബഡി കൻ ചീറ്റ് യു. ഒരു ഫയലിൽ എന്ത് കുഴപ്പമാണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് മുൻകൂട്ടി കണ്ടാണോ. മാനേജ്മെന്റ് സയൻസിൽ നിയമമുണ്ട്, മോഴ്സ് ലോ. ഇഫ് എനിത്തിങ് can go wrong, it will. അപ്പോൾ എവിടെയെങ്കിലും അപകടപ്പെട്ട സാധ്യത ഉണ്ടെന്ന് അറിയാതെ ഭരണാധികാരി ഭരിച്ചാൽ അവൻ അപകടത്തിൽ ചാടും. പഠിപ്പിക്കുക. ഈ കഥയിൽ നിന്നാണ് മലയാളത്തിലൊരു പഴമൊഴി വന്നത്, ആളിൽ കുറിയവരെ വിശ്വസിക്കരുത്. വാമനന്റെ ബുക്ക് നിങ്ങളെ പറഞ്ഞാണല്ല സൂക്ഷിച്ചവൻ ചതിച്ചത്. എന്നാൽ മലയാളത്തിനേക്കാൾ നല്ല പഴമൊഴി തമിഴിലാണ്. കള്ളനെ നമ്പിയാലും കുള്ളനെ നല്ലത്. കള്ളം പലപ്പോഴും പറ്റിയും കുള്ളനെ എപ്പോഴും പറ്റിച്ചകളയും. തമിഴ് പറ്റി പറയുന്നതാണ്. കഥയെല്ലാം എന്ന മഹാബലിയുടെ വാമന്റെ കഥയാണ്. നീളം കുറഞ്ഞവരെ വിശ്വസിച്ചകളയുന്ന ഒരു പഴമൊഴി വന്നിരിക്കുകയാണ്. ഈ സംഭവത്തിൽ നിന്ന് വരുന്ന ഒരു പഴമൊഴിയാണ്. ഈ മഹാബലി കേരളം വരെ വെച്ചിട്ടുണ്ടോ? മഹാബലി കേരളം കണ്ടിട്ടില്ല. മഹാബലി വെച്ച് നർമാതര തീരത്താണ്. ഇപ്പൊ നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ഒരു 600 അടി പൊക്കമുള്ള ഒരു വല്ലഭായ് പട്ടേലിന്റെ സ്റ്റാച്യൂവിന്റെ രൂപത്തിൽ പെട്രോമണിയുന്നു. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ വളർന്നു പോകുമ്പോഴാണ് മഹാബലിയുടെ യാത്ര. ഞാൻ പോയ യാത്ര കണ്ടത്. അവിടെയാണ് മഹാബലി യാഗം നടത്തിയ സ്ഥലം. മഹാരാഷ്ട്രയിൽ നിന്ന് നമ്പൂരിമാർ കേരളത്തിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന കഥയാണ് ഈ കഥ. മഹാബലിയുടെയും വാമനന്റെയും കഥ. ഇനി ഈ കഥ കേൾക്കുമ്പോൾ ഇവിടുന്ന് ശത്രുക്കളായെന്ന് തോന്നിക്കരുത്. ശത്രുക്കളായോ? ഇല്ല. 2 തലമുറ കഴിഞ്ഞപ്പോൾ മഹാബലിയുടെ മകൻ വാമനൻ, വാമനന്റെ മകൾ ഉഷ. 2 ജന്മം കഴിഞ്ഞപ്പോൾ വാമനൻ ശ്രീകൃഷ്ണനായി. ശ്രീകൃഷ്ണ മോന്റെ മോൻ അനിരുദ്ധൻ ഉഷയെ പ്രേമിച്ചു. അവസാനം ഉഷയും അനിരുദ്ധനും കല്യാണം കഴിച്ചു. 2 തലമുറ കഴിഞ്ഞപ്പോൾ വാമനനും മഹാബലി ബന്ധുക്കളായി മാറി. ശ്രീമദ് ഭാഗവതത്തിൽ രുക്മിണി സ്വയംവരത്തിന് കഥ പറയും. രുക്മിണി സ്വയംവരം ചെയ്തപ്പോൾ രുക്മിണിയുടെ ആംഗ്ല രുക്മിണി ഒരു ബലം ഉണ്ടാക്കി അമ്മയെ അടിച്ച് താഴെയിട്ട് കെട്ടിയിട്ട് ശ്രീകൃഷ്ണൻ രുക്മിണിയെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു. അപ്പോൾ കൊടുങ്ങല്ലൂരിനടുത്തൊരു സപ്താഹത്തിന് ഞാൻ പ്രസംഗിക്കാണ്ട്. ഇപ്പൊ എന്റെ പ്രശ്നം തൊട്ട് മുമ്പ് യജ്ഞാചാര്യൻ പറഞ്ഞ കഥ ഈ രുക്മിണി സ്വയംവരം. ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു കുട്ടി എഴുന്നേറ്റ് കോളേജ് പഠിക്കുന്ന അല്ല യജ്ഞാചാര്യ, ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി, എനിക്കൊരു പെണ്ണിനെ പ്രേമമാണ്, അവിടെ ആങ്ങളെ അടിച്ചതായിട്ട് അവളെ ഞാൻ കൊണ്ടുവരാം. അല്ലയോ യജ്ഞാചാര്യ, കോളേജ് പഠിക്കുന്ന പയ്യന്റെ തലപൊത്ത് അതിൽ കിടന്നു. കുഞ്ഞി സാറിന്റെ കഥ കേട്ടതോ കാമുകിയുടെ ആങ്ങളെ അടിച്ചിട്ട് കൊണ്ടുവരാ എന്ന് മനസ്സിലായി. ഇങ്ങനെ മനസ്സിലായ ഭാഗവതം മനസ്സിലാവും ഇല്ല. രുക്മിയെ താഴെയുള്ള ശേഷം രുക്മിണിയെ കല്യാണം കഴിച്ചു. പിന്നെ ഭഗവാൻ എന്ത് ചെയ്തു?
ഭഗവാനെ രുക്മിണി രാജാവാക്കാൻ വേണ്ടി യുദ്ധം ചെയ്തു. രുക്മിണി രാജാവാക്കി. ഈ രുക്മിണിയിൽ ഭഗവാൻ കൃഷ്ണനും ഒരു മകൻ ജനിച്ചു. ആ മകനെ കൊണ്ട് ആരെ കെട്ടിച്ചു? ആ ആങ്ങളെ രുക്മിണിയുടെ മോളെ കൊണ്ട് രുക്മിണി പ്രസവിച്ച മോനെ കല്യാണം കഴിച്ചു. നായന്മാര് അമ്മാവന്റെ മോളെ കിട്ടുന്ന പരിപാടിയില്ലേ, ഫസ്റ്റ് കസിൻ മാരേജ് തുടർന്ന് നടന്നതാണ് പുരാണത്തിൽ. രുക്മിണിയുടെ മോളെ കൊണ്ട് രുക്മിണിക്ക് ശ്രീകൃഷ്ണനുണ്ടായ മകനെ കല്യാണം കഴിപ്പിച്ചു, ഫസ്റ്റ് കസിൻ. അപ്പൊ രുക്മിണി ശ്രീകൃഷ്ണൻ എന്നും വഴക്കായോ? ഇല്ല, അതിന് യോജിപ്പായിരുന്നു. ഇനി മഹാബലിയുടെ കൊച്ചുമോൻ ആരാണ്? രാവണൻ. ആ രാവണൻ ശ്രീരാമൻ തന്നെ അടുത്ത ജന്മത്തിൽ യുദ്ധം ഉണ്ടായി. അപ്പൊ പുരാണം വായിക്കുമ്പോൾ ഒരു കഥ കൊണ്ട് തീർന്നുകളായിരുന്നു. സീക്വൻസ്. അപ്പൊ മഹാബലി ചക്രവർത്തി നമ്മളെ പഠിപ്പിക്കുന്നു, നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും കഴിവിൽ അഹങ്കരിക്കരുത്. താഴ്മയും വിനയവും കൊണ്ട് മാത്രമേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ആൻ എനിമി. എനിമി ഏത് സമയത്ത് അപകടകാരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എനിമിയെ നേരിടാൻ. പെർമനന്റ് എനിമിറ്റി പാടില്ല. ലോകത്തിൽ വിജയിക്കണം. ഇങ്ങനെ അനേകം പാഠങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാണ് വാമനാവതാരം. വാമനാവതാരം കഴിഞ്ഞ അടുത്ത അവതാരം പരശുരാമ അവതാരമാണ്. മഴൂർ ചുഴറ്റി ഒരാളിങ്ങനെ നടക്കണം പരശുരാമൻ. എന്തിനേയും വിട്ടു, അമ്മയും വെട്ടിയും കൊന്നായിരുന്നു പരശുരാമൻ. അപ്പം പറഞ്ഞിട്ടാണ് ന്യായം. പക്ഷേ ഈ പരശുരാമനാണ് കേരളത്തിൽ വന്ന് 108 ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത്. പരശുരാമ ക്ഷേത്രങ്ങൾ 108 ഈ മഴൂർധാരിയായ പരശുരാമൻ. ഇനി പരശുരാമനെ പറ്റി ഒരു പുരാണത്തിലും പറയാത്തൊരു കഥ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പുരാണത്തിൽ പറയാത്ത കഥ ഭയങ്കര മിടുക്കന്മാരാണ്. മഹാബലി കേരളത്തിൽ കൊണ്ടുവരുന്നത്. ഈ പരശുരാമൻ ഗോവർന്ന് തോന്നുന്നു മഴ കൊടുത്ത് വേറെ വെച്ചു. മഴ പോയി കഠിനമായി വീണപ്പോൾ കടലങ്ങോട്ട് മാറി കേരളഞ്ഞ് പോകുമെന്നാണ് ഒരു പുരാണത്തിലില്ലാത്തൊരു കഥയാണ്. മഹാരാഷ്ട്രയിലെ നമ്പൂതിരിമാർ കേരളത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ഫിനോമിനൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കടല് പുറകോട്ട് മാറുന്നൊരു ഫിനോമിനൻ. അന്നത്തെ കടല് തൃപ്പൂണിത്തുറ, കുറേ തന്നെ തുറമുഖം, തൃപ്പൂണിത്തുറയായിരുന്നു തുറമുഖം. കടലൊരു 30 കിലോമീറ്റർ പുറകോട്ട് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ അവിടെ നിൽക്കുന്നു അറബിക്കടൽ. അതിന്റെ തൊട്ടടുത്താണ് മുളംതുരുത്തി, പരിമളത്തിന് വേണ്ടി ജനിച്ച സ്ഥലം. മുളച്ചു വരുന്ന തുരുത്ത് പുതിയ തുറമുഖം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കടലങ്ങ് പുറകോട്ട് മാറി മുളംതുരുത്തി കരയായി. വൈക്കം എന്ന് വാക്കി നിർത്തുന്നത് പുതിയ ഭൂമി, ന്യൂലാൻഡ്. കടലിൽ പുറകോട്ട് മാറി പൊങ്ങി വന്ന ഭൂമിയാണ് വൈക്കം. അവിടെ നമ്മൾ ക്ഷേത്രം ഉണ്ടാക്കി. കടുത്തുരുത്തി, കടൽ തുരുത്ത്, കടൽ തീരത്തുള്ള തുറമുഖമാണ്. കടലങ്ങ് പുറകോട്ട് മാറി കടുത്തുരുത്തി കരയായി മാറി. ഏറ്റുമാനൂർ, മണ്ണ് ഏറി വന്ന് നിരപ്പായ സ്ഥലം. കടല് പിന്മാറിയപ്പോ കര മണ്ണ് നിരപ്പായി പോകുന്ന സ്ഥലമായി. കോട്ടയത്തിന് അവിടെ 2 കിലോമീറ്റർ പോകുമ്പോൾ കോടിമത പാലം, അവിടെ തിരമാലകൾ കോടി മതിക്കുന്ന സ്ഥലമായിരുന്നു. കടലങ്ങ് പുറകോട്ട് മാറി ഇപ്പൊ കോടിമത കരയായി. കുമരകം, കടൽ പുറകോട്ട് മാറി കുമരകി പൊങ്ങുന്ന മണ്ണ് കുമരകി പൊങ്ങുന്ന സ്ഥലം കുമരകം. നിരണം, നീരണയുന്ന തിരമാല അടിക്കുന്ന സ്ഥലമാണ്. കൊല്ലത്തിനവിടെ 22 കിലോമീറ്റർ നീളം, ഒരു 6 കിലോമീറ്റർ വീതിയിലാണ് കടൽ പൊങ്ങുന്നത്. കടൽ മാറി കര പൊങ്ങുന്നത്. കൊല്ലത്തുകാരനെ വിളിച്ചു നീണ്ട കര പൊങ്ങുന്നത്. ഈ ഫിനോമിനൻ കണ്ട നമ്പൂതിരിമാര് വളരെ രസകരമായി കഥ പുരാണത്തെ കൊണ്ട് ഇല്ലാത്തൊരു കഥ ഉണ്ടാക്കി. അതാണ് പരശുരാമൻ മഴ പറഞ്ഞ് കേരളം ഉണ്ടാക്കി. കഥയോടെ നിൽക്കട്ടെ, നമ്മളെന്തോ പഠിക്കേണ്ടത്? നമ്മുടെ കയ്യിൽ ഈ കിട്ടുന്നൊരു ആയുധം ഗുണത്തിന് ഉപയോഗിക്കാം, ദോഷത്തിന് ഉപയോഗിക്കാം. ആ മഴ ഉപയോഗിച്ച് ഏത് മൃഗത്തെ കൊല്ലാം, മരം വെട്ടി താഴെയിടാം. പക്ഷെ അതേ മഴ ഉപയോഗിച്ച് കേരളം പോലെ സുന്ദരമായ ഭൂമി പരശുരാമൻ ഉണ്ടാക്കിയെന്ന കഥ. ഒരാളെ പിച്ചാത്ത് കിട്ടി. ആ പിച്ചാത്ത് വെച്ച് വെജിറ്റബിൾസ് അറിഞ്ഞാൽ നല്ല കറി ഉണ്ടാക്കാം. അതേ പിച്ചാത്തി ഒരുത്തൻ്റെ വയറിനകത്ത് കുത്തിയും കയറ്റിയാൽ അവനെ കൊല്ലാനും ആ പിച്ചാത്തി ഉപയോഗിക്കാം. ഒരാളുടെ പേന കിട്ടി. പേന വെച്ച് പരീക്ഷ എഴുതാം. ഞാൻ 175 പരീക്ഷ പാസ്സായി, 8 ഡിഗ്രിയിൽ പാസ്സായി. പേന വെച്ച് പരീക്ഷ എഴുതാം. അതേ പേന ഉപയോഗിച്ച് അയലോകത്തോടെ ഭാര്യയെ പറ്റി മോളെ പറ്റിയായിരുന്നു ഉള്ള കുട്ടികളെല്ലാം കൂടെ എഴുതി അയച്ചാൽ ചിലപ്പോൾ ആത്മഹത്യ നടക്കും. ചിലപ്പോൾ കഴിവുള്ള ആങ്ങളവരുണ്ടെങ്കിൽ വന്ന് താലക്കടിച്ചുകൊണ്ട് ഇടപാട് കൊടുത്തിട്ട് പോകും. സെയിം പേന ഗുണത്തിന് ഉപയോഗിക്കാം, ദോഷത്തിന് ഉപയോഗിക്കാം. ഭക്ഷണം നമ്മൾ പഠിപ്പിക്കുകയാണ്. മഴു എന്ന് പറയുന്ന ഒരു ആയുധം ദുഷ്ടത്തിന് ഉപയോഗിക്കാം, പക്ഷെ അതുകൊണ്ട് പ്രയോജനപ്പെട്ട് ഉപയോഗിക്കാം. ഇനി മഴുവും നടക്കുന്ന പരശുരാമൻ, അദ്ദേഹം ഒരു വലിയ കോളേജ് ഉണ്ടാക്കി. പരശുരാമന്റെ ഗുരുകുലം ആരൊക്കെ പഠിച്ചത്? ഭീഷ്മാചാര്യർ അവിടുത്തെ പരശുരാമൻ ശിഷ്യനായിരുന്നു. ദ്രോണാചാര്യർ അവിടുത്തെ ശിഷ്യനായിരുന്നു. കർണൻ പരശുരാമൻ ശിഷ്യനായിരുന്നു.
മഹാഭാരതത്തിലെ വലിയ ഗജവീരന്മാരുടെ പേര് നോക്കിയാൽ അവരെല്ലാം പരശുരാമന്റെ ഗുരുകുലത്തിൽ പഠിച്ച കുട്ടികളാണ്. അപ്പോൾ ഒരേ മനുഷ്യൻ വഴുമ നടക്കുന്ന മനുഷ്യൻ, അതേ മനുഷ്യൻ വലിയ കോളേജ് സ്ഥാപിക്കുകയും ചെയ്തു. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ പാഠം. ഡുവാലിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്. ഒരാൾക്ക് നന്മ ചെയ്യുന്നതിനുമാവാം, അതേ കഴിവ് വെച്ച് തിന്മ ചെയ്യുന്നതിനുമാവാം. ഇത് നമ്മളെ പഠിപ്പിക്കുകയാണ് പരശുരാമ അവതാരം. ഈ മഴവും കൊണ്ട് നടന്ന ഹണ്ടർ ഗാദർ വിദ്യാലയ സ്ഥാപനം നടത്തി. കേരളത്തിൽ 101 ക്ഷേത്രങ്ങൾ പണിഞ്ഞു. പരശുരാമ ക്ഷേത്രം, ഓൾഡസ്റ്റ് ടെമ്പിൾസ് ഇൻ കേരള. 108 സ്ഥാപിച്ചത് പരശുരാമനാണെന്ന് നമ്മുടെ ഐഡിയ. ഇത് വളരെ സുന്ദരമായി മനസ്സിലാക്കേണ്ട പാഠം. ഇനി പരശുരാമവതാരം കഴിഞ്ഞാൽ രാമോ രാമച്ചരാമ 3 രാമന്മാരാണ്. അടുത്ത് വരുന്നത് ശ്രീരാമനാണ്. രാമായണത്തിലും 8 പുരാണങ്ങളിലും കഥ പറയുന്ന ആളാണ് ശ്രീരാമൻ. ശ്രീരാമൻ ദശരഥന്റെ മകനായി ജനിക്കുകയാണ്. ദശരഥൻ UP, വെസ്റ്റേൺ UP, ഹരിയാന, ഡൽഹി, പഞ്ചാബൊക്കെ ഭരിച്ചിരുന്ന സൂര്യവംശ രാജാവ്. അദ്ദേഹം എന്തെന്നറിയാമോ? ഈസ്റ്റേൺ UPയിൽ വന്ന ശേഷം ബീഹാറിന് പഠിച്ച കോസൽ രാജ്യത്ത് വന്നിട്ട് അവിടുത്തെ മോളെ കല്യാണം കഴിച്ചു. കോസൽ രാജ്യം തലസ്ഥാനമാണ് അയോധ്യ. അങ്ങനെ അയാൾ ദത്ത് കയറി. ഇപ്പൊ നമ്മുടെ ഭാര്യ വീട്ടിൽ താമസിക്കുന്ന പറയും AVT എന്ന് പറയും. എന്നെ കണ്ടവരാണല്ലോ ചോദിക്കും, സാർ AVT അല്ലേ ചോദിക്കും. അച്ചി വീട്ടിൽ താമസം. ഞങ്ങളുടെ AVUT എന്ന് വിളിക്കണേ. അച്ചി വീട്ടിൽ ഉണ്ട് താമസം മാറ്റി തോന്നി. എന്നോട് ചോദിക്കുന്നതാണ് അച്ചി വീട്ടിലെ താമസിക്കത്തില്ല. അത് വേറെ അപ്പോ AVT. അപ്പൊ ഈ ദശരഥൻ AVT ആയി കൗസല്യയുടെ അവിടെ വന്ന് താമസിക്കുകയാണ്. ഒരു മോള് ജനിച്ചു. ആ മോളാണ് എൽഡസ്റ്റ് മോള്. അവർക്ക് 6 വയസ്സായപ്പോൾ ലോകപാതം വന്നു. അദ്ദേഹത്തിന് മക്കളില്ല. ലോകപാതം ദശരഥൻ പറഞ്ഞു, എനിക്ക് മക്കളില്ല, ഇവിടെ നിന്നൊരു കുട്ടിയെ ദത്ത് കിട്ടിയാളാണ്. ദശരഥൻ എൻ്റെ മോളെ കൊണ്ടുപോക്കണം. അങ്ങനെ ശ്രീരാമചന്ദ്രന്റെ മൂത്ത സഹോദരിയെ യോവാന്ന് കൊടുത്തു. പിന്നെ മക്കളുണ്ടാവുന്നില്ല. അപ്പൊ ത്രിവേണി സംഗമത്തിൽ രാജാവിനെ ദശരഥൻ തോപ്പിച്ചിട്ട് അദ്ദേഹത്തെ വാമദേവനെ കൊണ്ടുവന്നിട്ട് അയോധ്യയിലെ മന്ത്രിയാക്കി. വാമദേവന് സുന്ദരി ഒരു മോളുണ്ടായിരുന്നു, സുമിത്ര. കേട്ടാണെങ്കിൽ ഇയാൾക്കൊരു ആകർഷണം. മോളെ കെട്ടിച്ചതെന്ന് വെച്ചു. മന്ത്രി കെട്ടിച്ചു കൊടുത്തു സുമിത്രയിൽ മക്കളുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഇയാള് അടുത്ത ഭാര്യയെ കെട്ടാൻ ആലോചിച്ചു. ഉജ്ജയിനിയിലെ ഭരണാധികാരിയുടെ മകൾ കേകയ രാജ്യത്തിലെ കൈകേയിയെ കല്യാണം കഴിച്ചു. അപ്പോ സുമിത്രയോട് പറഞ്ഞ കുട്ടിയുണ്ടായ ഞാൻ രാജാക്കാമെന്ന്, കൈകയോട് പറഞ്ഞ മോനുണ്ടായ രാജാവാക്കാമെന്ന്. 3 ഭാര്യകളും നിർത്തണ്ടേ? ദശരഥനത് കൂടാതെ 50 ഭാര്യകളാണ്. 53 ഭാര്യയുണ്ട് ഈ ദശരഥൻ. 3 പട്ടാളശാണ്, കൗസല്യ, കൈകേയി, സുമിത്ര. ബാക്കി 50 വെപ്പാട്ടി എന്നൊക്കെ മലയാളത്തിൽ നമുക്ക് വിളിക്കാം. ആരുടെ ചെലവിലാ? കൗസല്യയുടെ ചെലവില്. ഭാര്യ വീട്ടിൽ താമസിച്ചിട്ടാണ് ഈ കല്യാണം വിളിക്കാൻ. കുട്ടി ഉണ്ടായില്ല. 39 വയസ്സായപ്പോ ഈ ലോകവാദന്റെ അവിടെ മഴ പെയ്യുന്നില്ല, അംഗരാജ്യത്തിൽ മഴ പെയ്യുന്നില്ല. സ്ത്രീ ആരാണെന്ന് അറിയാത്ത ഒരുത്തിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഋഷ്യസിംഗ് മുനിയെ കൊണ്ടുവന്ന് യാഗം നടത്തി മഴ അങ്ങ് പെയ്ത് 40 ദിവസം കഴിഞ്ഞു. മഴ പെയ്തപ്പോ ഈ ഋഷ്യസിംഗിന് എന്തെങ്കിലും പ്രതിഫലം കൊടുക്കണ്ടേ? മൂത്ത മോൾ ശാന്ത എന്ന് പറയുന്നത് ശ്രീരാമേന്ദ്രയുടെ മൂത്ത സഹോദരിയാണ്. ഇവളെ കെട്ടിക്കളാൻ പറഞ്ഞു. തലയെ കൊമ്പുള്ള സ്ത്രീ എന്തെന്ന് അറിയാത്ത ഇവന് നമ്മുടെ മോളാണെ കൊടുക്കുമോ? നമ്മുടെ ഭാര്യ പ്രസവിച്ച മോളെ കൊടുക്കുമോ? ഇല്ല. ഈ വല്ലവന്റെ മോളല്ലേ, ഒറ്റ കൊടുക്കും. അത് കഴിഞ്ഞപ്പോ ഈ മഴ പെയ്ത് സന്യാസിയെ കൊണ്ടുവന്ന് യാഗം നടത്തിയാൽ കുട്ടികളുണ്ടാവുമെന്ന് പറഞ്ഞ ഋഷ്യസിംഗ മുനിയെ ദശരഥൻ കൊണ്ടുവരികയാണ്. സ്വന്തം മോളെ ഭർത്താവാണ്, വരുമാനം. യാഗം നടത്തി പായസം ഉണ്ടാക്കി കൗസല്യക്കും കൈകേയിക്കും എല്ലാം കൊടുത്ത് അതിൽ നിന്നാണ് ശ്രീരാമനോടുള്ള 4 മക്കളുണ്ടായത്. ദശരഥൻ നന്ദി. കാരണം ഇങ്ങനെ പായസം കൊണ്ട് പരിപാടി ഉണ്ടാക്കിയാണ്. നമ്മുടെ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ പായസം കിട്ടും. മിക്ക ക്ഷേത്രത്തിലും പായസം കിട്ടും. ക്ഷേത്രത്തിൽ പായസം കിട്ടാനുള്ള പരിപാടി ഒപ്പിച്ച് ദശരഥനാണ് ഈ ഉത്തരകാമത്തിൽ നടത്തിയ പായസ സമിതി എന്നാണ്. നല്ല കാര്യമാണ്. പായസം കിട്ടുന്ന പരിപാടി ഉണ്ടാക്കി നല്ല കാര്യം. അങ്ങനെ കുട്ടിയുണ്ടായി. 15 വയസ്സ് കഴിഞ്ഞ് ശ്രീരാമൻ 16 വയസ്സാവുമ്പോഴാണ്. അപ്പോൾ വിശ്വാമിത്ര മഹർഷി വന്നു. ഞങ്ങളുടെ യാഗം തടയുന്നവരെ തടയാൻ വേണ്ടി അങ്ങയുടെ 2 ആമക്കൾ ശ്രീരാമനെയും ലക്ഷ്മണനെയും എൻ്റെ കൂടെ വന്നു.
ദശരഥൻ ആദ്യം തൊഴിച്ചൊരു അവസാനം സമ്മതിച്ചു, രണ്ടുപേരെ അയച്ചു. അങ്ങനെ ശ്രീരാമനും ലക്ഷ്മണനും കൂടി വിശ്വാമിത്രരോടൊപ്പം കാട്ടിൽ വന്നു. ആ കാട്ടിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ് മഹാബലിയുടെയും വാമനന്റെ കഥയൊക്കെ വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. വളരെ ശ്രദ്ധേയമായ കഥ, ലവണത്തിന്റെ കഥയിൽ പറയുന്ന കഥ അന്ന് വരുന്ന കഥയാണ്. പക്ഷെ കാട്ടിലെങ്ങനെ ജീവിക്കണം, അത് ശ്രീരാമചന്ദ്ര ഭഗവാൻ പഠിച്ചത് ഈ 2 വർഷം കാട്ടിൽ ജീവിച്ച സമയത്താണ്. അപ്പോൾ വിശ്വാമിത്രനും മറ്റേ ദൗമ്യ മഹർഷിയും വന്ന് പറഞ്ഞെടുക്കാൻ, ശ്രീരാമ നേരം വെളുക്കാതെ പുറത്തിറങ്ങരുത്. നീ വെളുപ്പം കാലത്തങ്ങനെ ഇറങ്ങിയാണല്ലോ, മൃഗങ്ങൾ വന്ന് ഇങ്ങനെ ആശ്രമം കണ്ടിരിക്കും, ആക്രമിച്ചു കളയും. നേരം വെളുത്ത് മൃഗങ്ങൾ ഇറങ്ങി വെള്ളമെല്ലാം കുടിച്ചിട്ട് പോയിട്ടേ നീ പുറത്തിറങ്ങാവും. ഇല്ലെങ്കിൽ ഇതിന് അപ്പന് പറ്റി അബദ്ധം ഉണ്ടല്ലോ. ആന വെള്ളം കുടിക്കാന്ന് പറഞ്ഞ് അമ്പ അയച്ചിട്ട് ശബ്ദശാസ്ത്രം അയച്ചിട്ട് നീന്മാൻ ചത്തില്ലേ, എന്നിട്ട് കിട്ടി അപ്പന് കിട്ടി ശാവം അതുണ്ടാവും. അവിടെ നേരം വെളുത്ത് മൃഗങ്ങളെല്ലാം വെള്ളം കുടിച്ച് വണ്ടി പോയിട്ട് ഇറങ്ങാവും. നീ കാണുന്ന പഴമെല്ലാം തിരിഞ്ഞാലായിരുന്നു. ചില പഴങ്ങൾ കണ്ടാൽ നല്ല സൗന്ദര്യമാണ്, തിന്നാൻ വിഷമാണ്. തുണ്ടിപ്പഴം കാണിച്ചു കൊടുക്കാറ്. തുണ്ടിപ്പഴം കണ്ടാൽ നല്ല സൗന്ദര്യം, പക്ഷെ അതിനകത്ത് വിഷമാണ്, കഴിക്കരുത്. കാളിദാസൻ അജ്ഞാന ശകുന്തളത്തിൽ തുണ്ടിപ്പഴത്തെ ഓർമ്മിച്ചത് സ്ത്രീകളുടെ ചുണ്ടിനോടാണ്. കണ്ടാൽ വലിയ സൗന്ദര്യം, സ്ത്രീകളുടെ ചുണ്ടിന് സൗന്ദര്യം കൊണ്ടുകൊണ്ട് പോയാൽ അവസാനം അനുഭവിച്ചു പോകും. സ്ത്രീകളെ എന്നോട് വഴക്കുണ്ടാക്കല്ലേ, കാളിദാസൻ പറഞ്ഞാണ് സ്ത്രീകളുടെ ചുണ്ട് തുണ്ടിപ്പഴമാണെന്നത്. അപ്പൊ ഇങ്ങനെ കാട്ടു ജീവിക്കാൻ പഠിച്ചു ശ്രീരാമൻ. അതുകൊണ്ട് എന്ത് പറ്റി, 2 കൊല്ലം കഴിഞ്ഞ് 14 കൊല്ലം വനവാസത്തിന് പോയപ്പോൾ ശ്രീരാമനെ മനസ്സിൽ ജീവിക്കാൻ പഠിച്ചു ഈ 2 കൊല്ലം കൊണ്ട്. അപ്പൊ ഈ ശ്രീരാമൻ മനസ്സിൽ പോയി വിശ്വാമിത്രരോടെ പോയ പ്രായം ഏതാണ്? +2 എന്ന് പഠിക്കുന്ന പ്രായം. +1 +2 17 16 17 വയസ്സുള്ളപ്പോഴാണ് ശ്രീരാമൻ പോകുന്നത്. രാമായണം നമ്മളെ പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രായം +2 എന്ന് പഠിക്കുന്ന പ്രായം. +1 +2 കുട്ടിയുടെ പഠനത്തിൽ അച്ഛനമ്മയെ ശ്രദ്ധിച്ചാൽ ആ കുട്ടി വലിയ പരീക്ഷകളൊക്കെ പാസ്സാവും. ആ സമയത്ത് അവനെന്തിനും പഠിക്കാതിരിക്കോ ചേട്ടൻ ചിന്തിച്ച് വൈകി കുട്ടി പോക്കാണ്. +2 പഠിക്കുന്ന പ്രായത്തിൽ കള്ളുകൂടി കഞ്ചാവടി ഒന്നും പറ്റാതെ കുട്ടി അഭ്യസിപ്പിക്കണം. അങ്ങനെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് യുവരാജാവെ വായിക്കാൻ തുടങ്ങാം. അത് കൈകി മന്ത്രമെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കി ശ്രീരാമനെ കാട്ടിലയക്കണമെന്ന് പറഞ്ഞു. ശ്രീരാമനെ കാട്ടിലയക്കാൻ കൈകേയിക്കോ ദശരഥനോ എന്തെങ്കിലും അവകാശമുണ്ടോ? ഇല്ല. ദശരഥൻ ഹരിയാനയും പഞ്ചാബും പറ്റുന്ന രാജാവാണ്. ഇവിടെ ദത്ത് കയറിയതാണ്. ദത്ത് കയറിയ അയോധ്യയില് കൗസല്യക്ക് ജനിക്കുന്ന മക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ. കൈകേയിയുടെ മക്കൾക്ക് യാതൊരു അവകാശമില്ല. ഇംഗ്ലീഷിൽ പ്രധാന അയോധ്യ ദശരഥന്റെ ഫാദേഴ്സ് പ്രോപ്പർട്ടി അല്ല, എനിക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ. കൈകേയി പ്രശ്നം വെച്ചു. 14 വർഷം മന്ത്രിപ്പോണം. എന്താ കാര്യം? സക്സഷൻ ആക്ട് അനുസരിച്ച് 12 കൊല്ലം രാജാധികാരമില്ലാതായാൽ ആ ആൾക്കോ അയാളുടെ സന്തതിക്കോ ആ രാജ്യത്തിൽ രാജാധിപത്യത്തിൽ ഒരു പങ്കുമില്ല. അന്നുണ്ടായിരുന്ന നിയമം. അപ്പൊ 12 കൊല്ലത്തിൽ കൂടുതൽ ശ്രീരാമനെ കാട്ടിവിട്ടാൽ ശ്രീരാമന്റെ മക്കളൊന്നും അയോധ്യ ഭരിക്കാൻ പറ്റിയില്ല. പക്ഷെ ഭരതനെ വെട്ടി വീണില്ല. ശ്രീരാമന്റെ ചെരുപ്പുകൾ കൊണ്ടുവരുന്ന സിംഹാസനത്തിൽ വെച്ചിട്ട് നന്ദിഗ്രാമിൽ പോയി താമസിച്ചു ഭരതൻ. അതുകൊണ്ട് രാജാധിപത്യം തുറന്നതിനാൽ ശ്രീരാമൻ തിരിച്ചു വരാൻ പറ്റി. 14 വർഷത്തെ വനവാസം അങ്ങനെ കാട്ടിപ്പോയി. 14 വർഷം ഭരിച്ച് യുദ്ധമൊക്കെ ചെയ്ത് സീതാദേവി വീണ്ടെടുത്ത് തിരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ശ്രീരാമൻ 32ാമത്തെ വയസ്സിൽ ഭരിക്കാൻ തുടങ്ങാൻ. അപ്പോൾ ശ്രീരാമൻ ആദ്യം ചെയ്ത് എന്താണ്? ഒരു മന്ത്രിസഭ ഉണ്ടാക്കി. മന്ത്രി എന്നുള്ളതിന് രാമായണത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്ക് അമാത്യൻ. അമാത്യൻ 8 പേര് സിവിലിയൻ മന്ത്രിമാരായി. അനിയനായ ഭരതൻ പ്രധാനമന്ത്രിയായി, ലക്ഷ്മണൻ പ്രതിരോധ മന്ത്രിയായി, ശത്രുഘ്നൻ ധനകാര്യമന്ത്രിയായി, സുമന്ത്ര അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ മാറ്റങ്ങളുടെ സഹായിയായി. 8 സിവിലിയൻ മന്ത്രിമാരും വസിഷ്ഠനും വേറൊരു സന്യാസിയും പ്രീസ്ലി മിനിസ്റ്റർ 10 മിനിസ്റ്റേഴ്സാണ്. ആദ്യത്തെ മന്ത്രിസഭയോഗം തുടങ്ങാണ്. ശ്രീരാമൻ പറഞ്ഞു, അല്ലയോ മന്ത്രിമാരെ, എനിക്ക് അച്ഛൻ രാജ്യം ഭരിച്ച് എനിക്ക് പരിചയമില്ല. ഞാൻ 15 വയസ്സ് കഴിഞ്ഞപ്പം 2 കൊല്ലം വിശ്വാമിത്രനോട് മനസ്സിൽ പിന്നെ തിരിച്ചു വന്ന് 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും 14 മനസ്സിൽ അച്ഛൻ്റെ കൂടെ ഒന്ന് രാജ്യമാണ് പഠിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ മന്ത്രിസഭയോഗം കൂടുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറഞ്ഞാൽ നിങ്ങളോട് പറയണം. രാജാവേ, ഈ പറയുന്നത് തെറ്റാണ്. ഞാനൊരു അബദ്ധം ചെയ്യാൻ പോയാൽ, ഞാൻ അബദ്ധം ചെയ്ത ഒരുപാട് ജനങ്ങൾ പ്രജകൾ ചിലപ്പോൾ മരിച്ചു. നിങ്ങൾ പറയണം, രാജാവേ ഈ അബദ്ധം കാണിക്കരുത്, പ്രജകൾ പലരും മരിക്കും, പരിക്ക് പറ്റും. പറഞ്ഞാൽ അതിനാണ് നിങ്ങളെ മന്ത്രിമാരാക്കിയത്.
തെറ്റ് ചൂണ്ടിക്കാണില്ല. ഇപ്പോഴാണ് നരേന്ദ്രമോദി മന്ത്രിസഭയിലോ പിണറായി വിജയന്റെ മന്ത്രിസഭയിലോ എടുത്ത രാമമന്ത്രിയെ നിങ്ങൾ എതിർക്കാന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അവന്റെ മന്ത്രിസ്ഥാനം ബാക്കി ഉണ്ടാകില്ല. ശ്രീരാമൻ മന്ത്രിയോട് പറയുകയാണ്, എന്റെ തെറ്റുകളൊന്നും തിരുത്താൻ. ശ്രീരാമചന്ദ്രൻ രാമരാജ്യം ഉണ്ടാക്കി. എന്താണ് ഈ രാമരാജ്യം? രാമായണം വായിക്കണം, ശ്രീമദ് ഭാഗവതം വായിക്കണം, രാമരാജ്യം എന്താണെന്ന് മനസ്സിലാക്കും. മന്ത്രിസഭ കഴിയുമ്പോൾ രാജാവ് ചോദിച്ചു, മന്ത്രിയോട് എന്താ ചെയ്യേണ്ടി? അവരോട് കരം കൂട്ടണം. അതെന്താ? അത് അപ്പുറത്തെ രാജ്യത്തെ കരം വളരെ കൂടുതലാണ്, നമ്മൾ കുറവാണ്. ശ്രീരാമൻ ചോദിച്ചാൽ ജനങ്ങളോട് ചോദിക്കട്ടെ. ശ്രീമദോട് ജനങ്ങളോട് ചോദിച്ചു, ഇവിടെ കരം വളരെ കുറവായിരുന്നു. ജനങ്ങൾ ഒന്ന് കൊല്ലു രാജാവെ, അങ്ങയുടെ അപ്പൻ ദശരഥൻ ദേവാസുരക്തം നടത്തി രാജ്യം മുഴുവൻ കടം കയറി മുടിഞ്ഞു. ഞങ്ങൾക്ക് കൃഷി ചെയ്തിട്ട് കരമടച്ചിട്ട് ഒന്നും കിട്ടുകയില്ല. ഞങ്ങൾ കൃഷി ചെയ്യാതായിട്ട് കുറേ വർഷമായി. ഞങ്ങളുടെ കൃഷിഭൂമിയൊക്കെ പാറയായി കിടക്കുകയാണ്, പാറയായി. ശ്രീരാമൻ ആലോചിച്ചു, കരം കൂട്ടണമെന്ന് മന്ത്രിമാർ, കരം കുറയ്ക്കണമെന്ന് ജനങ്ങൾ. അതിനിടയ്ക്കൂടെ ശ്രീരാമൻ എക്കണോമിക്സിലെ ഒരു തത്വം പഠിപ്പിച്ചു, ഗോൾഡൻ മീൻ ഓഫ് ടാക്സേഷൻ. മാക്സിമം രാജാവിന് എത്ര ടാക്സ് ഈടാക്കാം? ശ്രീരാമൻ പറഞ്ഞു, 20% ഈസ് ടാക്സ്. നിങ്ങൾ കൃഷി ചെയ്ത് 100 പറ നെല്ലുണ്ടായാൽ 20 പറ നെല്ല് രാഷ്ട്രത്തിന് കൊടുക്കണം, 80 പറ നെല്ല് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച് 200 പറ നെല്ലുണ്ടാക്കി നിങ്ങൾ 40 പറ നെല്ല് രാജ്യത്തിന് കൊടുക്കണം, 160 പറ നിങ്ങൾക്ക് എടുക്കാം. 20% ടാക്സ് ആയപ്പോൾ ജനങ്ങൾ കൃഷി ചെയ്യാൻ തുടങ്ങി. അയോധ്യ സമ്പൽ സമൃദ്ധമായി, അയോധ്യ സസ്യശ്യാമളമായി ഉണ്ടായി. ഇതാണ് സംഭവിച്ചത്. ആ കഥ ഇന്ന് നമ്മളൊരു ബലാത്സംഗ കഥയായിട്ടാണ് അറിയപ്പെടുന്നത്. ഗൗതമന്റെ ഭാര്യ അഹല്യയെ ദേവേന്ദ്രൻ കണ്ണുപിടിക്കാൻ നോക്കി, ശപിച്ച് പാറയാക്കി. ശ്രീരാമൻ ചവിട്ട് കൊടുത്തപ്പോൾ അതിന് അഹല്യ പുറത്തു വന്നു. വ്യംഗ്യാർത്ഥത്തിൽ സംസ്കൃതത്തിൽ പറഞ്ഞ കഥയാണ്. വ്യംഗ്യാർത്ഥം മനസ്സിലാവാത്ത ഏതോ ഹോട്ടൽ അതിനെ ബലാത്സംഗ കഥയായിട്ട് മാറ്റിക്കളഞ്ഞു. നിങ്ങൾ രാമായണം വായിക്കുമ്പോൾ അഹല്യ പാറയായതോ ചോദിച്ചിട്ടുണ്ടാവും. അഹല്യ ഒരു മേഘരൂപിയായിരുന്നു. പെട്ടെന്ന് നമുക്ക് കാണാമൊക്കെയാണ്. ശ്രീരാമൻ നടന്നു കയറിയത് മേഘത്തിൽ തൊട്ടപ്പോൾ അഹല്യയെ കാണപ്പെടാവുന്നതായി. രാമായണത്തിന്റെ കഥ. രണ്ടാമത്തെ കഥ, അഹല്യയെ അവൾ ആഗ്രഹിക്കുന്നത് മാത്രമേ കാണാൻ പറ്റുന്നില്ല. പക്ഷെ ശ്രീരാമൻ വന്ന് കയറിയപ്പോൾ തന്നെ ശ്രീരാമൻ അഹല്യയെ കാണാതെ. അത്ര മാത്രമേ ഉള്ളൂ രാമായണത്തിലെയും പുരാണങ്ങളിലെയും കഥ. അതിനെ നമ്മളങ്ങോട്ട് കഥയുണ്ടാക്കി. അഹല്യ എന്ന് പറഞ്ഞാൽ കല്യം ചെയ്യപ്പെടാത്ത ഭൂമി, കല എന്ന് പറഞ്ഞാൽ കലപ്പ, കലപ്പോട്ട് ഉഴുതു മറിക്കാത്ത ഭൂമി എന്നാണ് അഹല്യ എന്ന വാക്കിന്റെ അർത്ഥം. ഗൗ എന്ന് പറഞ്ഞാൽ ഭൂമി, അതേ വാക്കിനാണ് പശുവും വരുന്നത്. ഗൗതമൻ ഭൂമിയുടെ ഉടമസ്ഥനായ കർഷകൻ. ഉഴുതു മറിക്കുക, കലവും കല്യം ചെയ്യാത്തതിനാൽ അഹല്യയായി ഉഴുതു മറിക്കാത്ത ഭൂമിയെ അവിടെ കിടന്നു. ദേവേന്ദ്രൻ മഴയുടെ ദേവനാണ്. മഴ പെയ്ച്ചോണ്ട് ഇടി പെയ്ച്ചോണ്ട് ഒന്നും സംഭവിച്ചില്ല. അതാണ് ദേവേന്ദ്രൻ കണ്ടുപിടിക്കാൻ ശ്രമിച്ചതായി. അവിടെ ത്രേതായുഗത്തിൽ ശ്രീരാമൻ വന്ന് തന്റെ അഗ്രികൾച്ചർ പോളിസിയിലൂടെ മണ്ണ് ഉഴുതങ്ങോട്ട് മറിച്ചപ്പോൾ സമ്പൽ സമൃദ്ധമായ അയോധ്യ ഉണ്ടായി. 20% ടാക്സ് ആണെന്ന് കൊണ്ടപ്പോൾ അയോധ്യ സമ്പൽ സമൃദ്ധമായി. ഇതാണ് സംഭവം. അതിനാണ് ബലാത്സംഗ കഥയാക്കി മാറ്റുന്നത്. അമ്പലപ്പുഴയിൽ ചിത്രരാമായണം വായിച്ചു. 1000 ചിത്രങ്ങളുടെ രാമായണ കഥ വായിച്ചു. അവിടെ ശ്രീരാമൻ പാറയെ ചവിട്ടുന്നില്ല. മര്യാദ പുരുഷോത്തമനായ ശ്രീരാമൻ ഒരു സ്ത്രീയെ പാറയെ കിടക്കുമ്പോൾ ചവിട്ടാൻ പാടില്ല. അതുകൊണ്ട് ശ്രീരാമൻ വലത്തെ കാലൊന്ന് പൊക്കി ഇടത്തെ കൈ കൊടുത്ത തറയെ തട്ടിയത് കാൽ തട്ടിയപ്പം കുറെ മണത്തിരി ആ പാറയിലേക്ക് വീഴുകയും അവിടുന്ന് അഹല്യ പുറത്തോട്ട് വരികയുമാണ്. ചിത്രരാമായണം ഇന്ന് കേരള യൂണിവേഴ്സിറ്റി പുസ്തകമൊക്കെ പബ്ലിഷ് ചെയ്ത് ഞാൻ 1000 പുസ്തകം വായിച്ചിട്ടുണ്ട്. 1000 ചിത്രങ്ങളെ രാമായണം വച്ചിരിക്കുകയാണ്. ശ്രീരാമൻ പാറ ചവിട്ടുന്നില്ല. മലയാള സിനിമയിൽ പാട്ടായി. സീതാദേവി സ്വയംവരം ചെയ്തൊരു ത്രേതായുഗത്തിലെ ശ്രീരാമൻ കാൽമുന്ന് കൊണ്ടുവന്ന് തൊട്ടപ്പോൾ തന്നെ കാട്ടിലെ കല്ല് മൂവിയെ ചവിട്ടിയോ ഇല്ല, തൊട്ടതയോ. മലയാളിയുടെ സ്ത്രീ സംരക്ഷണ നിയമമാണ് ഈ 2 പാട്ടിലും കാണുന്നത്. അപ്പോൾ പാറയെ കിടന്ന അയോധ്യയെ സമ്പൽ സമൃദ്ധമായ അയോധ്യയാക്കി മാറ്റി. ഹിന്ദു രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ചപ്പോൾ ടാക്സ് 20%. മുസ്ലിം സുൽത്താന്മാർ ഭരിക്കാൻ വന്നു 36%. മുഗളന്മാർ ഭരിക്കാൻ വന്നു 46%. ബ്രിട്ടീഷുകാർ ഭരിക്കാൻ വന്നു 58%. ലോകത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഇന്ത്യ ദരിദ്ര രാഷ്ട്രമായി മാറി. 190 വർഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ടാക്സ് 77%, പിന്നെ 40% കുറച്ചു. 1997 ഡ്രീം ബഡ്ജറ്റിൽ ചിദംബരം 30% കുറച്ചു. ഇപ്പോഴും ശ്രീരാമൻ ഉണ്ടാക്കിയ 20%
10% മുകളിലാണ് ടാക്സ്. നിങ്ങൾ ഞാൻ 100 രൂപ ഉണ്ടാക്കിയാൽ നമ്മുടെ കയ്യിൽ എത്ര രൂപ കിട്ടും? 22 രൂപ കിട്ടും. 30% ഇൻകം ടാക്സ്, 18% GST, പിന്നെ 34 രൂപയുടെ പെട്രോൾ നമ്മൾ 106 രൂപ, 28 രൂപ ഡീസലിന് 96 രൂപ, പിന്നെ സംസ്ഥാന ഗവൺമെൻറ് ടാക്സ്, സ്പെഷ്യൽ ടാക്സ്, ബിൽഡിംഗ് ടാക്സ്, വെഹിക്കിൾ ടാക്സ്, ഇങ്ങനെ ടാക്സ് എല്ലാം കൂടെ കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ 100 രൂപ ഉണ്ടാക്കിയാൽ നമുക്ക് കിട്ടുന്നത് 22 രൂപ. 78% ടാക്സ്. ഇന്ത്യ രക്ഷപ്പെടുവോ? ഇന്ത്യ രക്ഷപ്പെടുകയില്ല. ശ്രീരാമൻ ഉണ്ടാക്കി 20% ടാക്സ് ഇന്ത്യ പോകാതെ ഇന്ത്യ രക്ഷപ്പെടുകയില്ല. അതാണ് രാമരാജ്യം. ശ്രീരാമൻ നിയമം ഉണ്ടാക്കി. റോഡ് സൈഡിൽ വസ്തുവുള്ള ആരും മതിൽ കെട്ടാൻ പാടില്ല. റോഡ് സൈഡിൽ പൂക്കൾ വിരിയുന്ന ചെടികൾ ഇങ്ങനെ വെച്ചുകൊടുക്കുകയാണ്. റോഡിലൂടെ നടന്നു വന്നാൽ 2 സൈഡിൽ നോക്കുമ്പോൾ നല്ല പൂക്കൾ ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. പൂക്കളെ കണ്ട് അതിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് സുഗന്ധം ശ്വസിച്ചുകൊണ്ട് ആളുകൾക്ക് അയോധ്യയിലൂടെ നടക്കാനാണ്. അയോധ്യയിൽ ആര് നടന്നാലും പൂക്കൾ കണ്ട് സുഗന്ധം ശ്വസിച്ച് നടക്കാൻ. അതാണ് അശോക ചക്രവർത്തി പൂക്കളൊന്നും മരം മാത്രമല്ല തണൽ വേണ്ട മരമാണെന്ന് പറഞ്ഞു. അന്ന് ഈ കാറ് സ്കൂട്ടറൊന്നുമില്ല, നടന്ന് പോയ പറ്റുള്ളൂ. അപ്പോൾ തണൽ കിട്ടണം, അതിന് മരം വെച്ചുപിടിപ്പിച്ചു. ഇങ്ങനെ റോഡുള്ള മരമെല്ലാം വെച്ചുപിടിപ്പിച്ച് ഇപ്പം കാറിന് അവിടെ ലോറിടുമ്പോൾ ബസ്സിന് കിട്ടുന്നു. ബസ് ഈ മരം ഒടിഞ്ഞ് വീണ് എത്ര ചപ്പ്, എത്ര വണ്ടി ഇല്ലാതായി. ശ്രീരാമിന് മരമൊക്കെ പറഞ്ഞാണ് പൂക്കളുണ്ടാകുന്ന ചെടിയെന്ന് മാത്രം. ശ്രീരാമചന്ദ്രൻ ഭഗവാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരുത്തൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ റോഡിൽ വേസ്റ്റ് കണ്ടാൽ അത് 90 ദിവസത്തേക്ക് അവൻ്റെ ജോലി. അവൻ്റെ വീട്ടിൽ 90 രൂപ വലത്തോട്ടോ 90 രൂപ ഇടത്തോട്ടോ വേസ്റ്റ് കൂടുന്ന അവൻ്റെ ജോലിയാണ്. ഇന്ന് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല, പക്ഷെ വേസ്റ്റ് ഇടാം. ഇവിടെ എല്ലാവരും കൂടെ 5 മണിക്ക് എഴുന്നേക്കും. അവൻ്റെ ശത്രുക്കളെല്ലാം വേസ്റ്റ് കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇവൻ 90 ദിവസം വേസ്റ്റ് പോലെ. അപ്പം അവൻ്റെ ശത്രുക്കളുണ്ടല്ലോ, അവൻ ആരെങ്കിലും വേസ്റ്റ് കൊണ്ടിട്ടുണ്ടോ അറിയാമെങ്കിൽ 5 മണിക്ക് എല്ലാം ക്ലീൻ ചെയ്തത്. ഇല്ലെങ്കിൽ 90 ദിവസം മുണ്ടും മടക്കി കുത്തി വേസ്റ്റ് ഇടാൻ്റെ ഗതികളിലേക്ക് എത്തും. കാരണം അയോധ്യയിലെ തെരുവീതിയിൽ വേസ്റ്റ് എന്ന സാധനം കാണാറില്ല. കംപ്ലീറ്റ്ലി ക്ലീൻ. അയോധ്യയിലെ ചരയു നദിയിൽ ഇറങ്ങി നോക്കിയാൽ കരയ്ക്ക് നിന്നാൽ വെള്ളത്തിനടിയിലെ ചരലിൽ എണ്ണമായിരുന്നു രാമായണത്തിൽ പറയുന്നത്. നദിയിൽ വേസ്റ്റ് ഇടാൻ പറ്റിയ വേസ്റ്റ് ഇട്ടാൽ അതിൻ്റെ ഇടപാട് കഴിച്ചു. നദി ശുദ്ധമായിരിക്കണം, വെള്ളം ശുദ്ധമായിരിക്കണം. ഉള്ളൊരു പേപ്പറിൽ ഫാക്ടറി ഉണ്ടാക്കി. പേപ്പറിലേക്ക് പത്രം അച്ചടിക്കാൻ പറ്റുമോ? പറ്റില്ല. പുസ്തകം അച്ചടിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ വേസ്റ്റ് ഉണ്ടാക്കുന്ന കമ്പനി വിഷം കല്ലറയോട് തുറന്നു കൊടുത്തു. ശുദ്ധമായി കണ്ണീര് പോലുണ്ടായിരുന്ന കല്ലറ നദി വിഷലിപ്തമായി. ഈ ചക്രവും പാടി കല്ലട ഒഴുകുന്നു, വിഷലിപ്തമായി. സഹാക്കന്മാർ തമ്മിൽ അത് കൂട്ടി. അതുകൊണ്ട് കല്ലടയാർ വിഷം. ശ്രീരാമന്റെ കാലത്തുണ്ടല്ലോ, ചാരയോ നദിയിൽ വേസ്റ്റ് ഇട്ടാൽ അവനെ ജയിലിൽ കിടന്ന ഇടപാടുകൾ. ഇങ്ങനെ 24 നടപടികളിലൂടെ സംക്ഷിപ്തമായ ഭരണം എന്താണെന്ന് ശ്രീരാമൻ പഠിച്ചു. അതാണ് രാമരാജ്യം. ഈ രാമനെ ഇല്ലാതാക്കാൻ വേണ്ടി BC 186 അശോക ചക്രവർത്തിയുടെ കൊച്ചുമോൻ ബൃഹത്തിനെ കൊന്ന ശേഷം ഒരു ഭരണാധികാരിയുണ്ട്, പുഷ്യപ്രസംഗൻ. അവൻ രാമായണത്തിൽ ഇല്ലാത്ത രാമായണം ഉണ്ടാക്കി. ഉത്തര രാമായണം, വാൽമീകി രാമായണം എഴുതി. ഇതെല്ലാം കഴിഞ്ഞ് സീതാദേവി കൊണ്ടുവന്നു അയോധ്യയിൽ. ശ്രീരാമനും സീതയും ദീർഘകാലം ഭരിച്ചു വസിച്ചു എന്ന് മാത്രമേ ഉള്ളൂ രാമായണം. അവിടെ വാൽമീകി നിർത്തി. അത് കേട്ട് ഉത്തരരാമായണം എഴുതി. സീതാദേവി രാവണന്റെ മോളായിരുന്നു. ഒന്ന് കുറ്റിടാൻ പറഞ്ഞ് കൊണ്ടിട്ട് കുറ്റിയുടെ സ്ഥലത്ത് ജനകനെ കൊണ്ട് തൊഴിൽ മാത്രം ഇതിനെ കൈകിട്ടി. സീതാദേവിയുടെ ചാരിത്രസം സീതാദേവി ഉപേക്ഷിച്ചു. സീതാദേവിയെ കാട്ടിക്കൊണ്ട് കളഞ്ഞു. അവിടെ വാൽമീകിയുടെ ആശ്രമത്തിൽ വന്ന് കയറി അവിടെ താമസിച്ചു. ലവനും കുശനും അവിടെ ജനിച്ചു. ലവനും കുശനും ശ്രീരാമനെ തോപ്പിച്ചു. ശംഭു ഋഷി തപസ് ചെയ്തപ്പോൾ അവൻ സൂതനായി തന്നെ കരുത്ത് കെട്ടി. ശുദ്ധ അസംബന്ധം. ശ്രീരാമനോ വാൽമീകിയോ സ്വപ്നം പോലെ കാണാത്ത കാര്യങ്ങൾ രാമായണമാണെന്ന് ജനം വിശ്വസിക്കുകയും അമ്പലങ്ങളിൽ പോലും ആളുകൾ പ്രസംഗിക്കുകയും ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു സംഭവമേ ഇല്ല. സീതാദേവി ഉപയോഗിച്ചിട്ടില്ല. അവിടെ കിടന്ന് ആശ്രമത്തിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടില്ല. ഞാൻ വനിതാ കമ്മീഷൻ ഡയറക്ടർ. ഒരു 10 പേരുടെ വഴക്കായി. ഞാനിങ്ങനെ സോളിൽ സുഹൃത്തിക്കാൻ വേണ്ടി മനസ്സിലായി ഭാര്യ ഗർഭിണിയാണ്. ഞാൻ ഈ 10 ചോദിച്ചു, പക്ഷെ നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് ചോദിച്ചപ്പോൾ നീ ഈ സമയത്ത് അവർ ഉപേക്ഷിക്കാവോ? അവരെന്നോട് ചോദിച്ചു, സാറ് രാമായണം വായിച്ചല്ലോ സാറേ, ശ്രീരാമൻ ഗർഭിണിയായ ഭാര്യ കാട്ടിക്കളും ഞാൻ സാറേ എന്റെ ഭാര്യ മക്കളിൽ നിയമിച്ചില്ലേ?
ഇവിടെ അവൻ പോക്കട്ടർ കാണിക്കാൻ വേണ്ടി ന്യായീകരിക്കാൻ വേണ്ടി ശ്രീരാമനൊക്കെ ഒന്ന് ഉദ്ധരിക്കുക. ശ്രീരാമൻ അതിനെ കഴിഞ്ഞ ഉത്തരമായിട്ട് ചേർത്ത ഓരോ ഉയരക്കൾ. അപ്പൊ അതുകൊണ്ട് ശ്രീരാമൻ എന്ന് പറഞ്ഞ ഐഡിയ റൂളർ എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് ഏഴാമത്തെ അവതാരം. എട്ടാമത് ബലരാമൻ, ശ്രീകൃഷ്ണ ജ്യേഷ്ഠൻ. ബലരാമൻ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദ്വാരകയുടെ പടം വഴി കുശസ്ഥലിയിലെ രാജാവ് രേവന്തൻ, 3 ആൺമക്കളും ഒരു മകൾ ദേവതി. ഈ ദേവതി ആനെ കൊണ്ട് കെട്ടുക. ദേവന്തൻ പോയി ബ്രഹ്മാവിനോട് സംശയം ചോദിച്ചു. ബ്രഹ്മ പറഞ്ഞു, ഭഗവാൻ വിഷ്ണു ഭൂമിയിൽ അവതരിച്ചിട്ടുള്ള ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തിന് ചേട്ടനുണ്ട്, അവനെ കൊണ്ട് കെട്ടിക്കാമോ? നമ്മളൊക്കെ എടുക്കാൻ അതൊക്കെയാണ് ഡോക്ടറിന്റെ പോകും. ഇയാൾ പോയത് ബ്രഹ്മാവിന്. അങ്ങനെ ദേവന്തൻ മകൾ ദേവതിയെ ബലരാമനെ കല്യാണം കഴിച്ചു. അതിൽ രാജ്യം 4 വിഭജിച്ചു. 3 ആമക്കൂർ വീതം കൊടുത്തു, മകൾക്കൂർ വീതം കൊടുത്തു. രേവതി ആ സ്ഥലത്ത് ബലരാമനെ കൊണ്ടുവന്നു. ബലരാമൻ പറഞ്ഞു, അനിയനോട് നീയും വരാമോ? ശ്രീകൃഷ്ണൻ ബലരാമനെ കൂടി അവിടെ എത്തി ഒരു ഭരണക്രമം സ്റ്റാർട്ട് ചെയ്യുകയാണ്. വെളിപ്രദേശമാണ്. അപ്പം ശ്രീകൃഷ്ണൻ ബലരാമൻ എന്ത് ചെയ്തു? 25 മീറ്റർ പൊക്കത്തിലൊരു പടസ്ഥലമുണ്ടായി. അവിടെ ഒരു കോട്ട പണിഞ്ഞു. അപ്പോൾ സാധാരണ കോട്ടയ്ക്ക് ഒരു ഗേറ്റേ ഉള്ളൂ. ശ്രീകൃഷ്ണൻ പറഞ്ഞു, അഷ്ടദിക്പാലകന്മാർ 8 പേർക്കും 8 ഗേറ്റ് വെച്ചുണ്ടാക്കണം. അത് 64 ഗേറ്റ്. 64 ഗേറ്റുള്ള കോട്ടയായതുകൊണ്ട് അതിനെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ സംസ്കൃതം ദ്വാരം. 64 ദ്വാരങ്ങളാണ്. അപ്പോൾ 64 ദ്വാരങ്ങളിൽ ഗേറ്റ് ഉള്ളതുകൊണ്ട് അതിന് സിറ്റി ഓഫ് ഗേറ്റ്സ്, ദ്വാരങ്ങളുള്ള പട്ടണം. 64 ദ്വാരമുള്ള പട്ടണമായതുകൊണ്ട് അതിന് ദ്വാരക എന്ന് വിളിച്ചു. ആ ദ്വാരക ഭരിക്കാൻ ബലരാമൻ ശ്രീകൃഷ്ണൻ രാജാവായോ? ഇല്ല. കിരീടം വെച്ചോ? ഇല്ല. ഭാര്യ വീട്ടിൽ വന്നതാണ് ബലരാമൻ, കൂടെ വന്നാണ് ശ്രീകൃഷ്ണൻ. അവിടെ തരിശായി കിടന്നു. അവിടെ ബലരാമൻ എന്ത് ചെയ്തു? കരപ്പെയ്യ ആളാണ് ബലരാമൻ. കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പടമാണ് കരപ്പെയ്യ കർഷകൻ. അപ്പുറത്തുനിന്നല്ല ബലരാമൻ ഈ കരപ്പ ഉപയോഗിച്ച് ദ്വാരകയുടെ ചുറ്റുള്ള ഭൂമി വീട് മറിച്ചു. അവിടെ സമ്പൽ സമൃദ്ധമായ ഒരു കാർഷിക സംസ്കാരം ബലരാമൻ ഉണ്ടാക്കി. ഇതാണ് ദ്വാരകയുടെ സൃഷ്ടി. ആ ദ്വാരകയിലാണ് ചരിത്രത്തിൽ ആദ്യമായി ഡെമോക്രസി, ജനാധിപത്യം ഉണ്ടായത്. നിങ്ങളെ എന്നെ 5ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഗ്രീസിലെ ഏതൻസിൽ ജനാധിപത്യം ഉണ്ടായിരുന്നു. ശുദ്ധ ഉയരക്കെട്ടാണ്. അവിടെ ആകെ 8% വോട്ടുള്ളൂ. സ്ത്രീകൾക്ക് വോട്ടില്ല, അടിമകൾക്ക് വോട്ടില്ല, യൂണക്സിന് വോട്ടില്ല. എല്ലാം കൂടെ 8% വോട്ട് ചെയ്യണം. ജനാധിപത്യമാണ്, ഓലിഗാർക്കി. ശ്രീകൃഷ്ണൻ ബലരാമനും കൂടി ചരിത്രത്തെ ഈ ഇലക്ഷൻ നടക്കും. ജനാധിപത്യപരമായ ഇലക്ഷൻ. അയോധ്യയിലെ ദ്വാരകയിലെ ജനങ്ങൾ 36 ജനപ്രതിനിധികളെ തെരഞ്ഞെടുത്തു. ആ ജനപ്രതിനിധി സഭയെ ശ്രീമദ് ഭാഗവതത്തിൽ പേര് വിളിച്ചിട്ടുണ്ട് ദാസാഹി. ദാസന്മാർ അർഹരായവരെ തെരഞ്ഞെടുത്ത പാർലമെന്റ്. ദ ഫസ്റ്റ് പാർലമെന്റ് ഇൻ ദ വേൾഡ്. ലോകത്തിൽ അദ്ദേഹം ജനാധിപത്യം ഉണ്ടായ ശ്രീമദ് ഭാഗവത്തിലാണ്. ദ്വാരകയിലാണ് ആദ്യത്തെ ജനാധിപത്യ ഇലക്ഷൻ. മുഴുവൻ അവർസ് വോട്ട് ചെയ്തു. ദാസാഹി മീറ്റിംഗ് കൊടുത്തു. എല്ലാവരും ശ്രീകൃഷ്ണൻ അവിടെ പോയി ചർച്ചയെല്ലാം കേട്ട ശേഷം ശ്രീകൃഷ്ണൻ പറയും, 3ാമത്തെ പറഞ്ഞു കറക്റ്റ് അതെന്ന പാട്ട്. അങ്ങനെ ദ്വാരകയിലെ ദാസാഹി അല്ലെങ്കിൽ പാർലമെന്റ് അവിടെ തീരുമാനമെടുത്തു. ഒരു ഏറ്റവും ആദ്യം തീരുമാനം എന്ന് പറയുമോ? പ്രൊഹിബിഷൻ, മദ്യ നിരോധനം. ലോകത്താദ്യം ഉറപ്പാക്കിയ ദ്വാരകയിലാണ്. ഭഗവാൻ ബലരാമനെ പോയി അങ്ങനെ 10 പരിഷ്കാരം നടത്തി. അങ്ങനെ ഒരു കാർഷിക സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷനിലെ കാർഷിക സംസ്കാരം പോലെ വലിയൊരു സംസ്കാരം പടുത്തുയർത്തി ദ്വാരകയിൽ. പ്രഭുഭൂഷൺ ഉൾപ്പെടെ ദ്വാരക ചെയ്ത ഭരണപരിഷ്കാരങ്ങൾ ഭാഗവതം വായിച്ചു മനസ്സിലാക്കണം. അപ്പോഴേ മനസ്സിലാവും. അതങ്ങോട്ട് കഴിഞ്ഞാൽ 9ാമത്തെ അവതാരം, പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട കുറേയേറെ പാഠമാണ്. ശ്രീകൃഷ്ണൻ 8 വയസ്സ് വരെ ബാലവാടിയിലായിരുന്നു. 8ാമത്തെ വയസ്സിൽ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് പോയി. 18 വയസ്സായപ്പോൾ വൃന്ദാവനം വിട്ടിട്ട് മധുരയിൽ വന്ന കംസനെ കൊന്നിട്ട് മുത്തച്ഛനെയും അച്ഛനെയും ഒക്കെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ നേരെ ദ്വാരകയിൽ പോയി. ബാലവാടിയിൽ നിന്ന് വൃന്ദാവനത്തിൽ പോയ ശ്രീകൃഷ്ണൻ ഒരിക്കൽ പോലും ബാലവാടി കുറിച്ചുമില്ല. വൃന്ദാവനത്തിൽ നിന്ന് മധുരയിൽ പോയ ശ്രീകൃഷ്ണൻ ഒരിക്കൽ പോലും വൃന്ദാവനം തിരിച്ചു പോയില്ല. മധുരയിൽ നിന്ന് ദ്വാരക പോയ ശ്രീകൃഷ്ണൻ ഒരിക്കൽ പോലും മധുര തിരിച്ചു പോയില്ല.
ശ്രീകൃഷ്ണൻ നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്? നെവർ ഗോ ബാക്ക്വേർഡ്, ഗോ ഫോർവേഡ്. മനുഷ്യന്റെ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടോ? അവൻ നെവർ ലിവ് ഇൻ ദ പാസ്റ്റ്. 5ാം ക്ലാസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് 7ാം ക്ലാസ്സിൽ ടീച്ചർ ചൂരോടെ ഒരു അടിയടിച്ചു, മറ്റേ കസ്റ്റമറിന് അത് ചെയ്തു, ഇത് ചെയ്തു. ഇതും ജീവിതത്തിൽ വിജയിക്കോ? ഇല്ല. നെവർ ലുക്ക് ബാക്ക്വേർഡ്. ശ്രീകൃഷ്ണൻ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠമാണ്. നെവർ ഓൾവേസ് ലുക്ക് ഫോർവേഡ് ആൻഡ് ഗോ. വിക്ടറി വിൽ ബി യുവേഴ്സ്. സത്യസായി ബാബ നമ്മളെ പഠിപ്പിച്ച പാഠമാണ്. നെവർ ലിവ് ഇൻ ദ പാസ്റ്റ്, നെവർ ലിവ് ഇൻ ദ ഫ്യൂച്ചർ. നാളെ ഇത് ചെയ്യണം, മറ്റന്നാൾ ഇത് ചെയ്യണം. ലീവ് എവറി ഡേ. സത്യസായി പറയുന്നത് നമ്മൾ ലോകത്തിൽ പഠിപ്പിക്കുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. വളരെ ഭംഗിയായി. He never looked back. He went only one side. ഭഗവാൻ കൃഷ്ണൻ ബാലവാടിയിൽ നിന്ന് വൃന്ദാവനത്തിലേക്ക് വരികയാണ്. വരുമ്പോ അവിടെ വെള്ളമില്ല, ചെടികളെല്ലാം കരിഞ്ഞു കിടക്കുകയാണ്. അവിടെ ഗോവർദ്ധനത്തെ ഉദ്ധരിച്ചു. ചില അമ്പലത്തിൽ ഭഗവാൻ ഇങ്ങനെ വെള്ളക്കൈ ഇങ്ങനെ പർവ്വതം പൊക്കി വെച്ചിരിക്കുകയാണ്. ഇന്നാളൊരു സ്ഥലത്ത് നിന്ന് കുഞ്ഞു വിരളിൽ ഗോവർദ്ധനം പൊക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ഈ ഗോവർദ്ധനത്തിൽ പോയി. എന്താണ് ഈ ഗോവർദ്ധനത്താൽ? ഗോവർദ്ധനം 8 കിലോമീറ്റർ നീളം, 4 കിലോമീറ്റർ വീതിയുള്ള 32 ചതുരശ്ര മീറ്റർ കിടക്കുന്ന ഒരു ഭയങ്കര മലയാണ്. ആ മലയുടെ ചുറ്റും വരണ്ട ഭൂമി, നെല്ലും പുല്ലെല്ലാം കരിഞ്ഞു കിടക്കാണ്. ഭഗവാൻ കൃഷ്ണൻ പശുക്കളെ കൊണ്ട് വന്നപ്പോൾ അവിടെ തിന്നാനൊരു വകയില്ല. മഴ പെയ്ച്ചേ പറ്റുള്ളൂ. 2 രീതിയിൽ മഴ പെയ്ക്കാം. ഒന്ന് ലോകപാതം ചെയ്ത പരിപാടിയാണ്. 41 ദിവസം ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആയിരക്കണക്കിന് സന്യാസിമാരെ വിളിച്ചിട്ട് ഭയങ്കര യാഗം നടത്തി അവസാനം ദൈവത്തിന് മഴ പെയ്ച്ചു. ഇത് ഭഗവാൻ കൃഷ്ണൻ ചെയ്യാൻ സാമ്പത്തികമില്ല. ഭഗവാൻ കൃഷ്ണൻ എന്തെന്നറിയാമോ? നെഗറ്റീവ് ബ്ലഡ് സ്വീകരിച്ചു. ഇനി ഓരോരുത്തരും ദൈവത്തിനെ പൂജിക്കാൻ പാടില്ല. നമ്മുടെ വല്യപ്പൻ്റെ വല്യമ്മയുടെ മണം വെച്ച് നമ്മൾ പൂജിക്കും. ദൈവം ദേഷ്യം. കാണിച്ചു തരാം. ഭയങ്കരമായ 5 മിനിറ്റോട് ഭഗവാൻ കാര്യം സാധിച്ചു. 40 ദിവസം യാഗം ചെയ്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ആയിരക്കണക്കിന് സന്യാസിമാരെ വിളിച്ച് തീറ്റിയും പശുവിനെ കൊടുത്തിട്ട് ലോകവാദമുണ്ടാക്കിയ മഴ ഭഗവാൻ കൃഷ്ണൻ 5 മിനിറ്റിൽ കാരണം സോൾവ് ചെയ്തു. നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് മതം. ഭാഗവത് വായിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി നടപ്പാക്കി. പോലീസ് സ്റ്റേഷനിൽ ഒരു SI മഹാശല്യം 2 തവണ PhD എഴുതി ഇവനെ ഒന്ന് ട്രാൻസ്ഫർ തരണം. ഡിഗ്രി കാരണത്തില്ല. 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഭാഗവത ടെക്നിക്ക് ഉപയോഗിച്ചു. ഈ SI ഇല്ലാതെ പോലീസ് സ്റ്റേഷനുകൾ നടക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് റിട്ടയർമെന്റ് വരെ ഈ SI ഒന്നും മാറ്റാൻ പാടില്ല. ചെപ്പം കഴിച്ചു അങ്ങനെ ഇട്ടു. അടിയുടെ എടുത്തിട്ട് നേരെ SI എടുത്ത് തൃശ്ശൂർ ട്രാൻസ്ഫർ ചെയ്തു. അതോട് മാറ്റാൻ എനിക്ക് ടെക്നിക്ക് മനസ്സിലായത് കേട്ടോ. പോസിറ്റീവ് മെത്തഡുണ്ട്, നെഗറ്റീവ് മെത്തഡുണ്ട്. 5 മിനിറ്റ് കാലം സാധിച്ചു. ഭഗവാൻ മഴ പെയ്ക്കാൻ പറയും. മഴ പെയ്ച്ച് കഴിഞ്ഞപ്പോൾ ഈ മഴ ഒഴുകി വരുന്ന വെള്ളം മുഴുവൻ ഈ ഗോവർദ്ധന ചുറ്റും ഭഗവാൻ 64 കുളങ്ങൾ പോയി. 64 കുളങ്ങൾ കുഴിച്ചിട്ട് ആ കുളത്തിൽ വീഴുന്ന വെള്ളം പരസ്പരം കണക്ട് ചെയ്തു. 64 ചതുരശ്ര കിലോമീറ്റർ ഈ ചാലുകൾ വെട്ടി വെള്ളം എത്തിച്ചു. അതുകൊണ്ട് ഇന്നുണ്ടായി വൃന്ദാവനത്തിൽ ഇഷ്ടം പോലെ പുല്ലങ്ങോട്ട് വളർന്നു തുടങ്ങി. കൃഷി അങ്ങോട്ടുണ്ടായി. പശുക്കളുടെ എണ്ണം വർദ്ധിച്ചു. അതാണ് ഗോവർദ്ധനം. ഗോക്കളുടെ പശുക്കളുടെ എണ്ണം വർദ്ധിച്ചു. ഗോവർദ്ധനം എന്നതിന് പേര് വന്നു. അപ്പോൾ ഗോവർദ്ധനം ഉദ്ദേശിച്ചത് കൈകൊണ്ട് പൊക്കിയതാണോ? അല്ല. എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഗോവർദ്ധനോദ്ധാരണം എന്ന് പറഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഗോവർദ്ധനം. അതാണ് ഭഗവാൻ ചെയ്ത ഗോവർദ്ധനം എന്ന് പറയുന്നത്. ഞാൻ ഗോവർദ്ധനത്തിൽ പോയി ഭഗവാന്റെ ഈ പണികളെല്ലാം കാണാൻ കുളങ്ങളെല്ലാം കണ്ടു. വെള്ളം ചാലി വെട്ടിയതും 64 ചതുരശ്ര പകുതി പാർട്ടി ഞാൻ കണ്ടു. കേരളത്തിനോട് എനിക്കായതുകൊണ്ട് നമ്മുടെ ഈ സസ്യശ്യാമമായ പ്രകൃതി സുന്ദരമായിട്ട് കണ്ടു. ഞാൻ മല കയറി മേടിച്ചത് അവിടെ സ്വർണം പൂശിയൊരു ക്ഷേത്രം. ഒരു 100 മീറ്റർ താഴെ വന്നപ്പോൾ വെള്ളി പൂശിയൊരു ക്ഷേത്രം. കുറച്ചുകൂടെ താഴെ വന്നപ്പോൾ ചെമ്പ് പൂശിയൊരു ക്ഷേത്രം. പിന്നെ താഴെ ഇരുമ്പ് പൂശിയൊരു ക്ഷേത്രം. 7ാമത്തെ ക്ഷേത്രം തടി. 8ാമത്തെ ക്ഷേത്രം വേറൊരു കളിമണ്ണ്. ഞാൻ ഇന്നറിയാം. ഞാൻ DOS കൂടെ വന്നത് ആ പൂജാരിയെ വിളിക്കാം. ഞാൻ പൂജാരിയെ വിളിച്ചിട്ട് എന്തതിൻ്റെ അർത്ഥം? പൂജാരി പറഞ്ഞു, സാറിപ്പോൾ ഐഡിയല്ലേ, സാറാ മേളിൽ തലേ തൊപ്പി സ്റ്റാറൊക്കെ വെച്ച് കാറൊക്കെ പോകുമ്പോൾ സാറ് പോകുന്നു തോന്നലല്ലേ? അതാണ് സ്വർണ്ണം കുറിച്ച് ക്ഷേത്രം. കുറച്ച് കഴിഞ്ഞ് സാറിനെ ഒരു പവറും ഇല്ലാത്തൊരു കോർപ്പറേഷനിലൂടെ ട്രാൻസ്ഫർ ചെയ്യും. പോലീസും ഇല്ല, തൊപ്പിയില്ല, ഒന്നുമില്ല. അതാണ് വെള്ളി കുറിച്ച് ക്ഷേത്രം. കുറച്ച് കഴിഞ്ഞ് സാറിന് 3 മാസം പോസ്റ്റിംഗ് ഇല്ലാതെ വീട്ടിൽ ഇട്ടു. അതാണ് ചെമ്പ് കുരിശ്. നമ്മളെല്ലാം ചെമ്പ് കുരിശ് ക്ഷേത്രം.
പിന്നെ സാറ് പനി പിടിച്ച് കിടന്നിലാവും. അതാണ് ഇത് കുറിച്ച് ക്ഷേത്രം. അവസാനം സാർ റിട്ടയർ ചെയ്തിട്ടേ ഒരുത്തനും ജോലിക്കാതെ വീട്ടിയിരിക്കുക. അതാണ് തലമുള്ള ക്ഷേത്രം. പിന്നെ സാറ് കത്ത് കഴിഞ്ഞാണല്ലോ മരത്തിൻ്റെ മണ്ടയ്ക്കോട്ട് കയറ്റി ഒറ്റ കത്തിൽ ഞാൻ ക്രിസ്ത്യാനിൻ്റെ കളഞ്ഞില്ല. സാറ് ചാരമാവും, സാറ് മണ്ണിനകത്ത് ചേരും. അതാണ് ആ കളി കൊണ്ടുള്ള ക്ഷേത്രം. ഒരിക്കലും തലയിൽ വരുന്നു. ഞാൻ വീണ്ടും മല കയറി ഓരോ ക്ഷേത്രം നിന്നിട്ട് അതിൽ കൊത്തി വെച്ചിരിക്കുന്ന ഓരോ ശ്ലോകവും അതിൻ്റെ അർത്ഥവും ഞാൻ മെനക്കെട്ട് പേനാണ് എഴുതി കോപ്പി ചെയ്ത് പഠിച്ച്. അപ്പോഴാണ് സ്വർണ്ണം പൂശിയ ക്ഷേത്രം തൊട്ട് കളികൊണ്ടുണ്ടാക്കിയ ക്ഷേത്രം ക്ഷേത്രം അർത്ഥം മനസ്സിലായത്. അതാണ് ഗോവർദ്ധന സ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിൽ ഓരോ ഫേസിനെയും എങ്ങനെ നേരിടണം. എക്കണോമിക് ഡെവലപ്മെന്റ് ഗോവർദ്ധനം, പശുക്കളുടെ എണ്ണം മൊത്തത്തിൽ ഗോവർദ്ധിച്ചു. ഇതാണ് കഥ. ഇത് കൃത്യമായിട്ട് വളരെ നമ്മൾ പഠിക്കുന്ന പാടാണ്. നിങ്ങൾ എവിടെ ജനിച്ചാലും കൊള്ളാം, നിങ്ങൾ ഏത് ഓഫീസിലും ജോലി കിട്ടിയാലും കൊള്ളാം, അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതും പോവുക. അത് എനിക്ക് ഒരു പവറില്ലാത്ത എന്നെ പോസ്റ്റ് ചെയ്ത് കല്യാണത്തിനുള്ള എനിക്ക് 30 ദിവസം പോലീസ് 31 ട്രാൻസ്ഫർ കിട്ടി. ഒരു തവണ 96 ദിവസം എന്നെ പോസ്റ്റ് തന്നില്ല, ഒരു ദിവസം 66 ദിവസം എന്നെ പോസ്റ്റ് തന്നില്ല. പോസ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ വീട്ടിൽ നിന്ന് പുസ്തകമൊക്കെ വായിച്ച് സുഖമായിട്ട് വായിച്ചിട്ടുണ്ട്. ശമ്പളം കിട്ടും, ശമ്പളം കിട്ടാതിരിക്കില്ല. സുഖം പരിപാടി. ഗോവർദ്ധനത്തിൽ കൊണ്ട് എനിക്ക് മനസ്സിലായി ഇതിലൊന്നും ഒരു കാര്യമില്ല. അതാണ് ഗോവർദ്ധന. മൂന്നാമതായി സൈക്കോളജി. ഭഗവാൻ ശ്രീകൃഷ്ണൻ 4 തവണ വിശ്വരൂപം കാണിച്ചു. കൊച്ചുകുട്ടിയായിരുന്നു. യശോദാമ്മ ഓരോ മറിച്ചിട്ട് കുറെ വേല കാണിച്ചു. യശോദാമ്മ പടിയെട്ടറിയാൻ ഭഗവാൻ വാർന്ന് കാണിച്ചു. അപ്പോ വിശ്വരൂപം കൊണ്ട് യശോദാമ്മയ്ക്ക് മനസ്സിലായി ഇത് വെറും കുട്ടിയല്ല, ഭഗവാനാണെന്ന് മനസ്സിലായി. രണ്ടാമത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. എപ്പോഴാണ്? മഹാഭാരതത്തെ ഒഴിവാക്കാൻ വേണ്ടി ഭഗവാൻ അപ്പനെടുത്ത് പോയി. ദുര്യോധന ശകുനികളെ ആലോചിച്ചു, ഇവൻ മറച്ചടി ചേർന്നാൽ യുദ്ധം നമുക്ക് ജയിക്കാൻ പ്രയാസം. അതുകൊണ്ട് ഭഗവാൻ എന്നെ അറസ്റ്റ് ചെയ്ത പ്രശ്നം ചെയ്തല്ലോ. ദുര്യോധനും ദുശാസനും നമ്മുടെ ശകുനി എല്ലാം കൂടി ഭഗവാൻ കൃഷ്ണൻ അറസ്റ്റ് ചെയ്യാൻ പോകും. ഭഗവാനോട് വിശ്വരൂപം കാണിച്ചു. ദുര്യോധനും ശകുനിയൊക്കെ മലമൂത്ര പുസ്തകമില്ല പേടിച്ചു പോയി ആ വിശ്വരൂപം കാണിച്ചാൽ. മൂന്നാമത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. മഹാഭാരത യുദ്ധം തുടങ്ങാൻ പോകും. അർജുനൻ അളിയനല്ലേ, അളിയനെ കൂടെ മറ്റേ നേരി കയറ്റിട്ട് 2 സൈന്യങ്ങൾ നടുക്കോട്ട് കൊണ്ടുപോകും. 11 അക്ഷോടി കൗരവന്മാർ ഇടതുവശത്തുണ്ട്, 7 അക്ഷോടി പാണ്ഡവന്മാർ വലതുവശത്തുണ്ട്. ഭഗവാൻ അർജുനോട് പറഞ്ഞു, കണ്ടോ അർജുന കാര്യങ്ങളൊക്കെ? ആ നിൽക്കുന്ന ആളില്ലേ ഭീഷ്മം, അവനെ നമുക്ക് കൊല്ലണം. നിന്റെ വല്യപ്പൻ ഇപ്പം ദ്രോണം നിൽക്കുന്നതിന്റെ ഗുരു അവനെ കാച്ചണം. ദ്രോണം നിൽക്കുന്നതിന്റെ കൃപാചാര്യന്റെ അമ്മയുടെ ഫസ്റ്റ് അവനെ ഫിനിഷ് ചെയ്യണം. 4 പേരുടെ പേര് കേട്ടു. അർജുനൻ പറഞ്ഞു, പൊന്നു ഭഗവാനെ, എൻ്റെ നാക്ക് പറ്റുന്ന ഭഗവാനെ, കൈ വിറയ്ക്കുന്ന ഭഗവാനെ, ഞാനിപ്പോ താഴെ പോകും കിടക്കുന്നു തേക്കിൻ്റെ അവിടെ. പിന്നെ 701 ശ്ലോകമുള്ള ഭഗവത്ഗീത ചൊല്ലി ആണ് ഈ അർജുനനെ പൊക്കിയത് ഭഗവാൻ. ആ ഭഗവത്ഗീത കിടക്കെ അദ്ദേഹം ചോദിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, നമ്മൾ നരനാരായണന്മാരുടെ എത്ര ധർമ്മമായിരുന്നല്ലോ. അർജുനൻ ചോദിക്കുന്നു, അങ്ങയുടെ ഒറിജിനൽ ഫോം നിന്ന് കാണിച്ചു തരാമോ? കൃഷ്ണൻ പറഞ്ഞു, അർജുന നീ ആളൊക്കെ വീരുന്ന, പക്ഷെ അത് കാണാൻ നമുക്ക് ശക്തിയില്ല. അപ്പോൾ ഭഗവത്ഗീത 9 അധ്യായങ്ങൾ അർജുനൻ തയ്യാറാക്കി. 11ാം അധ്യായത്തിൽ വിശ്വരൂപം കാണിച്ചു. വിശ്വരൂപം ഓപ്പൺ ഹീമർ ആദ്യത്തെ ആക്രമണം പൊട്ടുക മെക്സിക്കോയിൽ 8 കിലോമീറ്റർ അകലെ ഇരുമ്പ് ഗോകുലത്തിരിക്കുകയാണ് ഓപ്പൺ ഹീമർ. ഓപ്പൺ ഹീമർ ഇൻഡോളജി ക്ലാസ്സിൽ ബെർലിനിൽ സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഭഗവത്ഗീത അറിയാം. ബോംബ് കൊണ്ട് പൊട്ടിയപ്പോൾ ജർമ്മൻ ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ ഫ്രഞ്ച് ഭാഷയിലോ ഒന്നും അത് വർണ്ണിക്കാൻ വയ്യ. ഓപ്പൺ ഹീമർ പെട്ടെന്ന് ഭഗവത്ഗീത 11ാം അധ്യായത്തിൽ വിശ്വരൂപം കാണിക്കുന്ന ഗുരുവാണ്. കോടി കോടി സൂര്യപ്രഭാത സ്വഭാവത്തിലേക്ക് 4ാമത് ഭഗവാൻ വിശ്വരൂപം കാണിച്ചു. ഭീഷ്മർ ചർച്ചയിൽ കിടക്കുകയാണ്. ഭീഷ്മർ ഉത്തരായണ കാലത്തോളം മരിക്കാൻ പറ്റും, ദക്ഷിണായന കാലത്തോളം നടത്തിയത്. ഉത്തരായണ കാലം തുടർന്ന് എന്നാണ് മകരസംക്രാന്തി. നമ്മുടെ ശബരിമലയിലെ മകരസംക്രാന്തി ദിവസമാണ്. അന്ന് രാവിലെ ഭഗവാൻ നേരെ ഭീഷ്മർ ഭീഷ്മൻ ഭഗവാനെ കണ്ടുകൊണ്ട് പറഞ്ഞു, എന്റെ കൃഷ്ണ, നീ വിഷ്ണു ഭഗവാനെ കൊണ്ട് അറിയാവുന്ന കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു സഹസ്രനാമ സ്തോത്രം വിഷ്ണു ഭഗവാൻ എന്ന് പറയാൻ ഭഗവത്ഗീത ശ്രീമദ് ഭാഗവതപ്പായിട്ട് നടക്കുക. വിഷ്ണു സഹസ്രനാമം ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. 4 വിശ്വരൂപങ്ങളാണ്. പക്ഷേ ഓരോ വിശ്വരൂപവും അത് കാണുന്ന ആളിനെ ആശ്രയിച്ച ചെയ്തത്. യശോദാമ്മയ്ക്ക് വിശ്വരൂപം കാണിക്കുമ്പോൾ ഭീകരൂപങ്ങൾ കാണിച്ചോ? ഇല്ല. ഒഴുകുന്ന നദികൾ, സുന്ദരമായ പ്രകൃതി, വന്യമൃഗങ്ങൾ ഓടുന്നു. പാവം സ്ത്രീയില്ലേ, അവർക്ക് വലിയൊന്നും കാണാനുള്ള ശക്തിയില്ല.
ഒരു സ്ത്രീക്ക് കാണാൻ പറ്റിയ വിശ്വവും കാണിച്ചു യശോദാമ്മയ്ക്ക് മനസ്സിലായി ഈ കുട്ടി ഭഗവാനാണ്. ദുര്യോധന ശകുനിയെല്ലാം കൂടെ ഭഗവാനെ അറസ്റ്റ് ചെയ്യാൻ വരിക. ഭഗവാന്റെ വിശ്വരൂപം കാണിച്ചു. ദുഷ്ടങ്ങളുള്ള ദുഷ്ടമൃഗങ്ങളും മറ്റെല്ലാം വരുന്ന വരവാണ്. ദുര്യോധനും ശകുനിയും മലമുട്ട് മുതിർന്ന് അർജുനന് യുദ്ധം കൊണ്ട് നടക്കല്ലേ. അനേകം സൂര്യനുകൾ, നക്ഷത്രങ്ങൾ, പ്ലാനറ്റുകൾ, യൂണിവേഴ്സിന്റെ മഹത്വം കാണിച്ചു. അർജുനൻ മനസ്സിലായി ഈ ഭഗവാൻ, ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന ഭഗവാൻ. ഭീഷ്മരോ മരിക്കാൻ പോകുന്നു. മകരസംക്രാന്തി രാവിലെയാണ്. മരണത്തിന് മുമ്പ് ജീവിതത്തിന്റെ പൂർണ്ണത കാണാൻ വേണ്ടി ജീവിതം പൂർണ്ണമാക്കാനുള്ളതാണ് ഭീഷ്മരെ കാണിച്ച വിശ്വരൂപം. ഒരേ ഭഗവാൻ 4 വിശ്വരൂപം കാണിക്കുന്നു. ഓരോ വിശ്വരൂപത്തിലും ഭഗവാൻ കാണിച്ചെന്താണ്? ആരുടെ സൈക്കോളജിക്ക് അത് പറ്റുമോ അതനുസരിച്ച് വിശ്വരൂപം ഭഗവാൻ കാണിച്ചേ. നിങ്ങളും എൻ്റെ പാടാണ്. സ്കൂളിലെ കുട്ടിയെ കൈകാര്യം ചെയ്യുന്ന പോലെ നമ്മുടെ വീട്ടിലെ 5 വയസ്സുള്ള കുട്ടിയെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഭാര്യയെ കൈകാര്യം ചെയ്യുന്ന ആരോഗ്യത്തെ ഭാര്യയെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ? സൈക്കോളജി അറിയാതെ ഭൂമി പെരുമാറിയാണ് അവൻ്റെ അന്തി ഭഗവാൻ പഠിപ്പിക്കുകയാണ് വിശ്വരൂപത്തെ. 4ാമത് ഭഗവാൻ വളരെ ശ്രദ്ധേയമായി തൻ്റെ ജീവിതത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. അതിലൊന്നാണ് കാളിയനെ അമർച്ചയുക. കാളിന്റെ നശിപ്പിക്കുക. ഭഗവാന്റെ ആത്മത്തിന് മേൽ കയറി ഒറ്റച്ചാട്ടം. കാളിയനെ ചാപട്ടി പരിവാക്കിക്കൊണ്ടിരിക്കുക. കാളിയൻ 2 ഭാര്യമാരുണ്ടായിരുന്നു. 2 ഭാര്യയോട് കൂടി ഭഗവാനെ കൊല്ലല്ലേ. കാളിയൻ 4 ആൺമക്കളാണ്. 4 ആൺമക്കൾ ഓടി ഭഗവാനോട്, ഭഗവാനെ അച്ഛനെ കൊല്ലല്ലേ. കൊല്ലത്തിൻ്റെ മക്കളെ നിങ്ങൾ അപ്പനെ കൊല്ലത്തൊന്നുമില്ല. പക്ഷെ ഇനി ഇവിടെ ഭക്ഷണമാണ് പറ്റിയത്. നിങ്ങൾ കടലിൽ കിടന്ന് 4 യോജന അപ്പുറത്ത് പോയി രമണന്റെ ദ്വീപിൽ പോയി താമസിക്കണം. അങ്ങനെ കാളിയേയും ഭാര്യയും മക്കളും എല്ലാം കൂടെ കടലിൽ കിടന്ന് രമണ ദ്വീപിൽ പോയി എന്നാണ് നമ്മുടെ ശാസ്ത്രം. ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ ഓഷനിൽ ഇറങ്ങി സസ്യസന്ധ 4000 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ഫിജി എന്നൊരു ദിവസമാണ്. ഹിന്ദു ഭൂരിപക്ഷമുള്ള ദിവസമാണ്. ഒരു ദിവസമാണ് ഹിന്ദുക്കളാണ്. അവിടെ കാളിയന്മാരുടെ ജനവിഭാഗം അവർ പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ നമ്മളെ ഇതിനകത്ത് തിരിച്ചു കൊടുത്ത് നിങ്ങളോട് താമസിക്കാം. ഭാഗവതി പറഞ്ഞ രമണ ദ്വീപ് കാരണത്തിൽ പറഞ്ഞ കാളിയൻ ഇതാ അവിടെ ഞാൻ പറഞ്ഞ കാളിയന്മാർ. രമണ ദ്വീപിന്റെ പേരുണ്ട്. ഇവിടെ രമണ ദ്വീപ്. യുവന്മാരുടെ രക്തം ഒന്ന് പരിശോധിച്ചു. DNA കാരണം ജിപ്പിയുള്ളത് നമ്മുടെ രക്തമാണ്. ഭാഗവത്തിൽ ഓടിച്ച കാളിയൻ അവിടെ പോയി തെറ്റ്. ആ കാളിയനെ അമർച്ച ചെയ്യുന്ന ഭാഗം സുന്ദരമായി വിവരിച്ചിരിക്കുന്നു. നെൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ്. 11,000 ശ്ലോകമുള്ള ഭാഗവതം നെൽപ്പൂർ നാരായണ ഭട്ടതിരി 1000 ശ്ലോകം ഒതുക്കി. ഓരോ അവതാരത്തിനും ഓരോ ശ്ലോകം. അതിൽ കാളിയനെ അങ്ങോട്ട് യുദ്ധം ചെയ്ത ഭാഗമാണ്. ആ ശ്ലോകം വായിക്കുമ്പോൾ തന്നെ യുദ്ധം നടക്കുന്നത് മനസ്സിലാവും. അതദിക്ഷു വിദക്ഷു പദക്ഷുപിത പ്രവിതോദര വാരിതി ദാന്തപരി അതകാ ദുതക ദുർഗാതപതി കതുവാക്ക പ്രശാന്ത വിശാന്തമാണ്. ഇടിയും ചവിട്ടൊക്കെ നല്ല ഭംഗിയായിട്ട് മനസ്സിലാവും. ഞാൻ ശബ്ദമൊന്നും പറഞ്ഞില്ല കേട്ടോ. ഓർമ്മയിൽ ചെല്ലുന്ന തെറ്റിനോട് ക്ഷമിക്കാം. അപ്പോൾ ഒരു രംഗം വർണ്ണിക്കുമ്പോൾ ആ പ്രക്ഷുബ്ധമായ ചവിട്ടുവടിയൊക്കെ ആ സംസ്കൃത ശ്ലോകത്തിൽ കൃത്യമായി പ്രയോഗിച്ചിരിക്കുകയാണ്. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുന്നു, ഒരു ജനതയുടെ ഏറ്റവും വലിയ ആവശ്യം ശുദ്ധജലമാണ്. ആ ശുദ്ധജലം നശിത്തമാക്കുന്നവൻ രാജ്യദ്രോഹിയാണ്. അവൻ ആരായാലും രാജ്യദ്രോഹിയാണ്. നാട്ടിലെ കുളങ്ങള്, കിണറുകള് വെള്ളം ശുദ്ധമായി അല്ലെങ്കിൽ ജനം ചത്തുപോകും. നമ്മുടെ ബോഡിയുടെ 80% വെള്ളമാണ്. ആ വെള്ളം സപ്ലൈ ചെയ്യുമ്പോൾ ശുദ്ധജലം ജനത്തിൽ കൊടുത്തിരിക്കണം. ഭഗവാൻ നമ്മൾ പഠിപ്പിക്കണം. ഭഗവാന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഭഗവാൻ പെണ്ണുങ്ങളുടെ വസ്ത്രമല്ല അച്ഛനും മറ്റൊന്നും മേളിൽ കയറി ഇരുന്ന് കളഞ്ഞു. പെണ്ണുങ്ങളോട് കയറി കയറാൻ പറഞ്ഞു. ചില ന്യായീകരണ തൊഴിലാളികൾ ശ്രീമദ് ഭാഗവതി പറയും, ഭഗവാൻ 9 വയസ്സുണ്ടാകും. 9 വയസ്സിൽ കുട്ടിക്ക് പെണ്ണുങ്ങളെ വസ്ത്രം പോകാം. ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ഞാൻ അവിടെ പോയി എന്താ സംഭവം അറിയാൻ പറ്റി പോലീസിനെ കൂട്ടിപ്പോയി. അപ്പോൾ അവിടെ എന്താണെന്നറിയാമോ, സ്ത്രീകൾ വന്നിട്ട് വേഷം മാറാൻ ഇരിക്കുന്ന സ്ഥലത്ത് വേഷം മാറിയാൽ ഒരു 30 മീറ്റർ നടന്നെങ്കിലേ താഴെ ചെല്ലും. തിരിച്ച് കുളിച്ച് ഇങ്ങോട്ട് കയറി വേണം 30 മീറ്റർ. അവിടെ അങ്ങനെയാണ് ആ കറവ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവിടെ ശ്രദ്ധേയമായി എന്നെ പോലീസ് ഒരു കാര്യം കാണിച്ചു. എന്താണെന്ന് വെച്ചാൽ ഈ കടലിൽ ഒരു 10-100 വൃക്ഷങ്ങളുണ്ടോ, ഇടതൂർന്ന ഇലകളാണ്.
ഇടതും നിലകൾ. അതിനകത്ത് ആൾ കയറിയിരുന്നാൽ അതിനകത്ത് ആളിരിക്കുന്നത് മനസ്സിലാവുകയില്ല. എന്നെ അവിടുത്തെ ഒരാളിനെ കയറ്റിയിരുത്തി കാണിച്ചു തന്നു. അവിടെ ഒരാളെ കാണാമോ? ഒരു രക്ഷയില്ല. അപ്പൊ ഈശ്വരൻ ഭൂമി സൃഷ്ടിച്ചാൽ ഏറ്റവും വലിയ അത്ഭുതമാണ് സ്ത്രീയുടെ സൗന്ദര്യം. അവരുടെ ചുണ്ടുകൾ ഉപയോഗിച്ചിട്ട് അവർ 3 തലമുറ സന്തോഷിപ്പിക്കും. അച്ഛനും കൊടുക്കും, ഭർത്താവിനും കൊടുക്കും, മക്കൾക്കും കൊടുക്കും. ഭയങ്കര സന്തോഷം. അവരുടെ സ്ഥലത്തിലേക്ക് വരുമ്പോൾ 2 തലമുറയ്ക്ക് സന്തോഷം കൊടുക്കും. ആ മുലപ്പാൽ കുടിക്കുന്ന കുട്ടി ഒരിക്കലും മുലപ്പാലിനെ മറക്കുകയില്ല, മുലകൊടുത്തവനെ മറക്കുകയില്ല. ഭർത്താവിന് ആ സ്ഥലം ഉപയോഗിച്ച് പരിരംഭണം കിട്ടുന്നു, ഭയങ്കര സന്തോഷം. സ്ത്രീയുടെ യോനിയിലേക്ക് വരുമ്പോൾ 2 തലമുറക്ക് ഉപയോഗപ്പെടും. പക്ഷെ അതുകൊണ്ട് ജനിച്ച കുട്ടിക്ക് അതുകൊണ്ട് ജനിച്ച കാര്യം അറിഞ്ഞതാണ്. പക്ഷേ തൻ്റെ യോനിയിലൂടെ ഒരു പുരുഷനെ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന സന്തോഷത്തിന്, ആനന്ദത്തിന് പരമകോടിയിൽ എത്തിക്കാൻ സ്ത്രീക്ക് പറ്റും ആ യോനിയിലൂടെ. പക്ഷേ ഇതൊക്കെ കാണേണ്ടത് മാത്രമേ കാണാവൂ. വഴി വന്ന് വായുന്നത് കാണാനുള്ളതല്ല സ്ത്രീയുടെ സൗന്ദര്യം. അപ്പം ഈ കടവിൽ സ്ത്രീകൾ വന്നിട്ട് അത്രയെല്ലാം ഊരിയിട്ടിട്ട് നടന്ന് വലത്തോട്ട് പോകും. ഈ മരത്തിന് മുകളിൽ കയറിയിരിക്കുന്നവന് കറക്റ്റ് കാണാം സ്ത്രീയുടെ പുറവശം 30 മീറ്റർ. കുളിച്ചു കഴിഞ്ഞ് സ്ത്രീ കയറി വരുമ്പോൾ ഫ്രണ്ട് നല്ല ഭംഗിയായിട്ട് വിഷൻ 30 മീറ്റർ. അന്ന് ക്യാമറയും ടെലിവിഷനും ഒന്നും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ വേൾഡ് വൈഡ് അടിച്ചതിനാണ് ക്യാമറ. അത് ചേരുന്ന സ്ത്രീകളെ പഠിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ ചെന്ന് വസ്ത്രത്തിൽ ഉപയോഗിച്ചു. ഇതിനോട് പറഞ്ഞു, ഇപ്പടി ചെയ്യരുത്, നിങ്ങൾ ബാക്കി വേഷം പോയി കേട്ടോ, മക്കളെ വേഷത്തിൽ കുളിച്ചാൽ മതി. തിരിച്ച് കയറി വരുമ്പോൾ ആ നനഞ്ഞ കൊടി മാറ്റിയിട്ട് വേറെ തുണിത്തിൽ പോകാം. നിങ്ങളുടെ നഗ്നത ഒരു റൗഡിയും കാണാൻ പാടില്ല, അന്യർ കാണാൻ പാടില്ല. ഭഗവാൻ സ്ത്രീകളെ പറ്റിയ പാഠം ഹൗ ടു പ്രൊട്ടക്ട് യുവർ പ്രൈവസി. ഭഗവാൻ ആ കടൽ ഞാൻ പോയ കടൽ നോക്കി നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അവിടുത്തെ ഡിവൈസ് ഒരു കുട്ടിനെ ആ മറ്റൊരു ജില്ലയ്ക്ക് തിരിച്ചപ്പോഴും ഞാൻ നമ്മൾ ഒരു തന്നെ കാണത്തില്ല. സ്ത്രീകളുടെ പ്രൈവസി ഇങ്ങനെ സൂക്ഷിക്കണം. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കാനുള്ള വലിയ ശാസ്ത്രത്തെ. ഭഗവാൻ ജയിലിൽ ജനിച്ച ഒരാളാണ്. അദ്ദേഹം ജയിലിൽ ജനിച്ച ശേഷം അവിടുന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് കൊണ്ടുപോയി ബാലവാടി താമസിച്ചു. യശോദാമ്മയെ നന്ദഗോപൻ ഭഗവാനെ രക്ഷിച്ചു. 12ാമത്തെ വയസ്സിൽ ഭഗവാൻ വന്ന് കംസനെ കൊന്നിട്ട് മുത്തശ്ശനെയും അപ്പനെയും മോചിപ്പിച്ചു. എത്ര വർഷമാണ് ഭഗവാൻ അപ്പനും ജയിലിൽ കിടന്നത്? 8 മക്കൾ ജനിക്കാൻ 12 വർഷം. ഭഗവാന് 18 വയസ്സായപ്പോഴാണ് കംസനെ കൊല്ലുന്നത്. അതായത് ഭഗവാന്റെ അപ്പനും അമ്മയും ജയിലിൽ കിടന്നത് 30 വർഷം. സൗത്ത് ആഫ്രിക്കയിലെ പ്രസിഡന്റ് നെൽസൺ മണ്ടേല ജയിലിൽ കിടന്നത് 27 വർഷം. അതിനൊക്കെ കൂടുതലാണ് ഭഗവാൻ ജയിലിൽ കിടന്നത്. 2.5 ലൈഫ് സെന്റൻസ് ഭഗവാന്റെ അപ്പനും ജയിലിൽ കിടന്നു. ഭഗവാൻ ചെന്നവരെ മോചിപ്പിച്ചു. മോചിപ്പിച്ച ശേഷം കംസന്റെ ഭാര്യയോട് പറഞ്ഞു, അമ്മയും ഇവിടെ തന്നെ താമസിച്ചാണ്. കംസൻ 2 മക്കളെ പിടിച്ചിട്ട് അവർ രാജാക്കന്മാരായി, യുവരാജാക്കന്മാരായി. വല്യപ്പം ഭരിക്കും. കംസൻ 2 മക്കളെ യുവരാജാവ്. മുതൽ പിടിച്ചെടുക്കാൻ നോക്കിയ ഭഗവാൻ ഇല്ല. കംസന്റെ ജയിലിനകത്ത് 7000 പേര് കിടപ്പുണ്ടായിരുന്നു. എല്ലാത്തിനും തുറന്നു. ജയിലിൽ കിടന്ന് ജനിച്ച ഭഗവാന് ആ ജയിൽ ശിക്ഷയിൽ നിന്ന് 7000 പേരെ മോചിപ്പിച്ചു. ഭഗവാൻ ജരാസന്ധനായിട്ട് യുദ്ധം ചെയ്തു. ജരാസന്ധനെ കൊന്നു. നേരെ കൊട്ടാരത്തിൽ ചെന്നു, മഗധയിൽ ചെന്നു. ജരാസന്ധൻ അമ്മയോട് അമ്മ ഇവിടെ തന്നെ താമസിച്ചതാണ്. അമ്മയുടെ ദേഷ്യം കൊണ്ടല്ല ഭർത്താവ് അദ്ദേഹം ചെയ്ത പ്രകാരം. ജരാസന്ധന്റെ മക്കളെ വിളിച്ചു വരുത്തി, നിങ്ങൾ രാജാക്കന്മാരാണെന്ന് പറഞ്ഞു. കംസന്റെ അമ്മായിപ്പനാണ് ഈ രാജാവ് ജരാസന്ധൻ. ജരാസന്ധന്റെ ജയിലിൽ 14,000 പേരുണ്ടായിരുന്നു. 14,000 പേരെയും മോചിപ്പിച്ചു. നരകാസുരൻ കുഴപ്പമുണ്ടാക്കുന്നുണ്ട്. നരകാസുരൻ സ്ത്രീകളെ പിടിച്ച് സെക്ഷലി കുഴപ്പമുണ്ടാക്കിയിട്ട് ജയിലിനകത്ത് കളയും. നരകാസുരന്റെ ജയിലിൽ 16,000 സ്ത്രീകൾ ഉൾപ്പെടെ കിടക്കാണ്. ബാക്കിയുള്ള യുദ്ധത്തിന് പോകുമ്പോൾ ഭഗവകൃഷ്ണന്റെ ഭാര്യമാർ ഞങ്ങളോട് വരുമെന്ന് പറഞ്ഞില്ല. പക്ഷേ നരകാസുരനെ നേരിടാൻ പോയപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ ഭാര്യ സത്യഭാമ പറഞ്ഞു, ഞാൻ വരുന്നതായിരുന്നു, സ്ത്രീകളെ ഉപദ്രവിക്കുന്നതാണ് എനിക്ക് കൈകാര്യം ചെയ്യണം. സത്യഭാമയോടൊപ്പം ഭഗവാൻ നിന്ന് നരകാസുരനെ കൊന്നു. നരകാസുരന്റെ ഭാര്യയോട് പറഞ്ഞു, അമ്മയോട് തന്നെ താമസിച്ചു. നരകാസുരൻ 2 മക്കളെ യുവരാജാക്കന്മാരെ ഒരു ഉപയോഗത്തിലില്ല. ഭാര്യമാരെ സൂക്ഷിച്ചു, മക്കളെ സൂക്ഷിച്ചു. പക്ഷേ ജയിലിൽ കിടന്ന് ജനിച്ച ഭഗവാൻ എന്താണ് ജയിൽവാസം എന്നറിയാമായിരുന്നു. അതുകൊണ്ട് കംസൻ ജയിലിൽ കിടന്ന് 7,000, ജരാസൻ ജയിലിൽ കിടന്ന് 14,000, നരകാസൻ ജയിലിൽ കിടന്ന് 16,000 ഉൾപ്പെടെ 17,000 പേരെയും മോചിപ്പിച്ചു. 35,000-36,000 പേരിനെ ഭഗവാൻ മോചിപ്പിക്കുകയാണ്. നമുക്ക് ചെറുപ്പത്തിൽ ഒരു കഷ്ടപ്പാടുണ്ടായി.
അത് മക്കൾക്ക് ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണ്. ചെറുപ്പത്തിൽ ദാരിദ്ര്യം ഉണ്ടെന്ന് വിചാരിച്ചോ, മക്കളുടെ ദാരിദ്ര്യങ്ങളുടെ പരീക്ഷകളായത് കഴിയുമെങ്കിൽ എത്ര പേർക്ക് ദാരിദ്ര്യം മാറ്റാൻ പറ്റുമോ അത് മാറ്റിയിരിക്കണം. നല്ല സ്കൂളിൽ പഠിക്കാൻ പറ്റിയില്ല, നമ്മുടെ മക്കളെ നമ്മുടെ അനന്തരവന്മാരെ നല്ല സ്കൂളിൽ വെച്ച് പഠിക്കുന്നു. നമുക്ക് ചെറുപ്പത്തിൽ പറ്റിയില്ല നമ്മളെ അപകടം മറ്റൊരാൾക്ക് ഉണ്ടായിരിക്കുന്നത്. ഭഗവാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭഗവാൻ കൃഷ്ണനെ പ്രസംഗിച്ചാൽ എത്ര മണിക്കൂർ പ്രസംഗിച്ച് ഞാൻ നിർത്തുന്നു. അവസാനത്തെ അവതാരം കൽക്കി. ഒറിജിനൽ വൈദിക സംസ്കൃതത്തിൽ കർക്കി എന്നായിരുന്നു പേര്. കർക്കി എന്ന കർമ്മത്തിന് അവസാനം കുറിക്കുന്ന അവതാരം. പക്ഷേ ലൗകിക സംസ്കൃതത്തിൽ എത്തിയപ്പോഴേക്കും കർക്കി എന്നുള്ള പേര് മാറ്റി കൽക്കി എന്നാക്കി. കാലത്തിന് അവസാനം കുറിക്കുന്ന അവതാരം. പലരും പ്രസംഗിക്കും കൽക്കി വന്നിട്ട് കലിയുഗത്തിലെല്ലാവരെയും കൊന്ന് ശരിയായി. അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. ദുഷ്ടന്മാരെ നിർമ്മാർജ്ജനത്തിന് ശേഷം കലിയുഗത്തിൽ നിന്ന് കൃതയുഗത്തിലേക്ക് കൊണ്ടുപോകുന്നു കൽക്കി. കൃതയുഗത്തിൽ ധർമ്മം 4 കാലത്തിന്, ത്രൈതായുഗത്തിൽ 3 കാലം, ദ്വാപരയുഗത്തിൽ 2 കാലം, കലിയുഗത്തിൽ 1 കാലം. ഈ 1 കാലം നിൽക്കുന്ന നീതിയെ, ധർമ്മത്തെ 4 കാലുള്ള ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ കൽക്കി ചെയ്യുന്നത്. അല്ലാതെ ലോകം നശിപ്പിച്ച് എൻഡ് ഓഫ് ദ വേൾഡ് അല്ല കൽക്കി. കൽക്കി തെറ്റിനെ നശിപ്പിച്ചിട്ട് ശരിയിലേക്ക് കൊണ്ടുപോകുന്ന അവതാരമാണ് കൽക്കി. അപ്പൊ ദശാവതാര കഥ നമ്മൾ അടുത്ത 7 ദിവസം കൊണ്ടിവിടെ യജ്ഞാചാര്യൻ അത് വിവരിക്കുകയാണ്. അപ്പോൾ 300 കഥകളെ 21-28 കഥ സാമ്പിളത്തിൽ പഠിപ്പിക്കും. പക്ഷെ ആ 21 കഥ കേൾക്കുമ്പോൾ നിങ്ങൾ 300 കഥയുടെ സാരം മനസ്സിലാക്കണം. സാരം ഗോകർണൻ തപസ്സിരിക്കുമ്പോൾ, തപസ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ വെച്ചിട്ട് ഭാഗവത സപ്താഹം ചെയ്യാണ്. എന്തിനാ ചെയ്ത? ദുഷ്കർമ്മം ചെയ്ത അനിയൻ കൊല്ലപ്പെട്ട് കണ്ടു കിടക്കാൻ അവൻ രാത്രിയിൽ 5 സ്ത്രീകളെ കൊണ്ടുപോയി. നിർഭാഗ്യം 5 സ്ത്രീകൾ എനിക്ക് മനസ്സിലായി. രാത്രി ഒരു സ്ത്രീ പോലെ 5 സ്ത്രീകളോട് ആലോചിച്ചാൽ ഇവൻ നമുക്ക് കുറച്ച് പൈസയൊക്കെ തോന്നുന്നത് നമ്മളെ ശരിയാക്കി, ഇവനെയും കൊന്നാലോ. അങ്ങനെ അവനെ കൊന്ന് കിണറ്റിലിട്ടു. കിണറ്റിലിട്ടിട്ട് പെണ്ണുകളെല്ലാം പൈസ എടുത്ത് ഗോകുലം തിരിച്ചു വന്നപ്പോൾ ഈ കിണറ്റി കിടന്ന ആത്മാവ് പറഞ്ഞു, ചേട്ടാ ഞാനിവിടെ കിടക്കാൻ എനിക്കൊരു ശവമോഷം തരണം, ഞാൻ പഴയ ഇതിനകത്ത് പുഴയിനകത്ത് ഇരിക്കാമോ. അവനെ മോചിപ്പിക്കാൻ വേണ്ടി ഗോകർണൻ ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കാണ്. അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിച്ചു? ദുഷ്ടനായ അനിയന്റെ ആത്മാവ് മോക്ഷം കിട്ടി. അപ്പൊ ഇവിടെ ഭഗവത് സപ്താഹം കഴിഞ്ഞാൽ ഈ ഇത്തിത്താനം ദേശത്ത് മോക്ഷം കിട്ടാത്ത ആരും ബാക്കിയുണ്ടാവാറില്ല. നിങ്ങൾക്ക് മോക്ഷം കിട്ടാവുന്നതാണ് 7 ദിവസത്തെ ഭഗവത് സപ്താഹം. ആ മോക്ഷത്തിലേക്കുള്ള പാതയിൽ ഈ ദേശത്തെ എല്ലാവരെയും കൊണ്ടുപോകാൻ ഈ ഭാഗവത് സപ്താഹത്തിന് കഴിയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗവതത്തിൽ തരുന്ന അത്ഭുതമായ പാഠങ്ങൾ മാർഗനിർദ്ദേശമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഇടയവാക്കുകൾ സ്മരിക്കുന്നു. നമസ്കാരം.